Good morning, everyone. Welcome to Adda247 Malayalam channel. This is Rintu Sebastian, and welcome to the Hindu editorial analysis of 29 September 2022. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം, ഗുഡ് മോർണിംഗ്. നമുക്ക് നമ്മുടെ ഇന്നത്തെ എഡിറ്റോറിയൽ ഡിസ്കസ് ചെയ്യാം, അതുപോലെ തന്നെ വൊക്കാബുലറി നോക്കാം, ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എഡിറ്റോറിയലിലെ ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കണം, വൊക്കാബുലറി ഒക്കെ നോക്കണം അല്ലേ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഉഷാറാണോ? ഇവിടെ ഇന്നൊന്നും പറയണ്ട കേട്ടോ, ഇന്ന് ഭയങ്കര തണുപ്പായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. രാവിലെ എണീക്കാൻ എന്നെക്കൊണ്ട് പറ്റുന്നില്ലായിരുന്നു. ഞാൻ ഒരുപാട് ശ്രമിച്ചു, പക്ഷെ മനസ്സ് സമ്മതിക്കേണ്ട പിള്ളേരെ. ഇന്ന് എന്നോട് നിങ്ങൾ ക്ഷമിക്കുക, ഇന്ന് ശരിക്കും ലിറ്ററലി ഞാൻ കിടന്നുപോയി, ഉറങ്ങിപ്പോയി. ഓക്കെ, ഗുഡ് മോർണിംഗ്. ലെറ്റ് സ്റ്റാർട്ട് വിത്ത് അവർ കോട്ട്. ഇന്നത്തെ കോട്ട് ഇതാണ്: മിസ്റ്റേക്ക് ഇസ് എ സിംഗിൾ പേജ് ഓഫ് ലൈഫ്, ബട്ട് റിലേഷൻ ഇസ് എ കംപ്ലീറ്റ് ബുക്ക്. സോ ഡോണ്ട് ലൂസ് എ ഫുൾ ബുക്ക് ഫോർ എ സിംഗിൾ പേജ്. നമ്മുടെ ലൈഫിൽ ചെറിയ ചെറിയ മിസ്റ്റേക്സ്, നമ്മൾ കാണിക്കുന്ന ചില അബദ്ധങ്ങളുണ്ടല്ലേ, ഈ അബദ്ധം കാരണം നമ്മൾ വലിയൊരു റിലേഷൻഷിപ്പിനെ നമ്മൾ എന്ത് ചെയ്യുക, സ്പോയിൽ ചെയ്യാൻ പാടില്ല. ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് വരുന്ന പാകപ്പഴയായിരിക്കും. അപ്പോൾ ആ മിസ്റ്റേക്ക്, ഒരു ചെറിയൊരു മിസ്റ്റേക്ക് സംഭവിച്ചു, നമ്മുടെ കയ്യിൽ നിന്നായിക്കോട്ടെ അല്ലെ ഈ പറയുന്ന ആരിൽ നിന്നായിക്കോട്ടെ, എന്ത് തരം റിലേഷൻഷിപ്പ് ആവാം. ബീറ്റ് യുവർ ഫ്രണ്ട്സ്, വിത്ത് യുവർ സിസ്റ്റേഴ്സ്, യുവർ ബ്രദേഴ്സ്, യുവർ പേരൻസ്, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്നേഴ്സ്, ആരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ. ആ റിലേഷൻഷിപ്പിൽ ചെറിയൊരു മിസ്റ്റേക്ക്, അവരുടെയോ നിങ്ങളുടെ ഭാഗത്ത് വരുന്നൊരു മിസ്റ്റേക്ക് കാരണം ആ റിലേഷനെ നിങ്ങൾ ഇതാക്കരുത്. ഒന്ന് ചിന്തിച്ച് നോക്കുക. ഇന്നത്തെ കോട്ട് ഈസ് ഓൾ അബൌട്ട് റിലേഷൻ, കീപ്പിംഗ് റിലേഷൻഷിപ്പ് വിത്ത് യുവർ പേരൻസോ ടീച്ചേഴ്സോ മെൻറ്റേഴ്സോ ആരും ആയിക്കോട്ടെ. ഈ റിലേഷൻഷിപ്പിൽ വന്നിരിക്കുന്ന ചെറിയ ഒരു മിസ്റ്റേക്ക് അതിനെ മൊത്തത്തിൽ അഫക്റ്റ് ചെയ്യാൻ പാടില്ല. അതായിരിക്കട്ടെ ഇന്നത്തെ ചിന്ത നമുക്ക്. ഓക്കെ, ദാറ്റ്സ് എ തോട്ട് ഫോർ ടുഡേ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Adda247 ആപ്പ് ഇനിയും ഡൗൺലോഡ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്തോളാം. പ്ലേ സ്റ്റോറിൽ പോയിട്ട് സൈൻ ഇൻ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഏത് എക്സാം പ്രിപ്പയർ ചെയ്യാൻ ചോദിക്കും, അപ്പോൾ നിങ്ങൾ കൊടുക്കുക സ്റ്റേറ്റ് എക്സാംസ് ആൻഡ് അത് കേരള എക്സാംസ് കൊടുക്കുക കേട്ടോ. അത് കഴിയുമ്പോൾ നമുക്ക് ഡെയിലി ക്വിസസും മോക്ക് ടെസ്റ്റുകളും സബ്ജക്റ്റ് വൈസ് ആയിട്ടും അതുപോലെ തന്നെ എക്സാം വൈസ് ആയിട്ടും പ്രിപ്പയർ ചെയ്യാം. കറണ്ട് അഫയേഴ്സിൻ്റെ ബുള്ളറ്റിൻ പോയിന്റ്സ് നിങ്ങൾക്ക് പഠിക്കാം, നോട്ട് ചെയ്താം. നോട്ട്സ്, ആർട്ടിക്കിൾസ്, ജോബ് അലേർട്ട്സ് എല്ലാം ഇവിടെ കിട്ടും. അപ്പോൾ ധൈര്യമായിട്ട് ഉഷാറായിട്ട് മുന്നോട്ട് പോകാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടാവും, നമ്മുടെ Adda247 മലയാളം ചാനൽ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ചാനലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാ ക്ലാസ്സുകളും ഇവിടെ കിട്ടും. SSC ആയിക്കോട്ടെ, ബാങ്കിങ് ആയിക്കോട്ടെ, ഫുഡ് കോർപ്പറേഷൻ ആയിക്കോട്ടെ, അതുപോലെ തന്നെ കോർട്ട് എക്സാംസ് ആയിക്കോട്ടെ, കേരള PSC ആയിക്കോട്ടെ, എല്ലാ ക്ലാസ്സുകളും PYQ സെഷൻസ്, മോക്ക് ടെസ്റ്റുകൾ, സ്ട്രാറ്റജി വീഡിയോസ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സാം അനാലിസിസ് എല്ലാം ഇവിടെ കിട്ടും. വേറെ എവിടെയും പോകണ്ട, മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. അപ്പോൾ ഇന്ന് 29-ാം തീയതി ഇന്നത്തെ എഡിറ്റോറിയൽ നോക്കാം, എഡിറ്റോറിയൽ ആർട്ടിക്കിൾ നോക്കാം. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ജനറൽ അവയർനെസ് ആണ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ചുമ്മാ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വൊക്കാബുലറി എൻട്രി ചെയ്യാം. കോമ്പറ്റേറ്റീവ് എക്സാമിന് പഠിക്കുന്നവർക്ക് ഉറപ്പായിട്ട് ഇവിടെ നിന്നാണ് വൊക്കാബുലറി ചോദ്യങ്ങളൊക്കെ. എല്ലാ തരത്തിലുള്ള വൊക്കാബുലറി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഗ്രാമർ സ്ട്രക്ചേഴ്സ് നമ്മളൊന്ന് റിവൈസ് ചെയ്ത് എന്നും വിടും. നിങ്ങളുടെ റീഡിംഗ് എബിലിറ്റി നിങ്ങൾ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നതിൽ, കോംപ്രിഹെൻഷൻ സ്കിൽസ്, അതുപോലെ തന്നെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നിങ്ങൾ പോലും അറിയാതെ അത് ഓട്ടോമാറ്റിക്കലി നടക്കും. പിന്നെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് വെച്ചാൽ ഏത് എക്സാം, അതിപ്പോൾ UPSC ആയിക്കോട്ടെ, KPSC ആയിക്കോട്ടെ, SSC, ബാങ്കിങ്, ഇൻഷുറൻസ്, കോർട്ട് എക്സാംസ്, ഏത് എക്സാംസ്, KS ഒക്കെ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട്. നിങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയ ഒരു സെഷൻ ആയിരിക്കും. കോംബോ ആണ്, ഓൾ ഇൻ വൺ കോംബോ ആണ് കേട്ടോ പിള്ളേരെ, മറക്കണ്ട. അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങൾ നോക്കട്ടെ. ടെലിഗ്രാം ജോയിൻ ചെയ്യാൻ ചോദിച്ചു, മെസ്സേജ് അയച്ചു. ട്രാൻസ്ലേറ്റർ ബാച്ച് അതിലെ ഞാൻ തരാം കേട്ടോ, ഞാൻ 2 ദിവസം ടെലിഗ്രാമിൽ ആക്റ്റീവേ അല്ല, 2 ദിവസമായി ഞാൻ ടെലിഗ്രാമിൽ ആക്റ്റീവേ അല്ല. വേറൊന്നും കൊണ്ടല്ല, ഞാൻ ഭയങ്കര തിരക്കിലാണ്. എൻ്റെ അനിയത്തി പോകാൻ വേണ്ടി നിൽക്കണം, അപ്പോൾ അതിൻ്റെ ഒരു തിരക്കിലാണ്. ഞാൻ നോക്കി അയച്ചുതരാം കേട്ടോ. ഓക്കെ, ഞാൻ നോക്കി അയക്കാം. കോഴ്സ് ബസ് ചെയ്യണമായിരുന്നു, എനിക്ക് ഫുൾ ഡീറ്റെയിൽസ് ഒന്ന് അറിയണമായിരുന്നു. സോ എനിക്ക് മിസ് നമ്പർ തരുമോ? ഗീതു ഒരു കാര്യം ചെയ്യും, ഗീതുവിൻ്റെ നമ്പർ എനിക്ക് ഇത് അയക്കാമോ? ഞാൻ എൻ്റെ മെയിൽ ഐ ഡി തരാം. ഗീതു എനിക്കൊരു കാര്യം ചെയ്തോ, എനിക്ക് എൻ്റെ ഈ മെയിൽ ഐ ഡിയിലോട്ട് മെയിൽ അയക്കുക, ഗീതുവിൻ്റെ നമ്പർ ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഗീതു ഒന്ന് മെയിൽ അയക്കാം കേട്ടോ, നമ്പർ മെയിൽ അയക്കാം. യെസ്, ഓൾ റൈറ്റ്. ഓക്കെ, കുട്ടൻ, എൻ്റെ പൊന്നുകുട്ടൻ, കൊള്ളാം. യെസ്, മന്തിൻ്റെ ഓഫറുണ്ട്. എൻ്റെ പൊന്ന്, ഞാനിതൊന്നും പറയുന്നതിന് മുമ്പ് നിങ്ങളിങ്ങനെ പറയും, നിങ്ങളാണോ പിള്ളേർ എൻ്റെ എന്താ പറയുക, എൻ്റെ PR ഏജൻസ്. അപ്പോൾ എന്തായാലും കൊള്ളാം, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ, താമസിപ്പിക്കേണ്ട. 2 ആർട്ടിക്കിളുണ്ട്. ഒന്ന് നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടി 19 മന്ത്സിനുള്ളിൽ, 2000 എന്നല്ല 19 മന്ത്സിനുള്ളിൽ, അതായത് പറഞ്ഞു വരുമ്പോൾ നമുക്ക് 1.5 വർഷം അല്ലേ, 1.5 വർഷത്തിനുള്ളിൽ നമ്മുടെ ഇലക്ഷൻ ഇങ്ങ് വരികയാണ് അല്ലേ, അടുത്ത ഇലക്ഷൻ ലോക്സഭ ഇലക്ഷൻ വരിക. അപ്പോൾ ഈ ഇലക്ഷൻ വരുമ്പോഴേക്കും എന്ത് ചെയ്യണം, നമ്മൾ BJP എന്ന ഒരു പാർട്ടിയാണ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. ആ പാർട്ടിക്കെതിരെ വേറൊരു നല്ല സ്ട്രോങ് ഒപ്പോസിഷൻ വരുന്നത് കുറേ നാളുകളായിട്ട് ഇന്ത്യയിലുള്ള എല്ലാവരും ആഗ്രഹിക്കുകയാണ്, എസ്പെഷ്യലി സൗത്ത് ഇന്ത്യയിലുള്ള എല്ലാവരും ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനൊരു അവസ്ഥയിൽ നല്ല സ്ട്രോങ് ഒപ്പോസിഷൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം, മറ്റ് പാർട്ടീസൊക്കെ യുണൈറ്റ് ചെയ്യണം. വി മസ്റ്റ് ഹാവ് എ യുണൈറ്റഡ് ഫ്രണ്ട് അതിന് വേണ്ടിയിട്ട്. പക്ഷേ ഇവർ ഇങ്ങനെ ഒരുമിക്കാൻ എല്ലാവരും നമ്മൾ ഡിവിസീവാണ്, ഒരു ചിന്താഗതിയാണ്. അപ്പം അതിനെപ്പറ്റി ഒരു ആർട്ടിക്കിൾ ഉണ്ട്. ആൻഡ് ദാറ്റ് ഇസ് ഹൈലി പൊളിറ്റിക്കൽ ഇൻ നേച്ചർ. അതിലെ കുറച്ച്
കാര്യങ്ങളിൽ പ്രോബ്ലംസ് ഡിസ്ട്രപ്ഷൻസ് ഒക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ തന്നെ വായിച്ചു നോക്കുക. വായിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. വൊക്കാബുലറി ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നുള്ളത് വെച്ചാൽ രണ്ടാമത്തെ ആർട്ടിക്കിൾ ഈസ് ഓൾ അബൌട്ട് അവാർഡ്സ്. നമ്മൾ എസ്പെഷ്യലി സയൻസ് മേഖലയിൽ അവാർഡ്, നൊബേൽ പ്രൈസ് ആയിക്കോട്ടെ, എന്ത് അവാർഡ്സും ആയിക്കോട്ടെ, ഒരുപാട് അവാർഡ്സ് ഉണ്ടല്ലേ. ലൈക്ക് നമ്മുടെ ടാലൻറ്റിന്, അവരുടെ ടാലൻറ്റിന്, സയൻസ് എക്സ്പേർട്സിന്, സയൻറ്റിസ്റ്റുകളെ എപ്പോഴും നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവാർഡ്സ് പ്രഖ്യാപിക്കാറുണ്ട്. പക്ഷേ അവാർഡ്സ് വെട്ടിച്ചുരുക്കണം എന്നൊരു ചിന്താഗതിയായിട്ട് വന്നിട്ടുണ്ട്, വെട്ടിച്ചുരുക്കാൻ പോകുന്നു എന്നൊരു ചിന്താഗതി വന്നിട്ടുണ്ട്. ആൻഡ് അബൌട്ട് ദാറ്റ് തോട്ട് അത് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് അനലിറ്റിക്കൽ ആൻഡ് പെർസ്പെക്റ്റീവ് ഇൻ നേച്ചർ. ഓരോരുത്തർക്കും ഓരോ പെർസ്പെക്റ്റീവ് ആയിരിക്കും, നമുക്കത് നോക്കണം. ദാറ്റ് ഈസ് അവർ ആർട്ടിക്കിൾ ടുഡേ. അപ്പോൾ നമുക്ക് അതിനു മുമ്പ് ആർട്ടിക്കിളൊക്കെ പോകുന്നതിന് മുമ്പ് നമ്മൾ വൊക്കാബുലറി ആണല്ലോ നോക്കുന്നത്. നമ്മുടെ ആദ്യം മീഡിയംസ്, വൺ വേർഡ്സ് ആൻഡ് ഫ്രേസസിലോട്ട് പോകാം. എന്നിട്ട് നമുക്ക് നമ്മുടെ മറ്റു വേർഡ്സ്, കൺഫ്യൂസിങ് വേർഡ്സ്, സിനോണിംസ്, ആന്റണിംസിലോട്ട് പോകാം. എന്നിട്ട് നമ്മുടെ ആർട്ടിക്കിൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഉഷാറല്ലേ? എൻ്റെ പേര് റിൻറ്റു സെബാസ്റ്റ്യൻ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഇട്ടേ, ഷോ മി സം ലവ് ആൻഡ് സപ്പോർട്ട്. അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ എഡിറ്റോറിയൽ കമ്മ്യൂണിറ്റി വലുതാവട്ടെ അല്ലേ. ലെറ്റ് ഇറ്റ് ബി ബിഗർ കമ്മ്യൂണിറ്റി. നമുക്ക് നോക്കാം ഇഡിയംസ് ആൻഡ് ഫ്രേസസ്, വൺ വേർഡ്സ് ഒക്കെ. ആദ്യത്തെ ഫ്രേസ് ഇതാണ്, അല്ലെങ്കിൽ ഇഡിയം ഇതാണ്. ഇഡിയം അല്ല, ഫ്രേസൽ വേർബ് ഇതാണ്. കട്ട് ഡൗൺ. കട്ട് ഡൗൺ ചെയ്യുന്ന പറഞ്ഞാൽ വെട്ടിയിടുക അല്ലേ. വെട്ടിയിടുക പറയും. അത് നമ്മൾ പറയും വെട്ടിയിടുക, മരം വെട്ടിയിരിക്കുക, മുറിച്ചിട്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളോടൊരു വേർബ് ഫെൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. FELL. ഫോൾ അല്ല, ഫോൾ വീഴുകയാണ്, വീഴ്ത്തുക അല്ലേ, വെട്ടി വീഴ്ത്തുക. ഫെൽ എന്ന വാക്ക്. അടുത്ത ഫെല്ലിൻ്റെ പാസ്റ്റ് ഫെൽഡ് ആയിരിക്കും കേട്ടോ. V2 V3 ഫെൽഡ് ആണ്. പിന്നെ കട്ട് ഡൗൺ വേറെ അർത്ഥമുണ്ട്. കട്ട് ഡൗൺ ദി ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ലിസ്റ്റൊക്കെ ഒന്ന് കട്ട് ഡൗൺ ചെയ്തേ. വേണ്ട ഇത്രയും ഒന്നും വേണ്ട, അധികമാണ്, അതൊക്കെ ഒന്ന് കട്ട് ഡൗൺ ചെയ്തേ എന്ന് പറയുമ്പോൾ റിഡ്യൂസ് ചെയ്യുക എന്നൊരർത്ഥമുണ്ട്. സോ കട്ട് ഡൗൺ രണ്ട് മീനിങ് ഉണ്ട്. ഫെൽ ചെയ്യുക, അതുപോലെ തന്നെ റിഡ്യൂസ് ചെയ്യുക, കുറയ്ക്കുക അല്ലേ. വേണ്ട കുറച്ച്, ലിസ്റ്റും കുറച്ച്, അത് വെട്ടിച്ചുരുക്കുക എന്നൊക്കെ നമ്മൾ പറയല്ലേ, അതിനാണ് കട്ട് ഡൗൺ ചെയ്യുക പറയാം. രണ്ട് മീനിങ് ഉണ്ട്, രണ്ടും ഓർത്തിരുന്നോണം കേട്ടോ. എക്സാമിന് രണ്ട് രീതിയിൽ വരാം, എങ്ങനെ വേണ്ടത് നിങ്ങൾക്ക് നോക്കാം. യെസ് SBയുടെ ക്ലാസ് നാളെ, SBI ക്ലാർക്കിൻ്റെ ക്ലാസ് നാളെ. നാളെയാണ് കേട്ടോ. ഓക്കെ. KP കുട്ടൻ, നിനക്ക് നമ്പർ കൊടുക്കണം അല്ലേ, കൊച്ചു ഗള്ള. മെയിൽ ഐ ഡി കിട്ടിയില്ലേ? മെയിൽ ഐ ഡി കണ്ടില്ല? ഗീതു മെയിൽ ഐ ഡി rintu.sebastian@Adda247.com കേട്ടോ. അതാണ് എൻ്റെ മെയിൽ ഐ ഡി. ഒഫീഷ്യൽ മെയിൽ ഐ ഡി ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചോദിക്കാം. ഇതാ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതു അതൊന്ന് കോപ്പി പേസ്റ്റ് ചെയ്തോളൂ, എന്നിട്ട് എനിക്ക് മെയിൽ അയച്ചാൽ മതി. ഓക്കെ. അടുത്ത് നോക്കിയേ, ലിസ്റ്റ് ഔട്ട് ചെയ്യുക. എന്താണ് ലിസ്റ്റ് ഔട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ? നിങ്ങൾക്ക് അറിയാലോ, ഒരു കാര്യം നമ്മൾ ലിസ്റ്റ് ഇടണം, കമ്പോസ് ചെയ്യുക, കമ്പൈൽ ചെയ്യുക, കൂട്ടി വെക്കുകയാണ് എല്ലാ കാര്യങ്ങളെ പറ്റി അല്ലേ. അതിനാണ് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുക എന്ന് പറയുക. ലിസ്റ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ കമ്പോസ് ചെയ്യുക, അല്ലെങ്കിൽ കമ്പൈൽ ചെയ്യുക എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ശ്രദ്ധിച്ചോണേ. ലിസ്റ്റ് ഔട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ കമ്പോസ് ചെയ്യുക, അല്ലെങ്കിൽ കമ്പൈൽ ചെയ്യുക എന്ന് പറയാം. അടുത്ത ഫ്രേസൽ വേർബ് വളരെ പ്രശസ്തമായൊരു ഫ്രേസൽ വേർബ് ആട്ടോ. നമ്മുടെ SSC എക്സാംസിന്, ബാങ്ക് എക്സാംസിന് സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഒരു പാറ്റേണുള്ള ഒരു ഫ്രേസൽ വേർബ്. ഡു അവേ വിത്ത്. എന്തെങ്കിലും ഒരു കാര്യത്തോട് ഡു അവേ വിത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർക്കുക, അബോളിഷ് ചെയ്യുക, ഇല്ലാണ്ടാക്കുക, അല്ലെ എലിമിനേറ്റ് ചെയ്യുക, പുട്ട് ആൻ എൻഡ് ടു ഇറ്റ്, നിർത്തലാക്കുക. അതിനാണ് ഡു അവേ വിത്ത്. ഡു അവേ വിത്ത് സംതിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെറ്റ്സ് ഡു അവേ വിത്ത് കംപ്ലൈനിങ് ആൻഡ് സ്റ്റാർട്ട് ലേണിംഗ്. മതി, കംപ്ലൈൻറ്റ്സ് മതി, നമുക്കിനി പരാതിപ്പെട്ടി നിർത്താം അല്ലെ, പരാതിപ്പെട്ടി അങ്ങ് അടച്ചേക്കാം അല്ലെ. ലെറ്റ്സ് പുട്ട് ആൻ എൻഡ് ടു അവർ കംപ്ലൈൻറ്റ്സ് ആൻഡ് സ്റ്റാർട്ട് ലേണിംഗ്. കേട്ടിട്ടില്ലേ? അതാണ് ഡു അവേ വിത്ത് എന്ന് പറയാം കേട്ടോ. ഓർത്തോണം. യു നീഡ് ടു കട്ട് ഡൗൺ ഓൺ സ്റ്റാർച്ച്. യെസ് that's great. He insisted me to cut down the grocery list. That's great. Okay, yeah. Okay, അടുത്തലോട്ട് നോക്കിയേ. നെക്സ്റ്റ് വൺ ഇസ് അപ്പലറ്റ് കേട്ടിട്ടുണ്ടോ? ഫ്രഞ്ച് പദം കേട്ടോ ഈ അപ്പലറ്റ്. ഫ്രഞ്ച് പദം. ഈ അപ്പലറ്റ് എന്ന ഈ ഫ്രഞ്ചുകാരൻ എൻ്റെ മീനിങ് ഇതാണ്. നമ്മുടെ മറ്റേ ഈ പോലീസുകാർ അല്ലെങ്കിൽ ആർമി ഒഫീഷ്യൽസ്, അങ്ങനെ ഒഫീഷ്യൽ പദവിയിലുള്ളവരുടെ യൂണിഫോമിൽ നമ്മുടെ ഷോൾഡർ പീസ് ആയിട്ട് വെക്കുന്ന ഓർണമെൻറ്റ്സ് കണ്ടിട്ടുണ്ടോ? 1 സ്റ്റാർ 2 സ്റ്റാർ, അല്ലാതെ ഈ വേറെ ഇതിൽ റെഡ് കളറിൽ, ചിലപ്പോൾ ഗോൾഡൻ കളറിലൊക്കെ ഇങ്ങനെ എന്താ പറയുക, വലിയൊരു സംതിങ് ലൈക്ക് ഓർണമെൻ്റ് പോലെ സാധനം വരാറില്ലേ, ഇങ്ങനെ എന്തെങ്കിലും മനസ്സിലായല്ലോ, ഷോൾഡർ പീസ് ഉണ്ടല്ലോ, അതിന് പറയുന്നവരാണ് അപ്പലറ്റ്. അപ്പോൾ നമ്മൾ ഈ നൊബേൽ പ്രൈസ് കിട്ടുമ്പോൾ മെഡൽ പോലത്തെ സാധനം കൊടുക്കാറില്ലേ, അതിനെപ്പോലെയുള്ള ഒരു അംഗീകാരത്തിൻ്റെ ഒരു ഓർണമെൻറ്റിന് നമ്മൾ പറയുന്ന പേരാണ്. ഇപ്പോൾ യൂണിഫോമിൻ്റെ മേലിൽ ഇങ്ങനെ കുത്തുന്ന
അല്ലേ, അതിന് പറയുന്ന പേരാണ് അപ്പലറ്റ്. ദാറ്റ്സ് അപ്പലറ്റ്. ഫ്രഞ്ച് പദം കേട്ടോ. അപ്പം ഇന്ന് അവാർഡിനെ പറ്റി പറഞ്ഞപ്പോൾ, റെക്കഗ്നിഷനെ പറ്റി പറഞ്ഞപ്പോൾ ഉള്ള ഒരു പദം കേട്ടോ ഇത്. ദാറ്റ് ഈസ് എ വേർഡ് ഫ്രം, അത് നമ്മുടെ ഭരതനാണ്, ഫ്രഞ്ച് പദമാണ്. ഓക്കെ, അടുത്ത് നോക്കിയേ, കട്ട് കോസ്റ്റ് കുറയ്ക്കുക അല്ലേ. അത് നമുക്കറിയാം, കോസ്റ്റ് കുറയ്ക്കുക നമുക്കല്ലേ. കട്ട് ദ കോർണേഴ്സ്, കഴിഞ്ഞ ദിവസം കട്ട് ദ കോർണേഴ്സ് പഠിച്ചല്ലേ. അതായത് ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് പൈസ ഏറ്റവും കുറച്ച് രീതിയിൽ നോക്കുന്നതിനാണ് കട്ട് ദ കോർണർ എന്ന് പറയാം. ഇവിടെ കട്ട് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ സെയിം സാധനം, സ്പെൻഡ് ലെസ് മണി, വളരെ ചുരുക്കി പൈസ ചിലവഴിക്കുന്നതിനാണ് നമുക്ക് പറയാം, എന്താ പറയുക, കട്ട് കോസ്റ്റ് എന്ന് പറയാം. അടുത്ത റീറ്റെയിൻ. എന്താ റീറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ റീറ്റെയിൻ ദ പേസ് ഒക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. റീറ്റെയിൻ ദ പേസ്, കീപ് പൊസഷൻ ഓഫ് സംതിങ്. അത് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക അല്ലേ. റീറ്റെയിൻ ചെയ്യുന്ന പറഞ്ഞാൽ മെയിൻറ്റെയിൻ ചെയ്യുക. കാര്യം ഇപ്പോൾ ഉള്ള നിലവിലുള്ള രീതിയിൽ തന്നെ അങ്ങ് പോട്ടെ, മെയിൻറ്റെയിൻ ചെയ്യുക എന്നാണ് അർത്ഥം. റീറ്റെയിൻ, കണ്ടിന്യൂ, മെയിൻറ്റെയിൻ എന്നൊക്കെ അർത്ഥമുണ്ട്, ഓർത്ത് വെച്ചോണം. അടുത്ത കോറം. എന്താ കോറം കേട്ടുണ്ടോ? കോറം എന്ന് പറഞ്ഞാൽ മിനിമൽ നമ്പർ പ്രസന്റ് ടു അലൗ ഒഫീഷ്യൽ ഡിസിഷൻസ്. നമ്മൾ സാധാരണ ഒരു മീറ്റിംഗ് ഒക്കെ വെക്കുമ്പോൾ റെപ്രസെൻറ്റേറ്റീവ്സ് എല്ലാവരും കൂടെ വന്നിട്ടൊരു കംപ്ലീറ്റ് മീറ്റിംഗ് വെക്കുക. പക്ഷേ കോറമാണെന്ന് പറഞ്ഞാൽ അത്ര വേണ്ട. ഈ മീറ്റിംഗ് വെക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു കോൺഫറൻസ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര പേര് വേണം മിനിമം, ആ ഒരു മിനിമം നമ്പർ ഇല്ലേ, അതിന് പറയുന്ന പേരാണ് കോറം. കോറം എന്ന് പറഞ്ഞാൽ ഒരു മിനിമം നമ്പർ റിക്വയർഡ് ടു എന്താണ് കണ്ടക്ട് എൻ ഒഫീഷ്യൽ മീറ്റിംഗ്, അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ഒഫീഷ്യൽ എന്താണ് മിനിമം നമ്പർ. ഒഫീഷ്യൽ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് നമുക്കുള്ള ഒരു മിനിമം നമ്പർ ഓഫ് ആൾക്കാരുണ്ടല്ലോ, മിനിമം നമ്പർ. ആ മിനിമം നമ്പറിന് പറയുന്ന പേരാണ് കോറം. മറക്കണ്ട കേട്ടോ, ഒഫീഷ്യൽ കാര്യമാണ്. അടുത്ത സബ്ജക്റ്റിവിറ്റി. എവിടെയെങ്കിലും കേട്ട് പരിചയമുണ്ടോ സബ്ജക്റ്റിവിറ്റി? സബ്ജക്റ്റീവ് നോഷൻ കേട്ടിട്ടുണ്ടായിരിക്കും. സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും, സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ പെർസ്പെക്റ്റീവ് അനുസരിച്ചിരിക്കും, പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ ബേസ് ചെയ്തിരിക്കും. ഇപ്പോൾ ഇറ്റ് ഇസ് സബ്ജക്റ്റ്. നമ്മളിപ്പോൾ ചോദിക്കുകയാണ് വാട്ട് ഈസ് ലവ് അല്ലെങ്കിൽ വാട്ട് ഈസ് ബ്യൂട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട് ബ്യൂട്ടി ഈസ് റിലേറ്റീവ് അല്ലെങ്കിൽ ലവ് ഇസ് റിലേറ്റീവ് അല്ലേ. ഓരോരുത്തർക്കും ഓരോ ഒപ്പീനിയനാണ്. അപ്പോൾ എൻ്റെ ഡെഫിനിഷൻ ഓഫ് ലവ് ആയിരിക്കില്ല നിങ്ങളുടെ ഡെഫിനിഷൻ ഓഫ് ലവ് അല്ലേ. അതുപോലെ ആയിരിക്കും എൻ്റെ ഡെഫിനിഷൻ ഓഫ് ബ്യൂട്ടി ആയിരിക്കില്ല നിങ്ങളുടെ ഡെഫിനിഷൻ ഓഫ് ബ്യൂട്ടി. ദാറ്റ് മീൻസ് എൻ്റെ പെർസ്പെക്റ്റീവിൽ ലവ് ഇന്നൊരു സാധനമാണ്, പേഴ്സണൽ ഫീലിംഗ് വെച്ചിട്ടാണ് ഞാനെന്ന് പറയാം. അല്ലാതെ ഒരു ലോജിക്കൽ ഫാക്ട് ഒന്നും, ലോജിക് ഇട്ടിട്ടോ ഫാക്ട് ഇട്ടിട്ട് ലവിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. സെയിം വേസ് ഇറ്റ് ഹാപ്പൻസ് വിത്ത് ബ്യൂട്ടി അല്ലേ. സൗന്ദര്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ അതൊരു ലോജിക്കലായിട്ട് നമുക്കൊരു സയൻറ്റിഫിക് ഫാക്ട് ഒക്കെ ഇട്ടിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഇസ് സബ്ജക്റ്റിവിറ്റി. ഇൻഫ്ലുവൻസ് ഓഫ് പേഴ്സണൽ ഫീലിംഗ്സ് റാദർ ദാൻ ഫാക്ട്സ്. നമ്മൾ പറയില്ലേ ലോജിക്കാലിറ്റി അല്ലേ, റീസൺ, അതിന് നേരെ ഓപ്പോസിറ്റാണ് ഈ പറഞ്ഞ സബ്ജക്റ്റിവിറ്റി. സബ്ജക്റ്റിവിറ്റിയുടെ നേരെ ഓപ്പോസിറ്റ് എന്താ ചോദിച്ചാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എഴുതാം ഒബ്ജക്റ്റിവിറ്റി. അതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാക്റ്റ് മാത്രമാണ് അല്ലേ, ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നേരിട്ട് കണ്ട് നമുക്ക് വിശ്വാസമായ കാര്യങ്ങൾ മാത്രം, ഫാക്റ്റുകൾ ലോജിക്ക് ഉപയോഗിച്ച് മാത്രം നമ്മളൊരു കാര്യത്തിന് തീരുമാനം എടുക്കുന്നെങ്കിൽ ദാറ്റ് ഇസ് ഒബ്ജക്റ്റിവിറ്റി. പക്ഷേ സബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, പേഴ്സണൽ ഫീലിങ്സ് ആണ് ഇത് ചെയ്യുന്നത്, തൂക്കുന്നു. പേഴ്സണൽ ബിലീഫ്സ്, പേഴ്സണൽ ഫീലിങ്സിനാണ് റാദർ ദാൻ ഫാക്റ്റിനേക്കാളും ഇൻഫ്ലുവൻസ് വരിക. അതിന് നമുക്ക് സബ്ജക്റ്റിവിറ്റി എന്ന് പറയാം. ഓർത്തോണേ. അപ്പോൾ ഈ പറയുന്ന സബ്ജക്റ്റിവിറ്റിയൊക്കെ ചോദിക്കാറുണ്ട്. സബ്ജക്റ്റീവ് എന്നുള്ളതിന് അതിൻ്റെ അഡ്ജക്റ്റീവ് ഫോർമുലേഷനാണ്. ഒന്ന് ഓർത്ത് വെച്ചാൽ ഇറ്റ്സ് ഗോണ ബി ഗുഡ്. ഓക്കെ, ലെറ്റ് മീ റീഡ് യുവർ സെൻറ്റൻസസ് ദെൻ പീപ്പിൾ. നമുക്ക് നോക്കാം നിങ്ങളുടെ ഗുഡ് മോർണിംഗ് പീപ്പിൾ. ഗുഡ് മോർണിംഗ്. ഓരോരുത്തരായിട്ട് ജോയിൻ ചെയ്തല്ലോ, ഉഷാറാണല്ലോ. 50 ആൾക്കാർ ലൈവിലുണ്ടല്ലോ. എന്നിട്ട് എന്താ പിള്ളേരെ വീഡിയോയ്ക്കൊരു ഉഷാറ് വരാത്തെ? പകുതി പേരിൻ്റെ പകുതി പോലും ലൈക്ക് ഇട്ടിട്ടില്ല. ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട് പീപ്പിൾ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഇട്ടിട്ട് അതുപോലെ തന്നെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേ അല്ലേ. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേ. Yes, let me read. നോക്കട്ടെ. Yeah. As income is getting low, it is necessary to cut down the expenses. That's great. Cut down എന്താണ് ഗ്യാപ്പ് ഇടണേ. അമല കഴിഞ്ഞ ദിവസം ഇല്ലായിരുന്നല്ലോ, എന്നാ പറ്റി? ഡു അവർ വിത്ത് പെസിമിസ്റ്റിക് പീപ്പിൾ. യെസ്, അബോളിഷ് ചെയ്യാൻ അവരെ. അബോളിഷ് ചെയ്യാനൊന്നും പറയണ്ട. ലെറ്റ്സ് ഡു. അത് പറയുമ്പോൾ അതിന് മീനിങ്ങിന് വ്യത്യാസമുണ്ട്. നമുക്ക് ഒരാളെ കട്ട് ചെയ്യാൻ പറ്റില്ല, എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ യു ക്യാൻ സേ ഡു അവർ വിത്ത് പെസിമിസ്റ്റിക് തോട്ട്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് ഗുഡ്. സെൻട്രൽ ഗവൺമെൻറ് ഓഫ് യൂണിവോക്കലി ഡിഡ് അല്ലല്ല ഷമാസെ സെൻട്രൽ ഗവൺമെൻറ് ഓഫോ ഇല്ല, ഓഫും കട്ട് ചെയ്യാം. സെൻട്രൽ ഗവൺമെൻറ് യൂണിവോക്കലി ഡിഡ് അവേ വിത്ത് പോപ്പുലർ ഫ്രണ്ട് ഈവൻ ഇഫ് RSS സ്റ്റിൽ എക്സിസ്. അവിടെ ഒരു പ്രശ്നം ഉണ്ടല്ലോടാ. ഇവൻ ഇഫ് എന്ന് പറയുമ്പോൾ അത് ഇതായി, ഇങ്ങനെ ഉണ്ടെങ്കിലും കണ്ടീഷണൽ ക്ലോസ് ആയി. അതിൻ്റെ കൂടെ ഒരിക്കലും നമുക്ക് ഡിഡ് വരത്തില്ലല്ലോ. ഡിഡ് വന്നിട്ടുണ്ടെങ്കിൽ സ്റ്റിൽ എക്സിസ്റ്റ് ആണോ? അല്ല. അവിടെ ആകുമ്പോൾ പാസ്റ്റ് ടെൻസ് കൊടുത്താലേ ആ ഡിഡ് അവിടെ വരാൻ പറ്റുള്ളൂ അല്ലേ. കുഡ് വരണം, ഡിഡ് ഇവിടെ വരണം. വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായോ? ഇഫ് അവിടെ വരാൻ പറ്റില്ല. അതൊന്ന് നീ ഒന്ന് ഓർത്ത് വെച്ചോളാം. ഷമാസ് അവിടുത്തെ സ്ട്രക്ചർ തെറ്റിപ്പോയി. ഇവൻ ഇഫ് എന്ന് പറയുമ്പോൾ കണ്ടീഷണൽ ക്ലോസ് ആയി. അപ്പോൾ അതനുസരിച്ച് കണ്ടീഷണൽ ക്ലോസ് ഏത് കണ്ടീഷനാണെന്നനുസരിച്ച് നീ എഴുതണം. ഡോണ്ട് ഡു അവേ വിത്ത് എഡിറ്റോറിയൽ സെഷൻ. ഐ വിൽ നെവർ അനുപമ. ഐ വിൽ നോ അല്ലേ, ചെയ്യില്ല കേട്ടോ, പേടിക്കണ്ട. ഐ വിൽ നെവർ ഡു ദാറ്റ്. യെസ്.
And an appellate in armed force shows one's rank. Yes. Appellate spelling കൂടി ശ്രദ്ധിക്കണേ. Appellate spelling APAULETTE ആണ്. നിമി, our family income is diminishing, we should cut down our expenses. പൈസ കുറയ്ക്കണം അല്ലേ, എന്താണ് പറയുക, മാസം പകുതി ആയപ്പോഴേക്കും പൈസയൊക്കെ തീർന്നു എന്ന് പറയുന്ന പോലെ. State government needs to cut down the tax of fuel. Fuel price അല്ലേ. Yes, Gandhiji do away with many unhealthy practices of British Empire. ഇർഫാന, ഡു അവേ, ഗാന്ധി എന്ന് പറയുന്നത് സിംഗുലർ അല്ലേ, ഗാന്ധിജി. അപ്പോൾ ഡസ് അവേ വിത്ത് കൊടുക്കുക, അല്ലെങ്കിൽ പാസ്റ്റൻസ് കൊടുക്കുക, ഡിഡ് അവേ വിത്ത് കൊടുക്കുക. ഗാന്ധിജി ഡിഡ് അവേ വിത്ത് മെനി അൺഹെൽത്തി, എന്തായാലും പാസ്റ്റൻസ്, ഗാന്ധി മരിച്ചു പോയല്ലോ, അപ്പോൾ എന്തായാലും നമ്മൾ ഡിഡ് അവേ തന്നെ കൊടുക്കണം. ദ ഫിനാൻഷ്യൽ അനലിസ്റ്റ് പ്രോംപ്റ്റഡ് ദ സൊല്യൂഷൻ ഫോർ ദ പ്രസന്റ് റിസെഷൻ ബൈ കട്ടിംഗ് ഡൗൺ ബേസിക് പേ ആൻഡ് അലവൻസസ്. ഗ്രേറ്റ്. വെൻ ഐ എൻറ്റർ ഇൻ ടു മൈ ഹൗസ്, ഇല്ല അമല, ഒരിക്കലും എൻ്റർ ഒരു ഫിസിക്കൽ കാര്യത്തെ പറ്റിയാണ് പറയുന്നതെങ്കിൽ ഓർക്കണേ, എൻ്റർ എന്ന വേർബ് ഇച്ചിരി എന്താ പറയുക, ഇമ്പോർട്ടൻ്റ് ആയ വേർബ്. രണ്ട് രീതിയിൽ ഉപയോഗിക്കാം. നിങ്ങളൊരു ഫിസിക്കൽ കാര്യത്തോട്ടാണ് പറയുന്നതെങ്കിൽ നമുക്ക് എൻ്റർ എന്നുള്ളതിനെ രണ്ട് രീതി പറയാം. എൻ്റർ എന്ന് പറയുന്നത് ഫിസിക്കലായ ഒരു കാര്യത്തെ പറ്റി പറയാം. ഒരു സെക്കൻഡേ. എൻ്റർ ഒരു ഫിസിക്കൽ സ്ഥലത്തോട്ടാണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ നമ്മളതിൻ്റെ കൂടെ നോ പ്രിപ്പോസിഷനാണ്. എൻ്റർ ദ ബിൽഡിംഗ് ആണ്, എൻ്റർ ദ റൂം ആണ്, എൻ്റർ ദ ഹൗസ് ആണ്, എൻ്റർ ദ തിങ്സ് ലൈക്ക് ദാറ്റ്. പക്ഷേ നമ്മളിപ്പോൾ കൊടുക്കുന്നത് നോൺ ഫിസിക്കലായ കാര്യം എന്ന് ചോദിച്ചോ, നോൺ ഫിസിക്കൽ, ലൈക്ക് ഫിസിക്കലായ ഒരു കാര്യമല്ല. എൻ്റർ ഇൻ ടു എ ഫൈറ്റ്, അവിടെ പറയുമ്പോൾ നമുക്ക് പ്രൊപ്പോസിഷൻ എടുക്കാം, അവിടെ ഇൻറ്റു കൊടുക്കണം, ഇൻറ്റു എന്ന് പ്രൊപ്പോസിഷൻ കൊടുക്കണം. ഒന്ന് ഓർത്ത് വെച്ചോണം എല്ലാവരും. എൻ്റർ എന്ന് പറയുന്ന വേർബ് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം നിങ്ങൾക്ക്. ഒന്ന്, എൻ്റർ ടു ഫിസിക്കൽ സ്പേസിലോട്ട് നിങ്ങൾ കയറുകയാണ്, ലൈക്ക് എൻ്റർ ദ ബിൽഡിംഗ്, എൻ്റർ ദ റൂം, എൻ്റർ ദി സ്റ്റേഷൻ, സംതിങ് ലൈക്ക് ദാറ്റ്. പക്ഷേ നിങ്ങൾ നോൺ ഫിസിക്കൽ ഏത് കാര്യത്തിൽ, ഒരു ഫൈറ്റിലോട്ട് ഇൻവോൾവ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഡിസ്കഷനിൽ ഇൻവോൾവ് ചെയ്യുക, നെഗോസിയേഷനിൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അഗ്രിമെൻറ്റ്, പാക്ട്, ട്രീറ്റി, സംതിങ് ലൈക്ക് ദാറ്റ്, അങ്ങനെ വരുമ്പോൾ എൻ്റർ ഇൻ ടു എന്ന് പറയാം. അപ്പോൾ ശ്രദ്ധിച്ചോണം, രണ്ട് രീതിയിൽ ഉപയോഗിക്കാം, പക്ഷേ ഫിസിക്കലാണോ നോൺ ഫിസിക്കലാണോ നോക്കുക. അമല, അപ്പോൾ വെൻ്റർ ഇൻ ടു മൈ ഹൗസ് അല്ല, വെൻ ഐ എൻറ്റേർഡ് മൈ ഹൗസ് അല്ല, വെൻ ഐ എൻറ്റർ മൈ ഹൗസ്, മൈ ഫാദർ സെസ് നൗ ദ ക്വാറം ഇസ് കംപ്ലീറ്റഡ്. അതെനിക്കിഷ്ടപ്പെട്ടു. അയ്യോ, ദ മീറ്റിംഗ് was dispersed as the quorum was not met. All right, that's great. Ostensibly, state government cuts cost of rebuking of routes in Kerala. All right. We should do away with the caste system. Yes, we should eliminate Kiran. Yes. Shakespeare had his own subjectivity. കേട്ടോ ഇർഫാന, ഹിസ് ഓൺ എന്ന് കൊടുക്കുമ്പോൾ തന്നെ അത് നൗണിന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്, പൊസഷനാണ് കൊടുക്കുന്നത്. അപ്പം നൗണ് കൊടുക്കുക സബ്ജക്ടിവിറ്റി, അവിടെ അഡ്ജക്റ്റീവ് കൊടുക്കരുതേ, സബ്ജക്ടിവിറ്റി ടു ഡിഫൈൻ ലവ്. As the cost of essential commodities increase, people cut costs. Great. We must do away with illiteracy. Yes, Parliament has postponed the session due to insufficient quorum. Quorum's spelling നോക്കണേ. ഇന്നലെ അമല ഉണ്ടായോ? എനിക്ക് പക്ഷെ അമലയെ ഇന്നലെ സ്റ്റേറ്റ് സെൻറ്റൻസ് ഒന്നും കിട്ടാത്ത പോലെ എനിക്ക് അമല ഇന്നലെ വന്നതായിട്ട് ഓർമ്മയേ വരുന്നില്ല. അതുകൊണ്ടാണ്. I wish SB want to cut down the cut off mark. Cut off mark കുറച്ചാൽ മതിയായിരുന്നു എന്നല്ലേ ആഗ്രഹം അല്ലേ? മീര കൊള്ളാം. There was this great protest when PSC decides to അല്ല, when PSC decided to cut down the tenure of list. സോനല്ലേ, നീ ഇത് പാസിനെ പറ്റിയല്ലേ പറഞ്ഞത്, അവിടെ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. എപ്പോഴാ? PSC ചെയ്ത് കഴിഞ്ഞപ്പോഴല്ലേ. അപ്പം നീ എന്ത് കൊടുക്കണം? when PSC decided to cut down കൊടുക്കണേ സോനൽ. ഇന്നലെ നിന്റെ സിനിമ കണ്ടുവന്നോ? ഞാൻ ഇന്നലെ നിന്റെ സിനിമ കണ്ടുവന്നോ? ആരുടെ സിനിമയാടാ റെജിനെ? അത് ആരുടെ സിനിമയാ? നിന്റെ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയോ? ദൈവമേ, ഞാൻ ഒട്ടും അപ്ഡേറ്റഡ് അല്ലല്ലോ. The quorum members has elaborated the requisite for doing away with inequalities in society. Yes, I need to cut down my belly fat to get a six-pack. Ashujite, the incumbent army head, has an appellate. That's great. Subjectivity isn't appreciated when it comes to recruitment. Of course, Yamas. Great sentence. Hrithik took 4 months to cut down his weight. That is great. 4 months allada, 4 months. 4 മാസങ്ങൾ എടുത്തു എന്ന് വേണ്ട അനൂപേ? വേണം കേട്ടോ. 4 months പ്ലൂറൽ കൊടുക്കുക 4ന്റെ കൂടെ. Yes, enter into agreement region. Yes, the Supreme Court ordered the government to temporarily do away with enforcement of sedition law. Yes, there has a quorum of each constitutional body. That's great. He refrained the decision-making power himself, even though he was thrown out from the job. Yes, usually President gives appellate to every Padma Award holders. Yes, in democratic country, many decisions are taken by quorum members, which skewed towards external big fishes. Yes. Bonjour, Parvati. Good morning. The media represents in this case shows subjectivity of the reporters. Great. As part of Gandhi Jayanti,
residents association decided to give students an epaulet as a token of appreciation. That's great. Enter ഒന്നുകൂടി പറയണോ? അമല പറയാം. എൻ്റർ എന്ന് പറയുന്ന വേർബ് ഫിസിക്കലായിട്ടൊരു സ്പേസിലോട്ട് എൻ്റർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അമലയും പോട്ടെ, അനുഭവം ഇപ്പോൾ ഒരു റൂമിലോട്ട് കയറുകയാണ്, ഒരു ബാങ്കിലോട്ട് കയറുകയാണ്, ഓഫീസിലോട്ട് കയറുകയാണെങ്കിൽ എൻ്റർ ഇൻ ടു എന്ന് പറയില്ല. എൻ്റർ ദ ബാങ്ക്, എൻ്റർ ദ റൂം, എൻ്റർ ദ ബിൽഡിംഗ്, എൻ്റർ ദ ഹൗസ്, എൻ്റർ ദ സ്പേസ്, ലൈക്ക് ദാറ്റ്. പക്ഷേ ഫിസിക്കൽ അല്ലാത്തൊരു കാര്യത്തിലോട്ട് ഇൻവോൾവ് ആവുകയാണ്. അപ്പോൾ എൻ്റർ ഇൻ ടു എൻ അഗ്രിമെൻറ്റ്, എൻ്റർ ഇൻ ടു എ കോൺഫ്ലിക്റ്റ്, എൻ്റർ ഇൻ ടു എ നെഗോസിയേഷൻ എന്നൊക്കെ പറയുമെന്ന് സാരം. മനസ്സിലായോ? യെസ്. ദ മാനേജർ ലിസ്റ്റ് ഔട്ട് the rules for employees in the hotel. That's great. The IPL outfits are decided to refrain their senior players. All right. Retain. Yeah. Kollam. Yes. Approval of confirmation is introduced to cut down the expenses. That's great. Yes. അപ്പം പിന്നെ ലൈവിൽ പിന്നെയും വന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഗുഡ് മോർണിംഗ് പീപ്പിൾ. ഞാൻ ഈ പറയുന്നതിന് തിരക്കിൽ വിട്ടുപോയത് മറന്നു പോരുത്. കട്ട് ഡൗൺ, ലിസ്റ്റ് ഔട്ട്, ഡു അവേ വിത്ത്, അപ്പലേറ്റ്, കട്ട് കോസ്റ്റ്, റിറ്റെയിൻ, കോറം, സബ്ജക്റ്റിവിറ്റി. ഇന്ന് കുറച്ചധികം വേർഡ്സ് ഉണ്ട് കേട്ടോ. ഞാനിന്ന് ഒരുപാട് ഓൾറെഡി ഇവിടെ നല്ല തണുപ്പ് വന്നു ഇന്ന് രാവിലെ. ഇന്നലെ രാത്രി മുതൽ നല്ല തണുപ്പായിരുന്നു. അപ്പോഴേ എനിക്ക് ഇന്നലെ പാക്കിങ്ങും പരിപാടിയൊക്കെ ആയിട്ടിരുന്നുകൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് താമസിച്ച് കിടന്നുറങ്ങി. അപ്പോൾ രാവിലെ എണീക്കാൻ മടിയോട് മടി, അസഹനീയമായ മടി. അപ്പോൾ അങ്ങനെ ഒരു ഇതായിരുന്നു. അപ്പോൾ വേർഡ്സ് അതുപോലെ ഉണ്ട്. അപ്പോൾ ഒരുപാട് സമയം എടുത്തു. അപ്പോൾ നിങ്ങൾ നോക്കിയോ, തീർന്നിട്ടില്ല. അടുത്ത സെറ്റ് പിടിച്ചോ. കോൾ ഫോർ, നമ്മുടെ ഓതറിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രേസൽ വേർബ്. കോൾ ഫോർ മീൻസ് ഡിമാൻഡ്. ഇടയ്ക്കിടയ്ക്ക് എക്സാമിന് വരാറുണ്ട്, നോട്ട് ചെയ്ത് പോകണം. കോൾ ഫോർ മീൻസ് ഡിമാൻഡ്. ഇറ്റ് കോൾസ് ഫോർ എ സെലിബ്രേഷൻ, ഇറ്റ് കോൾസ് ഫോർ എ നെഗോസിയേഷൻ എന്നൊക്കെ പറയില്ലേ, അതാണ് കോൾ ഫോർ, ഡിമാൻഡ്, റിക്വസ്റ്റ് എന്ന കാര്യം. അടുത്തത് സ്പെൽ ഔട്ട്. ഞാൻ പറഞ്ഞു ലെറ്റ് സ്പെൽ ഔട്ട് ദി മോട്ടീവ്, ലെറ്റ് സ്പെൽ ഔട്ട് ദി പ്രപ്പോസൽ എന്ന് പറഞ്ഞാൽ പ്രപ്പോസൽ എക്സ്പ്ലെയിൻ ചെയ്യുക, ഡീറ്റെയിൽ ആയിട്ട് ക്ലാരിറ്റിയോടെ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാനാണ് സ്പെൽ ഔട്ട് എന്ന് പറയാം കേട്ടോ. എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ, അതിനാണ് സ്പെൽ ഔട്ട് എന്ന് പറയാം. സ്പെൽ ഔട്ട് ദ പ്രോജക്റ്റ് എന്നൊക്കെ പറയില്ലേ, ആ സാധനം. അടുത്ത ടൈപ്പ്. ടൈപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരാളുമായിട്ട് ടൈപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരുമായിട്ട് ബൈൻഡ് ചെയ്യണം, അവരുമായിട്ട് ലിങ്ക് ഓഫ് ദി ലിങ്ക്, ജോയിൻ ചെയ്യാന്നൊരർത്ഥം. പിന്നെന്താ, വേർബ് ഒക്യുപ്പൈ ചെയ്യുക, എൻഗേജ് ചെയ്യുക എന്ന് പറയും. ഒരാളെ ടൈപ്പ് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞ ഒരു കാര്യമായിട്ടൊന്ന് ഒക്യുപ്പൈ ചെയ്യിപ്പിക്കുക, ഓർ ഒക്യുപ്പൈ ചെയ്യുക, ഓർ എൻഗേജ് ചെയ്യുക എന്നുള്ള അർത്ഥമുണ്ട് ടൈപ്പ്. ഐ എം ടയർഡ് അപ്പ്, ഒന്നും പറയണ്ടടാ, ഇന്നലെ നിന്നെ കണ്ടില്ലല്ലോ, അല്ലെങ്കിൽ 2 ദിവസമായാലോ, ഒന്നും വിളിക്കുന്നില്ല, മെസ്സേജില്ല, എവിടെ ആയിരുന്നു, ഒന്നും പറയണ്ട. ഐ വാസ് ടയർഡ് അപ്പ് വിത്ത് മൈ വർക്ക്. വർക്ക് കൊണ്ട് ഭയങ്കര ബിസി ആയിരുന്നു. ഐ വാസ് റിയലി ഒക്യുപ്പൈഡ്, ബിസി ആയിരുന്നു, ഒക്യുപ്പൈഡ് ആയിരുന്നു, എൻഗേജ്ഡ് ആയിരുന്നു എന്ന് പറയട്ടോ. ദാറ്റ് ഇസ് ടൈ അപ്പ്. ഓർത്ത് വെച്ചോളാം. ടൈ അപ്പിന് 2 മീനിങ് ഉണ്ട്, ഓർത്ത് വെച്ചോളാം. ബട്ട് ഏറെക്കുറെ ഒരു മീനിങ്ങാ. ഒന്ന് ലിറ്ററലി ടൈ അപ്പ് ചെയ്യുക, ജോയിൻ ചെയ്യുന്നൊരർത്ഥവും. മറ്റേത് ടൈഡ് അപ്പ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഐ വാസ് റിയലി ബിസി, അല്ലെ, എൻഗേജ്ഡ് ആയിരുന്നു എന്നുള്ള പറയില്ലേ, ആ അർത്ഥമാണ്. ഓർത്ത് വെച്ചോണം. അടുത്ത ക്യാച്ചപ്പ്. എന്താ ക്യാച്ചപ്പ് എന്ന് പറഞ്ഞാൽ? ക്യാച്ചപ്പ് ചെയ്യുന്ന പറഞ്ഞാൽ ഓടി നമ്മൾ മറ്റൊരാളുടെ ഒരു ലെവൽ വരെ എത്തുകയാണ്. റീച്ച് ഒരു ലെവലിൽ എത്തും, റീച്ച് സ്റ്റാൻഡേർഡ്, റീച്ച് ലെവൽ ടു ബൈ അതേഴ്സ്, അല്ലെ, അവരുടെ ഒരു ഇതിലോട്ട് ലെവലിലോട്ട് നമ്മൾ എത്തുന്നതിന് ക്യാച്ചപ്പ് ചെയ്യാം. യു ഹാവ് ടു ക്യാച്ച് അപ്പ് വിത്ത്. നീ അവൻ്റെ ഒപ്പം എത്തണം കേട്ടോ, കാരണം അവനിപ്പോൾ മുന്നിലാണ്, നീ മുന്നിൽ എത്തണം. അതൊക്കെ നമ്മളോട് ഇടയ്ക്കൊക്കെ വീട്ടുകാരെങ്കിലും ഉപദേശിക്കില്ലേ, അയ്യോ അടുത്ത വീട്ടിലെ മോനെ കണ്ടോ, അവൻ ഇത്തവണ +2 മാർക്ക് എത്രയായിരുന്നറിയോ, ഫുൾ A+, നീ ഇങ്ങനെ നടന്നു റിന്റു, പണ്ടെന്നോട് പറയുമായിരുന്നു, നീ ഇങ്ങനെ നടന്നോ, നിനക്ക് എന്താ അടി ഉഴപ്പി നടക്കണേ എന്നൊക്കെ പറഞ്ഞു. ഞാൻ എൻ്റെ മാർക്ക് ഞാൻ ഇങ്ങനെയാണ് ഹേ എന്ന് പറഞ്ഞാൽ വീട്ടുകാരുമായിട്ട് പറയുന്നത്. പണ്ട് മുതൽ ഞാൻ ഇങ്ങനെയാണ്, അത് വേറെ കാര്യം. അപ്പോൾ ക്യാച്ചപ്പ് വിത്ത് സമ്മൺ എന്ന് പറഞ്ഞാൽ റീച്ച് കേട്ടോ. വേറൊരു അടുത്തും കൂടെ ഉണ്ട് ക്യാച്ചപ്പ്. ടോക്ക് ടു സംബഡി ആഫ്റ്റർ സോ ലോങ്, ഒരുപാട് കാലമായി കണ്ടിട്ട്. ഐ ഗോട്ട് എ ചാൻസ് ടു ക്യാച്ച് അപ്പ് വിത്ത് മൈ ഫ്രണ്ട് യെസ്റ്റർഡേ. ഒന്നും പറയണ്ട, ഇന്നലെ നമ്മളോട് പഠിച്ച കൊച്ചില്ലേ, നമ്മളോട് 8ാം ക്ലാസ്സിൽ പഠിച്ചവനെ നിനക്ക് ഓർമ്മയില്ലേ, ഞാൻ അവനെ കണ്ടു. ക്യാച്ചപ്പ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് അവരുമായിട്ടൊന്ന് സംസാരിക്കുക, കുറേ നാൾ കൂടി അവരുമായിട്ടൊന്ന് കണക്ട് ചെയ്യുക, അതിനെയും ക്യാച്ചപ്പ് ചെയ്യുക എന്ന് പറയും. അപ്പോൾ 2 അർത്ഥം ഉണ്ട് ക്യാച്ചപ്പിന്, ഓർത്തോണം. അടുത്തത് പുഷ് ബാക്ക്. എന്താ പുഷ് ബാക്ക്? പുഷ് ബാക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ പോസ്റ്റ്പോൺ ചെയ്യുക. വേറൊരിടത്തുണ്ട് പുഷ് ബാക്ക് സംബഡി എന്ന് പറഞ്ഞാൽ ശരി ലിറ്ററലി ഒരാൾ തള്ളി മാറ്റുകയാണ്. ബിക്കോസ് യു ആർഗ്യൂ വിത്ത് ദാറ്റ് സംവൺ. അവരോട് റെഫ്യൂസ് ചെയ്യണം, അവരോട് ആർഗ്യൂ ചെയ്യണം. ഒരർത്ഥം അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഒരു ഫ്രേസൽ വേർബിന് 4 അർത്ഥമെങ്കിലും മിനിമം ഉണ്ടാവേ, അതെപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം. പുഷ് ബാക്കിന് പോസ്റ്റ്പോൺ അല്ലെങ്കിൽ ഡിലേ ചെയ്യുക എന്നൊരർത്ഥം കൂടെ ഉണ്ട്. ഡിലേ അല്ലെങ്കിൽ പോസ്റ്റ്പോൺ കേട്ടോ, മറക്കണ്ട, എല്ലാം ഓർത്തിരിക്കണം. പിന്നുള്ളത് ഷോ അപ്പ്. എന്താ ഷോ അപ്പ് ചെയ്യുക? ഷോ അപ്പ് ചെയ്യുന്ന ക്ലിയർലി വിസിബിൾ. യു ഷോഡ് അവനങ്ങനെ വന്നു എന്ന് പറയില്ലേ, വിസിബിളായി എന്ന് വന്നു, അവൻ അപ്രോച്ച് ചെയ്തു എന്ന് പറയില്ലേ, ആ അർത്ഥത്തിലാണ്. ഷോപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ കാണിക്കുക, ക്ലിയർലി വിസിബിൾ ആവുക കേട്ടോ. അതാണ് ഷോപ്പ് ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ കാര്യം നമുക്ക് കാണാൻ പറ്റും, ഇത് ക്ലിയർലി വിസിബിൾ ആവാൻ പറ്റും എന്ന് പറയാം കേട്ടോ. എൻ്റെ പൊന്ന്, ഇതാരും അർജുനോ, ആഫ്റ്റർ എ ലോങ് ടൈം അർജുൻ. സത്യം, അർജുൻ ഇപ്പോൾ പറഞ്ഞ സെൻസ് കറക്റ്റാ, അത് ലിറ്ററലി കറക്റ്റാണ് കേട്ടോ. ഐ ഹാവ് ടു ക്യാച്ച് അപ്പ് വിത്ത് റിന്റു മിസ്. ശരിക്കും എത്ര കാലമായിടാ, എവിടെയായിരുന്നു, പോയ വഴിക്ക് എന്താ പറയാ, വേണ്ട, പുല്ല് പോലും കിളിക്കൂല, നീ പോയ വഴിയാ, പിന്നെ ഞാൻ നിന്നെ കണ്ടിട്ട് കുറേ ആയിപ്പം. ദാറ്റ്സ് ഇറ്റ് പീപ്പിൾ, ദാറ്റ്സ് ഇറ്റ്. നോക്കട്ടെ,
Yes. Article 100 shows quorum of this parliament. That's great. Government cut cost money to build infrastructure facilities. That's great. Abhishek. ഇത് പഴയ അഭിഷേകാണോ അതോ നമ്മുടെ പണ്ടൊരു അഭിഷേകം ഉണ്ടായിരുന്നു ആ അഭിഷേകാണോ എന്ന് എനിക്കൊരു ഡൗട്ട് പക്ഷെ എനിക്ക് ഓർമ്മ വരുന്നില്ല മുഖം കാണാൻ പറ്റില്ലാത്തതുകൊണ്ട് എനിവേസ് ലെറ്റ്സ് മൂവ് അടുത്തത് ആർമി മാൻ ഓക്കെ army men and army men okay enter the Rashtrapati Bhavan with all the appellate to visit the president. That's great. Subjectivity among teachers led them to cherry pick the students. സത്യം അല്ലേ ഇവര് അല്ലേ ഫേവറിറ്റിസം ഒരു ദിവസം ലീവ് എടുത്ത് എഡിറ്റോറിയൽ വരാൻ പറ ആരോട് ഓ ഹരിയോട് അല്ലേ ശരിയാ ഹരി ജോലിക്ക് പോയി സത്യം ഹരി ഇപ്പോൾ കുറേ നാളായല്ലോ ഷൈനി ഹരിയോട് പ്രത്യേകം പറയണം ഞാൻ പ്രത്യേകം അന്വേഷിച്ചു എന്ന് പറഞ്ഞു ഇപ്പോൾ കുറേ നാളെ അവൻ്റെ ഒന്നും ഒരു മെസ്സേജ് പോലും നമ്മൾ ലൈവിൽ കാണുന്നില്ല അവനോട് പറയണം കേട്ടോ ഞങ്ങൾ എല്ലാവരും മിസ് ചെയ്യുന്നുണ്ടെന്ന് അവനോട് പറയണം സത്യം ഒരുപാട് നാളായി അവനെ കണ്ടിട്ട് അപ്പോൾ പറയണം ജോലിക്ക് ഒരു ദിവസം വരാൻ കയറാൻ പറ കേട്ടോ ഷൈനി പ്രത്യേകം പറയണേ ടീച്ചർ ആസ് ദ സ്റ്റുഡൻസ് ടു സ്പെൽ ഔട്ട് ദെയർ സെമിനാർ എന്ത് സെമിനാറാടാ ദെയർ സെമിനാർ ഇർഫാന ദെയർ ഞാൻ ഇന്നലെയും പറഞ്ഞിരുന്നു ഇതേ സാധനം ഓർമ്മയുണ്ടോ ദെയർ ഈ ദെയർ അല്ലേ ഈ ദെയറാണ് ഇർഫാൻ ഉപയോഗിക്കേണ്ടത് കാരണം പോസസീവ് ആയിട്ടുള്ള അവരുടെ സെമിനാർ എന്ന് ഇനി മറ്റേ ദെയർ ആണെങ്കിലോ ആ മറ്റേ ദെയറിന്റെ മീനിങ് എന്താ ഈ ദെയറിന്റെ മീനിങ് എന്താ പൊസഷൻ അല്ല അഡ്വേർബ് ഓഫ് പ്ലേസ് ആണ് അവിടെ അഡ്വേർബ് ഓഫ് പ്ലേസ് അവിടെ നല്ലല്ലോ ഇവിടെ ഇർഫാൻ ഉപയോഗിച്ചേക്കണേ സോ ഈ ദെയർ പറ്റത്തില്ല കേട്ടോ രണ്ട് മീനിങ് ആണ് ഓർത്ത് വെച്ചോണം യെസ് Take a decision is not should be subjective but Ashwati അവിടെ ഒരു അഴിച്ചുപണിയുടെ ആവശ്യമുണ്ട് ടേക്കിംഗ് എ ഡിസിഷൻ ഷുഡ് നോട്ട് ബി സബ്ജക്റ്റീവ് ബട്ട് ഒബ്ജക്റ്റീവ് എന്ന് കൊടുക്കാം ടേക്കിംഗ് എ ഡിസിഷൻ ഷുഡ് നോട്ട് ബി സബ്ജക്റ്റീവ് ബട്ട് ഒബ്ജക്റ്റീവ് ഫാക്ട് ലോജിക്കലായിട്ട് തീരുമാനം എടുക്കല്ലേ ആലോചിച്ച് പ്രാക്ടിക്കലായിട്ടൊരു തീരുമാനം എടുക്കാൻ അല്ലേ ഇങ്ങനെ കൊടുക്കണം ടേക്കിംഗ് എ ഡിസിഷൻ ജെറണ്ടായിട്ട് അവിടെ കൊടുക്കണം ടേക്കിംഗ് എ ഡിസിഷൻ ഷുഡ് നോട്ട് ബി ഈസ് നോട്ടും ഷുഡ് ബി രണ്ടും ഒരേ മീനിങ് അല്ലേ ആ ഒരു സെന്റൻസിൽ ഒരു ഓക്സിലറി വേർബ് മതി രണ്ട് ഓക്സിലറി വേർബ് ഇട്ടില്ല കേട്ടോ ഒന്ന് ശ്രദ്ധിച്ചോണോ അശ്വതി യെസ് റജിൻ എന്താ കവി ഉദ്ദേശിച്ചതോ അങ്ങനെ ഐ ക്യാച്ച് അപ്പ് വിത്ത് മൈ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ഓൺ ദ വേ ടു മൈ ഹൗസ് അത് തന്നെ ദാറ്റ്സ് ഗ്രേറ്റ് ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ ക്യാച്ച് അപ്പ് യുവർ ഗോൾ അവിടെ വരെ എത്തുന്നല്ലേ യു വിൽ ക്യാച്ച് അപ്പ് വിത്ത് യുവർ ഗോൾ കേട്ടോ അനുപമ യു വിൽ ക്യാച്ച് അപ്പ് വിത്ത് യുവർ ഗോൾ കൊടുക്കണേ അതിനോട് ലീവ് എടുത്ത് എഡിറ്റോറിയൽ വരാൻ പറയാനാണ് ഉദ്ദേശിച്ചത് റിൻറ്റു മാം സ്പെൽസ് ഔട്ട് ദ വൊക്കാബ്സ് ആൻഡ് ഗ്രാമർ ഇൻ ഹർ ക്ലാസ് വൊക്കാബ്സ് ഇല്ല കേട്ടോ നിമി വൊക്കാബേ ഉള്ളൂ കാര്യം എന്താ വെച്ചാൽ ഞാനൊരു തവണ പറഞ്ഞിട്ടുണ്ട് വൊക്കാബുലറി എന്ന് പറയുന്നതാണ് നമ്മുടെ നോർമൽ വേർഡ് ആ വേർഡിന്റെ ഷോർട്ട് ഫോം ആണ് ഞാൻ വൊക്കാബ് എന്ന് പറയാം ലെറ്റ്സ് ലേൺ സം വൊക്കാബ് പീപ്പിൾ എന്ന് ഈ സാധനം ഈസ് അൺകൗണ്ടബിൾ ആണ് ശ്രദ്ധിച്ചോണേ ഇറ്റ് ഈസ് അൺകൗണ്ടബിൾ അപ്പോൾ നിങ്ങൾ ഒരിക്കലും വൊക്കാബ്സ് എന്ന് പറയരുത് നമ്മൾ ചുമ്മാ എന്താ പറയുക സ്പോക്കൺ ഇംഗ്ലീഷിൽ അങ്ങനെയൊക്കെ പറയും ബട്ട് ഇറ്റ് ഈസ് അൺകൗണ്ടബിൾ അപ്പോൾ വൊക്കാബുലറീസ്ന്നോ അല്ലെങ്കിൽ വൊക്കാബ്സ്ന്നോ പറയരുത് ഇറ്റ് ഈസ് അൺകൗണ്ടബിൾ ഇറ്റ് ഈസ് വൊക്കാബ് നോട്ട് വൊക്കാബ്സ് കേട്ടോ അതൊന്ന് ശ്രദ്ധിച്ചോണേ നിമി റിൻറ്റു മാം വാസ് ടൈഡ് അപ്പ് വിത്ത് പാക്കിംഗ് ടിൽ 11th hour of journey അവസാനം മിനിറ്റ് ആയപ്പോഴേക്കും ഞാൻ എന്താ പാക്ക് ചെയ്യണം എങ്ങനെ പാക്ക് ചെയ്യണം ആകെപ്പാടെ ഒരു കൺഫ്യൂഷൻ എനിക്ക് ഓൾറെഡി വർക്ക് എടുക്കുന്നുണ്ട് വർക്കിൽ കംപ്ലീറ്റ് ഇൻവോൾവ്ഡും ആണ് അതിൻ്റെ അവളുടെ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അവൾ പോകുമെന്നുള്ളൊരു റിയലൈസേഷനോട് ഇപ്പോഴും വന്നിട്ടില്ല അടുത്ത ദിവസം പോവാണ് നെക്സ്റ്റ് ഡേ അടുത്ത ദിവസം പോവാണ് മറ്റന്നാൾ അവൾ പോവാണ് മറ്റന്നാൾ വെളുപ്പിന് അവൾ പോകും അതായത് നമ്മൾ അവളെ കൊണ്ടുവിടാൻ വേണ്ടി പോവാണ് ബട്ട് വീഡിയോ അപ്പോഴും എനിക്ക് എന്താ പറയുക എൻ്റെ ആ റിയലൈസേഷനിലോട്ട് ഞാൻ വരുന്നില്ല അവൾ അപ്പോൾ മറ്റന്നാൾ സാറ്റർഡേ ഞാൻ എഡിറ്റോറിയൽ എടുക്കില്ല കേട്ടോ അതൊന്നും ആദ്യമേ പറയാം എത്തുവാറായി പക്ഷെ എനിക്ക് അതിലോട്ട് ചിന്തിക്കാനുള്ള ആ റിയലൈസേഷനിൽ ഇപ്പോഴും വന്നിട്ടില്ല ഞാൻ അതിലോട്ട് ഇനി എത്തണം അവൾ പോകുക അല്ലേ എന്നുള്ളത് എത്തിയിട്ടില്ല ബിക്കോസ് ഇപ്പോഴും പറയുമ്പോഴും ലിറ്ററലി ഞാൻ എത്തിയിട്ടില്ല ബിക്കോസ് ഐ എം റിയലി ടൈഡ് അപ്പ് വിത്ത് മൈ വർക്ക് ഇത് വർക്ക് തീർക്കണമല്ലോ എൻ്റെ ഇടയ്ക്ക് ആ പരിപാടി ഈ പരിപാടിയൊക്കെ ആയിട്ട് മൊത്തം എൻജിൻ ഔട്ട് കംപ്ലീറ്റ്ലി പൊന്നീച്ച പറക്കുന്നുണ്ട് തലേ കൂടെ ഒക്കെ കിളികളും ഒക്കെ പറക്കുന്നുണ്ട് ഐ വിൽ ക്യാച്ച് അപ്പ് യു അല്ല ഐ വിൽ ക്യാച്ച് അപ്പ് വിത്ത് യു അറ്റ് ദ അലുമിനി മീറ്റിംഗ് നമ്മളെപ്പോലെ ഐ വിൽ ക്യാച്ച് അപ്പ് വിത്ത് യു കേൾക്കണം കേട്ടോ അത് കൊടുക്കണേ ദ ഹൈക്കോർട്ട് ക്യാൻസൽഡ് കോൾഡ് ഫോർ പ്രിപ്പോസിഷൻ 4 വന്നേക്കല്ലേ നന്ദീഷ് അപ്പം എങ്ങനെ കൊടുക്കണമല്ലോ ദ ഹൈക്കോർട്ട് കോൾഡ് ഫോർ റിക്കവറിംഗ് ലോസസ് അക്കോർഡ് ഡ്യൂറിംഗ് ഡാമേജസ് ഡ്യൂറിംഗ് ദ ഹർത്താൽ ഫ്രം PFI ടു റിക്കവർ അവിടെ കൊടുക്കരുത് കാരണം 4 എന്ന പ്രിപ്പോസിഷൻ വന്നിട്ടുണ്ട് ഒബ്ജക്റ്റ് കൊടുക്കണം ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ജെറണ്ട് ING ഫോം കൊടുക്കുക കേട്ടോ നന്ദീഷ ദ ഹൈക്കോർട്ട് കോൾ ഫോർ റിക്കവറിംഗ് ലോസസ് ഒക്കെ കേട്ടോ അർജുൻ ഇവിടെ തന്നെ ഉണ്ടോ അത് മതി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എത്തി നോക്കാം കേട്ടോ നിനക്ക് ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ നിനക്കൊന്ന് വരാം കേട്ടോ കോൾ ഫോർ ബാങ്ക് ജോബ് ഈസ് ഇൻക്രീസിങ് ഡേ ബൈ ഡേ കോൾ ഫോർ ആണോ അവിടെ ഡിമാൻഡ് അല്ലേ ഉദ്ദേശിക്കുന്നത് അവിടെ ഫ്രേസൽ വെർബായിട്ട് കൊടുക്കില്ല അവിടെ ഫ്രേസൽ വെർബായിട്ട് കൊടുക്കല്ലേ മീര അവിടെ ഇങ്ങനെ തന്നെ കൊടുത്താൽ മതി ഡിമാൻഡ് ഫോർ തന്നെ കൊടുക്കുക കേട്ടോ യെസ് ഐ നീഡ് ടു ക്യാച്ച് അപ്പ് വിത്ത് റിൻറ്റു മാംസ് ലെവൽ ഓഫ് നോളജ് ബട്ട് ഇറ്റ് വിൽ ടേക്ക് ഇയേഴ്സ് ഫോർ മീ അത് ചുമ്മാ ചോദിക്കുന്നു അശ്വജിത്തെ വെറുതെ തോന്നുക ഐ എം എ ബിഗിനർ ഉള്ളി ഞാൻ ഈ പറയുന്ന
ചെറിയ ചെറുതായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഐ എം ജസ്റ്റ് എ ലേണർ ലൈക്ക് യു. നിങ്ങളെപ്പോലെ ഒരു ലേണറാണ്. ചിലപ്പോൾ ഒരു ദിവസം മുമ്പ് അല്ലെങ്കിൽ ഒരു 2 മാസം മുമ്പ് ഞാൻ സ്റ്റാർട്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളെല്ലാം ഒരേ ലെവലിലെ സഞ്ചാരികളാണ്. കുറച്ച് അപ്ഡേറ്റ് ആയിട്ട് ഞാൻ ഇരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഐ എം ഓൾസോ എ ലേണർ. അങ്ങനെ കൂട്ടാൽ മതി. ഐ എം നോട്ട് എ ടീച്ചർ ഫോർ യു, ഐ എം ജസ്റ്റ് എ മെൻറ്റർ. കേട്ടോ, അത്ര കൂട്ടിയാൽ മതി അച്ഛത്തെ. അങ്ങനെ നീ നിന്നെ കൊച്ചാക്കി കാണണ്ട. ഷി പുഷ് ബാക്ക് ഓൾ ഹെർ പ്രോഗ്രാംസ് ഡ്യൂ ടു ഫീവർ. ദാറ്റ്സ് ഗ്രേറ്റ്. അതെ, ഷൈനി നിർബന്ധമായിട്ട് പറയണത് കൊള്ളാം. ഷീ പുഷ് ബാക്ക് ദി ഷോപ്പിംഗ് ആസ് ഹർ ഹസ്ബൻഡ് ഹാസ് ടു കട്ട് ഡൗൺ ഹിസ് എക്സ്പെൻസ് ആസ് ഇറ്റ് ഇസ് മന്ത് എൻഡിങ്. യെസ് ഇർഫാന, ഷീ പുഷ് ബാക്ക് അല്ല. ഇപ്പം ഞാൻ പറഞ്ഞോളെ കോൺകോഡ് ഒന്ന് ശ്രദ്ധിക്കണേ. ഷീ എന്ന് പറയുന്ന സിംഗുലർ സബ്ജക്റ്റ്. ഇപ്പം വേർബ് സിംഗുലർ കൊടുക്കേ, ഷീ പുഷസ് ബാക്ക് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ പുഷ്ഡ് ബാക്ക് പേഴ്സൺസ് കൊടുക്കാം. അവിടെയും ബാക്ക് നോക്കിയേ. പുഷ് ബാക്ക് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, വൺ വേർഡ് ആയ അത് നൗൺ ആയി. ഇതെടുക്കുക, ബ്രേക്ക് ഇടണം. ഫ്രേസൽ വേർബുകൾക്ക് എപ്പോഴും ഗ്യാപ്സ് വേണം കേട്ടോ. പുഷ് ബാക്ക്, മനസ്സിലായോ? ഹൈഫനേറ്റഡ് ആയാലും സിംഗിൾ വാക്കായാലും അത് നൗൺ ആയി മാറും എന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. Only if you spell out what had transpired between you and your partner, I can do something to tie you both together again. That's great. Rintu Miss held a session yesterday to spell out how to fill the form while applying for FCA recruitment. That is great, Nandisha. മാമിന് 2 അനിയത്തിമാരില്ലേ? മറ്റേ അനിയത്തി എന്ത് ചെയ്യുന്നു? മറ്റേ അനിയത്തി ജർമ്മൻ പഠിക്കുക. ജർമ്മനിയിലോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അവൾ. പുറത്ത് പോയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് +2 കഴിഞ്ഞിട്ടിരിക്കുകയാണ്. 2 അനിയത്തിമാരുണ്ട്, ഒരു ചേട്ടനും ഉണ്ട്. ഞങ്ങൾ 4 മക്കളാണ്. യൂറോപ്പിൽ പോകാനുണ്ട് എനിക്കും. അത് തന്നെ റജിന, എന്തൊക്കെ പ്ലാൻ അല്ല നമുക്ക്. അവളെന്നോട് പറയാം വൃത്തികെട്ടുള്ള. അവളെന്നോട് കഴിഞ്ഞ ദിവസം ഇന്നലെ പാക്ക് ചെയ്തപ്പോൾ പറയാം, ഒരു കാര്യം ചെയ്ത് ഡിസംബറിൽ നീ ചാച്ചനെ കൂട്ടിയിട്ട് അങ്ങോട്ട് പോര്. എന്ത്? ഡിസംബറിൽ ക്രിസ്മസ് നമുക്ക് അവിടെ കൂടാന്ന്. അവളുടെ വിചാരം ഉണ്ടല്ലോ, അവളിവിടെ വീഗാലാൻഡിൽ ടൂർ പോകാന്ന. കുറച്ച് കളയുമ്പോഴേക്കും ഞാൻ കൂടെ അങ്ങോട്ട് വരുമെന്ന. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. മുതലെടുക്കുകയാണ് അവൾ എന്നെ. എന്താ ചെയ്യുക? വാട്ട് ഇസ് ദ റീസൺ ഫോർ ദിസ് പുഷ് ബാക്ക്? സ്പെൽ ഔട്ട് ദ ആക്ച്വൽ റീസൺ. അവൾ പറഞ്ഞു ചുമ്മാ ഒന്നുമല്ലല്ലോ, പൈസ ഉണ്ടാക്കുന്നില്ലേ, പിന്നെന്താന്ന് അവൾ പറയാൻ എന്നോട്. അങ്ങനെ പറയാൻ കൊള്ളൂ അവള്. വാട്ട് ഇസ് ദ റീസൺ ഫോർ ദിസ് പുഷ് ബാക്ക്? ആ പുഷ് ബാക്ക് ഒറ്റ വാക്കായിട്ട് കൊടുക്കണം കേട്ടോ ആര്യ. ഐ ഡോണ്ട് വോണ്ട് ടു പുഷ് ബാക്ക് വിത്ത് യു. ലെറ്റ് മീ സ്പെൽ ഔട്ട് മൈ എന്ത്? ലെറ്റ് മീ സ്പെൽ ഔട്ട് മൈ വാട്ട്? എന്ത് കൊടുക്കണം? അത് കൊടുത്ത അശ്വതി. ഐ കോൾ ഫോർ മാനേജർ ടു സ്പെൽ ഔട്ട് ന്യൂ ഹൗസിംഗ് ലോൺ പോളിസി. യെസ്, ക്യാച്ചപ്പിനൂടെ എപ്പോഴും വിത്ത് ആണോ പ്രപ്പോസ്? ആണ്. ക്യാച്ചപ്പ് വിത്ത് ആണ്. പ്രപ്പോസൽ ഫിക്സഡ് പ്രപ്പോസൽ, അത് ഓർത്തോണേ. അതെല്ലാവരും ഒന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ. ക്യാച്ചപ്പ് വിത്ത് സംബഡി, ക്യാച്ചപ്പ് വിത്ത് സംതിങ് എന്ന് കൊടുക്കുക. പ്രപ്പോസിഷൻ ഉണ്ട്. യെസ് അശ്വത്, എനിക്കറിയാം. എനിക്ക് എഡിറ്റോറിയൽ മിസ് ചെയ്യുന്ന ഏറ്റവും ഭയങ്കര എന്താ പറയുക സങ്കടം പെടുന്നൊരു കാര്യമാണ്. പക്ഷേ എന്നാൽ പോലും ആവശ്യങ്ങളല്ലേ. ഇവള് പിന്നെ പോവല്ലേ, ലാസ്റ്റ് ഡേ അല്ലേ. പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവളൊന്ന് കൊണ്ടുവിട്ടേക്കാം. ഷോയിങ് അപ്പ് ഓഫ് ഹെർ aversion, showing up of her aversion വേണ്ട, ഷോയിങ് അപ്പ് ഹെർ അവേഷൻ എന്ന് പറഞ്ഞാൽ മതി. അവേഷൻ കേട്ടോ. ഷോയിങ് അപ്പ് ഹെർ അവേഷൻ ലെഡ് ദം ടു പുഷ് ബാക്ക് ദ എൻറ്റാങ്കിൾ മീറ്റിംഗ്സ്. ഷീ റീഡ്സ് ദ ന്യൂസ് പേപ്പർ ഓൺ എവറി മോർണിംഗ്സ്. ഓൺ എവറി അല്ല നിമിഷ, ഇൻ മോർണിംഗ് രാവിലെ ഇന്ന് പ്രൊപ്പോസിഷൻ കൊടുക്കണ ഇന്നാണ്. ഇൻ എവറി മോർണിംഗ്സ്, ഓണ ദിവസങ്ങൾക്കൊക്കെയാണ്. അതുപോലെ തന്നെ ഇൻ മോർണിംഗ്, ഇൻ ദ മോർണിംഗ്സ്, ഇൻ ദ ഈവനിങ്സ് ഒക്കെ കൊടുക്കണം. അപ്പോൾ ഇൻ എവറി മോർണിംഗ് ആണ്. മോർണിംഗ്സ് കൊടുക്കില്ല, എവറിയുടെ കൂടെ. ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു, ഒന്നുകൂടെ എഴുതാം. എവറിയുടെ കൂടെ, അതുപോലെ ഐദറിന്റെ കൂടെ എവറി, ഐദർ, ഈച്ച്, നൈദർ, ഇത്രയുടെ കൂടെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന സിംഗുലർ നൗൺ ആയിരിക്കും, സിംഗുലർ വേർബും ആയിരിക്കും കേട്ടോ. സിംഗുലർ നൗണെ ഓർത്തോണം. അതുപോലെ തന്നെ സിംഗുലർ നൗണും ആയിരിക്കും, സിംഗുലർ വേർബും ആയിരിക്കും, ഓർത്തോണം. യെസ്. The train is pushed back by 30 minutes because of the workers are വിനു നമ്മളിത് ഡിസ്കസ് ചെയ്തതാണ്. ബിക്കോസ് ഓഫ് പ്രിപ്പോസിഷണൽ ഫ്രേസ് ആണ്. ബിക്കോസ് ദ വർക്കേഴ്സ് ആർ സ്വാംഡ്, അത് കറക്റ്റാ. ബിക്കോസ് ഓഫ് എന്ന് പറഞ്ഞാൽ പ്രിപ്പോസിഷണൽ ഫ്രേസാ. അത് കഴിഞ്ഞ് ഒബ്ജക്റ്റ് വരത്തുള്ളൂ, ക്ലോസ് വരത്തില്ല. ബിക്കോസ് എന്ന് പറയുന്ന കൺജങ്ഷനാ, അതിന്റെ കൂടെ ക്ലോസ് വരാം. ബിക്കോസ് ഓഫ് കട്ട് ചെയ്യുക. ദ വർക്കേഴ്സ് ആർ സ്വാംഡ് വിത്ത് ഫിക്സിംഗ് പ്രോബ്ലംസ് റിഗാർഡിംഗ് ദ എഞ്ചിൻ റൂം, സോ ദ പാസഞ്ചേഴ്സ് റിക്വസ്റ്റഡ് ടു ബി ഔട്ട് ഓഫ് ഹാംസ് അല്ല, ഔട്ട് ഓഫ് ഹാം. ഹാംസ് ഇല്ലേ, പ്ലൂറൽ ഇല്ലേ, ബിക്കോസ് ഇറ്റ് ഇസ് അൺകൗണ്ടബിൾ നൗൺ. ഹാം, ഡാമേജ് ഫോർ സം ടൈം. യെസ്. Government pushes back the salary of their employees due to lack of fund in exchequer. Yeah. I have an umpteen friends who catching up after my marriage. ആണല്ലേ, വേണം ക്യാച്ചപ്പ് ചെയ്യണം കേട്ടോ. ആ ഫ്രണ്ട്സിൻ്റെ റിലേഷൻഷിപ്പ് ഞാൻ ഇന്ന് പറഞ്ഞല്ലോ, ഒരിക്കൽ റിലേഷൻഷിപ്പ് കട്ട് ചെയ്ത് എൻ്റെ ഒരു ഫ്രണ്ട് കല്യാണം കഴിക്കാൻ പോകാം. അവൾ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു, എടി നീ ഇങ്ങനെ വരുമോ? ഞാൻ പിന്നെ ലീവ് എടുത്ത് ഞാൻ വരും, നവംബറിലാണ് കല്യാണം. അപ്പോൾ അവൾ വരണ്ടേന്ന് ചോദിച്ചു. ഞാൻ പിന്നെ വരെ ഇടിക്കുകയാണ്. അപ്പോൾ ഞാൻ പിന്നെ യാത്ര ചെയ്യാൻ കിട്ടുന്ന ഓരോ അവസരവും ഞാൻ പാഴാക്കാറില്ല. അപ്പോൾ ഞാൻ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറയുകയാണ്, എനിക്ക് ഒരു ടെൻഷൻ ഉണ്ട് വെച്ചാൽ ഇനി നമ്മുടെ ഫ്രണ്ട്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെ കീപ്പ് ചെയ്യുന്നുള്ള കാര്യത്തിൽ ഭയങ്കര ടെൻഷനാണ്. ഞാൻ പറഞ്ഞു പിന്നെ നമ്മുടെ കയ്യിൽ ഫോണൊക്കെ ഇല്ലേടി, പിന്നെ ഞാനൊക്കെ ഇവിടെ ഇല്ലെന്ന് ഞാൻ ചോദിച്ചു.
അതാണ്. അപ്പം മാരേജ് ചെയ്യുമ്പോൾ റിലേഷൻഷിപ്പ് കോട്ടം വരരുത്, ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ക്യാച്ചപ്പ് ചെയ്യണം കേട്ടോ. ഐ എം കറന്റ് ബിസി, ഐ വിൽ ക്യാച്ചപ്പ് വിത്ത് യു ലേറ്റർ. പിന്നെ മതി ലേറ്റർ ഗൈസ്, ലേറ്റർ അല്ലേ. ഷോപ്പ് വെച്ചൊരു സെന്റൻസ് പറയാവോ? പറയാലോ, ഷോപ്പ് പറയണം. ഹിസ് ലേസിനെസ് ഷോഡ് അപ്പ് ഇൻ ഹിസ് എക്സാം. അവൻ്റെ എക്സാമിൽ കൃത്യമായിട്ട് ഇൻ ഹിസ് പെർഫോമൻസിൽ കാണാമായിരുന്നു, എവിഡൻ്റ് ആയിരുന്നു, കാണാമുണ്ടായിരുന്നു. ഹിസ് ലേസിനെസ് ഷോഡ് അപ്പ് ഇൻ ഹിസ് എക്സാം. എക്സാമിൽ കാണാമായിരുന്നു, അല്ലെങ്കിൽ റിസൾട്ടിൽ കാണാമായിരുന്നു അവൻ്റെ ലേസിനെസ്, അവൻ്റെ മടി ആ എക്സാമിൻ്റെ സമയത്ത് കാണാമായിരുന്നു, എക്സാമിൽ കാണാമായിരുന്നു, എവിഡൻ്റ് ആയിരുന്നു എന്ന് കേട്ടോ. യെസ് മീര, സാറ്റർഡേ എഡിറ്റോറിയൽ ഇല്ല, വൈറ്റമിൻ സി ഇല്ല, വൈറ്റമിൻ ഡി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തേ, എന്താ ചെയ്യുക. മിസ് ബൈക്കിൽ ട്രിപ്പിന് മൗണ്ടൻ ചെയ്ത് എഡിറ്റോറിയൽ എടുത്തൂടെ? എടാ നിനക്ക് ഞാൻ തരാട്ടോ, ഞാൻ ഇവളെ കൊണ്ടുവിടാൻ പോകുമെന്ന് ഞാൻ പറഞ്ഞു. എല്ലാവരും പുറത്തു പോകണം. എല്ലാവരും പുറത്തു പോകണം. ഞാനിവിടെ പുറത്തുകൂടെ അങ്ങ് പോയാലെന്ന് ഇങ്ങനെ ആലോചിക്കാം. അനുഭവം എന്താ ചെയ്യുക. റിയയുടെ ബാഗിൽ എനിക്കും ഹരിക്കും സ്ഥലമുണ്ടോ? ഞാനിതിങ്ങനെ പാക്ക് ചെയ്തപ്പോൾ ആലോചിക്കുക എന്തൊക്കെ ഇതിലൊക്കെ എന്താ കയറ്റി നമ്മളിങ്ങനെ ഇത് വേണമെന്ന്. ഡോണ്ട് ചോപ്പ് യുവർ ആങ്കർ. ഗ്രേറ്റ്. മൈ ഫ്രണ്ട് വൗ ടു ക്യാച്ച് അപ്പ് വിത്ത് മീ yesterday, but later he swindled me. Cheda. The meeting was pushed back due to pandemic. Yes. മിസ് എങ്ങോട്ട് പോകുന്നു? മിസ് ഞാൻ റിയാനും അവളെ അനിയത്തിയെ കൊണ്ടുവിടാൻ പോവാം. മിസ് ജർമ്മനിക്ക് പോകുന്നു കണ്ടോ. റെജിൻ ഇവിടെ പണിയാക്കും. Even though Rintu ma'am spells out vocabularies അല്ല, അരതി vocabulary, yet likes and loves her lesson number ആണ്. എന്ത് ചെയ്യാനാണ് പിള്ളേർക്ക് ജാട ആരതി, എന്താ ചെയ്യുക. Rintu ma'am's humbleness made her to spell out the quest of enriching vocabulary. ഷമാസേ റിന്റു ഇറങ്ങി വാ, ഉത്തരത്തെ കയറി ഇരിക്കുക. എവറി മോർണിംഗ് പറയുമ്പോൾ പ്രൊപ്പോസിഷൻ വരില്ലല്ലോ. ശരി, എവറി എന്നുള്ളത് ഞാൻ കണ്ടില്ല, ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. ഷീ റീഡ്സ് എ ന്യൂസ് പേപ്പർ എവറി മോർണിംഗ്. അതെ. എവറി വരുമ്പോൾ ഇത് പ്രൊപ്പോസിഷൻ വരില്ല. സീ ദ താങ്ക് യു, ഞാനത് ഓർത്തേയില്ല കേട്ടോ. എവറി മോർണിംഗ് പറയുമ്പോൾ പ്രൊപ്പോസിഷൻ ആവശ്യമില്ല. ഇൻ ദ മോർണിംഗ്, അതാ ഞാൻ ഇൻ ദ മോർണിംഗ് പറഞ്ഞു, എവറി ആണെന്നുള്ള ഞാൻ പിന്നെ ശ്രദ്ധിച്ചില്ല. ഓക്കെ, ഞാൻ ഒന്നുകൂടെ പറയാം. അതാ നിമിഷ എവറി മോർണിംഗ് ഐ റീഡ് ദ ന്യൂസ് പേപ്പർ എവറി ഡേ, എവറി മോർണിംഗ് ഐ ഹാവ് എ കപ്പ് ഓഫ് ടീ എവറി മോർണിംഗ്. അവിടെ ഇന്നും ഓണം ഒന്നും വേണ്ട, ഓണം ഇല്ലെങ്കിലും പറ്റില്ല, അത് വേറെ കാര്യം. യുവർ ഇൻഫ്ലുവൻസ് is showing up in the case. That's great. I am tied up with my works. Works alla Ganga, not works, work. Work is uncountable. ഒരുപാട് എറർ ഉണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. നൗൺ ഒക്കെ ഒന്ന് ഓർത്ത് വെച്ചോളാം. ഇറ്റ് ഇസ് അൺകൗണ്ടബിൾ നൗൺ. Now our country calls for efficient leaders. That's great. അതെ, ജർമ്മൻ തുടങ്ങാം. പിന്നെന്താ റെജിനെ? Don't hide your talent, show up. Show it up or show those up എന്ന് കൊടുക്കുക കേട്ടോ. You will be called for കേട്ടോ. V3 കൊടുക്കണം അവിടെ ആര്യ. To show up your phone. Yes. The Congress and CPM in Kerala alleges അല്ലല്ല, കോൺഗ്രസും CPM രണ്ടല്ലേ, ഡുവൽ അല്ലേ, പ്ലൂറൽ കൊടുക്കണ്ടേ? allege each other that they are having a secret tie-up with the BJP. Yes. They are having വരില്ലടാ. They are having അല്ല, they have a secret tie-upും കൂടെ കൊടുക്കണം. എന്ന് വെച്ചാൽ നമ്മൾ പൊസസീവ് നൗണിനെ അല്ല, പൊസസീവ് വേർബിനെ കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കില്ല, സ്റ്റേറ്റീവ് വേർബിന് കൊടുക്കില്ല. You didn't show up in the function, where were you എന്ന് പറയാമോ? പറയാം. കറക്റ്റാണത് ആണ്. ഔട്ട് ഓഫ് ഹാംസ് അത് ഹാംസ് വേടാ. എടാ അത് ഫ്രീ ഉണ്ട്, അതിൻ്റെ മീനിങ് ഇതാണടാ. ഔട്ട് ഓഫ് ഹാമിൻ്റെ വേ, ഹാംസ് വേ കേട്ടോ, ഉപദ്രവത്തിൻ്റെ വേ, അത് വഴി. He forgot his problem when he tied up with his pets. Yesterday I catched up അനക. caught, catchന്റെ പാസ്റ്റൻസ് എന്താ? caught, CAUGHT, caught കേട്ടോ. yesterday I caught up with എന്ന് പറയണം. My friend, but our half day long conversation ended up with a pushback argument അല്ലേ? pushback ഒറ്റ വാക്ക് അങ്ങനെയാണെങ്കിൽ. Let me go on my fullest attempt. Manisha, Mansingh Verma, no, not fullest. There is no word called fullest in English. Fullest because full is absolute adjective. ഇവിടെ കൊടുക്കാം. Let me go on my full attempt. Let me go on my full attempt to catch up with all my work. I had to leave unfinished for some reasons. Catch up with my work. I had to leave unfinished for some reasons. Okay. The president can call for the financial emergency in bad economic situations. Great. അനിയത്തി എന്തിനാ ജർമ്മനി പോകുന്നതോ? അവള് ഫിലിം സ്റ്റഡീസ് ആൻഡ് എഡിറ്റിംഗ് ഒക്കെയാണ്. പുള്ളിക്കാരി ഇച്ചിരി എഡിറ്റിംഗ് ടെക്നിക്കൽ ഫീൽഡിലുള്ള ആളാണ്. അതാണ് ഇഷ്ടം പുള്ളിക്കാരിക്ക്. The meeting was pushed back due to the arson all over the country. That's great. Arjun's grim behavior pushed back Rekha from talking to him. That's great. I was tied up with year-ending accounts closing. That's great. Congress had called for a month. Okay.
ചെക്സ് ആൻഡ് ബാലൻസസ് മീനിങ്, ചെക്സ് ആൻഡ് ബാലൻസസ് പറഞ്ഞാൽ നമുക്ക് വെട്ടിച്ചുരുക്കലല്ലേ, എന്താ പറയുക, നമ്മൾ പറയില്ലേ, എന്താ പറയുക, ഒരു ഗവൺമെൻറ് ഓർഗനൈസേഷൻ ബോഡി മറ്റ് ഗവൺമെൻറ് ബോഡിയെ കുറച്ച് റെസ്ട്രിക്ഷൻസ് വെക്കണം. വേണ്ട കാര്യത്തിൽ അവർ അനാവശ്യമായിട്ട് കാര്യങ്ങൾ ഓവർ ആവുകയാണെങ്കിൽ അവിടെ കുറച്ച് റെസ്ട്രിക്ഷൻസ് വെക്കണം. അതിനാണ് ചെക്സ് ആൻഡ് ബാലൻസസ് എന്ന് പറയാം കേട്ടോ അനുപമ. നമ്മളത് കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തായിരുന്നു. ഷീ ടോൾഡ് ടു സ്പെൽ ഔട്ട് ദ ഫിലിം വാച്ച്ഡ് the previous day. She told me to spell out the film she watched previous day എന്ന് കൊടുക്കണം കേട്ടോ. She watched the previous day എന്ന് കൊടുക്കണേ ഷൈനി. I had already postponed the plan to renovate my house several times. This time I'm very much determined and there is no way of pushing it back. That's great. വിശ്വരാജ് ഹാമിൻ്റെ വേ അത് തന്നെ എൻ്റെ പൊന്നെ. And disclosing of the truth pushed back the engagement. Please spell out the summary of the project. That's great. You need not have me know what he wants to convey. For it is shown up by the justice of his body. That's great. Health Ministry has called for the clinics to administer anti-rabies vaccines to tackle the problems of stray dogs. That's great. It's high time to show up the motive. That is great, people. അപ്പോൾ ഇത് ഓർത്ത് വെച്ചോളൂ. call for, spell out, tie up, catch up, push back, show up. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട്, സെന്റൻസ് ഒക്കെ നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. എന്നിട്ടും ലൈക്ക് ഇല്ല. ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട് പീപ്പിൾ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഇട്ട്, നമ്മൾ എത്ര നേരം എടുത്ത കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ആൻഡ് ഷെയർ ഇറ്റ് ടു മാക്സിമം. അതുപോലെ നമുക്കിപ്പോൾ ഡബിൾ വാലിഡിറ്റി ഓഫർ ഉണ്ട് നമ്മുടെ മഹാപാക്കിന്. അതുകൂടാതെ നമ്മുടെ ലൈവ് ബാച്ച്, ഓരോ ലൈവ് ബാച്ചിന് ഡബിൾ വാലിഡിറ്റി ഓഫർ ഉണ്ട്. ഇപ്പം നിങ്ങൾ കോഴ്സ് എടുത്താൽ, മന്ത് എൻഡ് ഓഫറാണ്, ഇപ്പോൾ കോഴ്സ് എടുത്താൽ നിങ്ങൾക്ക് ഡബിൾ വാലിഡിറ്റി കിട്ടും. അതിപ്പോൾ FCA ഫുഡ് കോർപ്പറേഷൻ്റെ കോഴ്സ് ആയിക്കോട്ടെ, SBI ക്ലാർക്കിൻ്റെ കോഴ്സ് ആയിക്കോട്ടെ, പിന്നെ SPAPOയുടെ കോഴ്സ് ആയിക്കോട്ടെ, CGL SSC CGL കോഴ്സ് എടുത്തോട്ടെ, ഡബിൾ വാലിഡിറ്റി ഓഫർ കിട്ടും. അതായത് നിങ്ങളുടെ അക്കൗണ്ടിൽ ഇത് 2 വർഷം വാലിഡിറ്റിയിൽ കിടക്കും. അതുപോലെ ടെസ്റ്റ് പാക്കുകൾക്കൊക്കെ ഡബിൾ വാലിഡിറ്റി ഓഫർ ഉണ്ട്. കോഡ് ഉപയോഗിച്ചാൽ 15% ഡിസ്കൗണ്ട് കിട്ടും. എൻ്റെ കോഡ് ഇതാണ് Y314, Y314 എന്ന കോഡ് ഉപയോഗിക്കാം. ഡബിൾ വാലിഡിറ്റി ഓഫർ പ്ലസ് 17% ഡിസ്കൗണ്ടോടെ കോഴ്സ് പർച്ചേസ് ചെയ്യുക. ഓഫർ മന്ത് എൻഡ് ഓഫറാണ്, ഓർത്തോളാം. FCA ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ക്ലാസ്സുകൾ ആരംഭിച്ചു. നമ്മൾ ഇന്നലെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉഷാറായിട്ട് ക്ലാസ്സുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ നല്ല ആക്റ്റീവായ സ്റ്റുഡൻസ് ഒക്കെയാണ്, നല്ല ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഐ റിയലി ലൈക്ക് ദം. ആ വൈബ് എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്കും അതുപോലെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം, നല്ല രീതിയിൽ പഠിക്കാം, നമുക്ക് ജോലി നേടണമെന്നാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഉറപ്പായിട്ടും റിക്കറൻ്റ് ആയിട്ട് നിങ്ങൾ ക്ലാസ്സുകൾക്കായി വരണം, ക്ലാസ്സുകൾ കൂടുക, അങ്ങനെ പോകണം. ഒരു മെൻറ്റർഷിപ്പ് എന്ന് പറയുന്നത് എല്ലാം കൂടെ കൂടുന്നതാണ്. നമ്മുടെ പ്രിപ്പറേഷൻ, മെൻറ്റേഴ്സിൻ്റെ ഹെൽപ്പ്, മോട്ടിവേഷൻ, എവറിത്തിങ് മസ്റ്റ് ബി നീഡഡ്. അപ്പോൾ എപ്പോഴും ഒരു സ്ട്രക്ചർ കോഴ്സിൽ പോകുന്നതാണ് നല്ലതാണ് എൻ്റെ ഒരു അഭിപ്രായം. ദാറ്റ്സ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ. ഒക്ടോബർ 5 തീയതി വരെയാണ് കാറ്റഗറി 3 പോസ്റ്റിലോട്ട് ഒരു ഇൻ്റർവ്യൂ വരുന്നുണ്ട്. നമ്മുടെ ഒരു ഇൻ്റർവ്യൂ വരുന്നുണ്ട്. നമ്മുടെ കാറ്റഗറി 3 ടെക്നിക്കൽ പോസ്റ്റിലുള്ള ഒരു ആളുമായിട്ട് ഇൻ്റർവ്യൂ നടത്തിയിട്ടുണ്ട് രഞ്ജൻ സാർ. അപ്പോൾ ആ ഇൻ്റർവ്യൂ അടുത്ത ദിവസം നമ്മൾ എന്തായാലും ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവരുടെ ഒരു കാര്യം മനസ്സിലാവും, എന്തൊക്കെയാണ് ഈ ജോബിൻ്റെ കാര്യങ്ങൾ എന്ന് പറയും. അതുകൊണ്ട് എന്തായാലും അപ്ലൈ ചെയ്യണം. ഒക്ടോബർ 5 തീയതി വരുന്നുണ്ട്. ഇന്നലെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്നതിനെ ഞാൻ പറഞ്ഞു. അതുകൊണ്ട് കോഴ്സ് എടുക്കുക. 2022 രൂപയാണ് കോഴ്സ് ഫീ. നിങ്ങൾക്ക് കോഡ് അപ്ലൈ ചെയ്താൽ ഈ എമൗണ്ടിൽ കിട്ടും 2022 രൂപയ്ക്ക്. കോഡ് Y314, Y314 കേട്ടോ. അതുപോലെ SBI ക്ലർക്കിൻ്റെ ക്ലാസ് 30 തീയതി ഞാൻ പറഞ്ഞായിരുന്നു, 30 തീയതി സ്റ്റാർട്ടിങ്, അതായത് നാളെ സ്റ്റാർട്ട് ചെയ്യാണ്. 2159 രൂപ തോന്നുന്നല്ലോ. ഇപ്പോൾ അമൗണ്ട് കുറഞ്ഞു. ഇതാണ് 2159, 2160 രൂപയ്ക്കുള്ളിൽ നിങ്ങൾക്ക് ഈ കോഴ്സ് കിട്ടും. Y314 എന്ന കോഡ് ഉപയോഗിക്കുക, ക്ലാസ്സുകൾ പർച്ചേസ് ചെയ്യുക, പഠിച്ചു തുടങ്ങണം. നമുക്ക് അതാണ് നമ്മുടെ ആവശ്യം കേട്ടോ. അപ്പോൾ നമുക്ക് SBI ക്ലർക്കിൻ്റെ. അപ്പോൾ നമുക്ക് വേർഡ്സിലോട്ട് പോകാം. ആദ്യത്തെ വേർഡ് റെമിറ്റ് ആണ്. റെമിറ്റ് എന്ന വാക്ക് നമുക്കറിയാം, പൈസ അടയ്ക്കാല്ലേ, ഡിസ്പാച്ച് ചെയ്യുക, സ്പെൻഡ് ചെയ്യുക എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് റെമിറ്റ് എന്ന വാക്ക്. അപ്പോൾ ആ ഒരു അർത്ഥമുണ്ട് റെമിറ്റിന്. ഒന്ന് സ്പെൻഡ് ചെയ്യുക എന്നർത്ഥമുണ്ട്. അല്ലാതെ റെമിറ്റിൻ്റെ അർത്ഥം നോക്കി, ക്യാൻസൽ ചെയ്യുക, റിഫ്രെയിൻ ചെയ്യുക, ഒരു കാര്യം വിട്ടു നിൽക്കുക, ക്യാൻസൽ ചെയ്യുന്നൊക്കെ റെമിറ്റിന് അർത്ഥമുണ്ട് കേട്ടോ. നൗണും റെമിറ്റ് എന്ന് പറയുന്ന ഒരു നൗണും ഉണ്ട്. ഇന്ന് റെമിറ്റ് എന്ന് പറഞ്ഞാൽ നൗൺ ആയിട്ടാ. ഐ ഡോണ്ട് നോ മൈ റെമിറ്റ്, എനിക്കറിയത്തില്ല. ഐ ഡോണ്ട് നോ ദാറ്റ് പ്രോജക്ട്സ്, ഐ ഡോണ്ട് നോ ദ റെമിറ്റ് ഓഫ് ദ പ്രോജക്റ്റ്, ഐ ഡോണ്ട് നോ റെമിറ്റ് ഓഫ് ദ പ്രോജക്റ്റിൻ്റെ റെമിറ്റ് എനിക്കറിയത്തില്ല. അതായത് ആംബിറ്റ് എനിക്കറിയത്തില്ല, സ്പിയർ എനിക്കറിയത്തില്ല, സ്കോപ്പ് എനിക്കറിയത്തില്ല, റേഞ്ച് എനിക്കറിയത്തില്ല. ദാറ്റ് ഈസ് റെമിറ്റ്. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചായിരുന്നു, ഓർമ്മയുണ്ടോ? സ്കോപ്പ്, ആംബിറ്റ് ഒക്കെ ആ സാധനത്തിൻ്റെ അതേ മീനിങ് ആണ് റെമിറ്റ് എന്ന നൗൺ പറയുമ്പോൾ, ഓർത്തോളം. അടുത്ത ഗാലൻട്രി കേട്ടിട്ടുണ്ടായിരിക്കും. ഗാലൻട്രി അവാർഡ്സ് വർ അല്ലേ പബ്ലിഷ്ഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ സാധനം. അപ്പോൾ ഗാലൻട്രി ഈസ് എ നൗൺ. ഗാലൻട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രേവറി, കറേജ് കേട്ടോ, അല്ലെങ്കിൽ ഷിവൽറി, വാലർ എന്നൊക്കെ നമ്മൾ പറയും. നൗൺ ആണ് സാധനം, നൗൺ ആണ് ഓർത്തോണം. അടുത്ത് എൻഡോവ്മെന്റ്, എൻഡോവ് ചെയ്യുക, നമ്മൾ പറയാം ഫണ്ട് കൊടുക്കുക, ഫിനാൻസ് ചെയ്യുക എന്നൊക്കെ പറയില്ല. പൈസ കൊടുക്കുക, നമ്മൾ ഒരാൾക്ക് ഇൻവെസ്റ്റ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ എൻഡോവ് ചെയ്യുക പറയും. അപ്പോൾ എൻഡോവ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? എൻഡോവ്മെന്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ നൗൺ. എൻഡോവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വേർബ് കേട്ടോ, ഓർത്തോണം. എൻഡോവ്.
അപ്പോൾ എന്താണ് അർത്ഥം? ഫണ്ടിങ്, ഫിനാൻസിങ് എന്നൊക്കെ പറയും. അല്ലാതെ എൻഡോമെന്റിന് വേറെ അർത്ഥമുണ്ട്, ക്വാളിറ്റി, ക്യാരക്ടറിസ്റ്റിക്, ഫീച്ചർ. സ്പെല്ലിംഗ് മാറിപ്പോയി, സോറി ഫോർ ദാറ്റ്. ഫീച്ചർ FEA ആണ്, സ്പെല്ലിംഗ് മാറിപ്പോയത് ടൈപ്പോ ആണ് കേട്ടോ, സോറി. ഫീച്ചർ, ക്വാളിറ്റി എന്നൊക്കെ പറയാം. അർത്ഥം കൂടെ അത് എൻഡോമെന്റിനുണ്ട്. പിന്നെ റാഷണൽ. എന്താ റാഷണൽ? റീസൺ, തിങ്കിങ്, ലോജിക്, സെൻസ് ആണ്. അക്കോർഡിംഗ് ടു മൈ റാഷണൽ എന്ന് പറയില്ലേ, അതായത് എൻ്റെ ഒരു റീസൺ അനുസരിച്ച്, അല്ലെങ്കിൽ ഐ തിങ്ക് ഇറ്റ്സ് നോട്ട് റാഷണൽ, ഐ ഡോണ്ട് തിങ്ക് ദിസ് ഇസ് റാഷണൽ, ഇത് റാഷണൽ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല, അതായത് ഒരു റീസണബിൾ ആയിട്ട്, ഒരു സെൻസിബിൾ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറയും. അത് അടുത്ത പ്രൂൺ ചെയ്യുക. പ്രൂൺ ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നാൾ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ട്രിം ചെയ്യുക, നമ്മളതിനെ ചെറുതായിട്ട് വെട്ടിച്ചുരുക്കില്ലേ, ട്രിം ചെയ്തെടുക്കുക. കട്ട് ബാക്ക്, ക്രോപ്പ്, അല്ലെങ്കിൽ എന്താ ഫോട്ടോസൊക്കെ ക്രോപ്പ് ചെയ്തെടുക്കില്ല നമ്മൾ, റിഡ്യൂസ് ചെയ്യുക. അതാണ് പ്രൂൺ എന്ന വാക്കിൻ്റെ അർത്ഥം. വേർബാണേ, ഓർത്ത് വെച്ചോണം. അപ്പോൾ പ്രൂണിംഗ് എന്നൊക്കെ അഡ്ജക്റ്റീവ് നിങ്ങൾ കാണാം, അഡ്ജക്റ്റീവായിട്ടും അതുപോലെ ജെറണ്ടായിട്ടൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. യെസ്, ഐ പുഷ് ബാക്ക് മൈ കോച്ചിങ് ക്ലാസ് ടു അറ്റൻഡ് റിൻറ്റു മാംസ് എഡിറ്റോറിയൽ ക്ലാസ്. എൻ്റെ പൊന്നെ അശ്വത്തെ ഈശ്വരാ, കോച്ചിങ് ക്ലാസ് മാറ്റി വെച്ചിട്ടാണോ നീ എൻ്റെ ക്ലാസ് വരുന്നത്? എടാ നന്ദിയുണ്ട്. അയ്യോ അത് കൊള്ളാം. ഡോണ്ട് പുഷ് ബാക്ക് യുവർ പ്ലാൻസ്, ദാറ്റ്സ് ഇറ്റ്. യെസ്, വി യൂസ് prepone as the opposite of postpone, advances the actual word. We must be using intinism, ain't it? Yes. ഈ പ്രീപോൺ എന്ന വാക്ക് ശരിക്കും പോസ്റ്റ്പോൺ ഉണ്ട്, പക്ഷെ പ്രീപോൺ എന്ന വാക്കില്ല. നമ്മൾ എന്താ അതിന് പറയേണ്ടത്? അഡ്വാൻസ് ചെയ്യാന്ന് തന്നെയാണ് പറയേണ്ടത്. ദാറ്റ് ഈസ് എ ഫോർമൽ വേർഡ്. ഇന്ത്യൻ ഇംഗ്ലീഷ് ഇപ്പോൾ ഭയങ്കര പ്രോമിനൻ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ, എന്ത് പറഞ്ഞപ്പോൾ ഞാൻ പറയാം, അവെയിൽ. അവെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കുക, യൂസ് ചെയ്യുക എന്നാണ് അർത്ഥം. അല്ല, യൂസ്, ബെനിഫിറ്റ്, യൂസ് എന്നൊക്കെ, ഉപയോഗം, ഉപകാരം എന്നുള്ള രീതിയിലാണ് പറയാം. പക്ഷെ നമ്മളതിനെ ഉപയോഗിക്കുന്ന എന്താണ്, നമ്മളതിനെ യൂട്ടിലൈസ് ചെയ്യുക, ഉപയോഗിക്കുക എന്നല്ല, ഉപകാരപ്പെടുത്തുക എന്നുള്ളതാണ് പറയുന്നത്. ഉപകാരപ്പെടുക എന്നുള്ള അർത്ഥമാണ്. പക്ഷെ അതിനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു അർത്ഥത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അത് ഇന്ത്യനിസമാണ്, ഇന്ത്യൻ ഇംഗ്ലീഷ് ആണ്. യെസ്, നിശ്ചിതത്തെ. ആരിത് റിഫ്യൂസ് ടു ക്യാച്ച് അപ്പ് വിത്ത് ഹെർ ഓൾഡ് ഫ്രണ്ട്സ്. ഷമാസെ വിത്ത് കേട്ടോ. നിതി ഗുഡ് മോർണിംഗ്. അപർണ ഗുഡ് മോർണിംഗ്. ഷീ സ്റ്റാൻഡ്സ് ഔട്ട് ഫോർ ഗാലറി. ഷീ സ്റ്റാൻഡ്സ് ഔട്ട് അല്ല, ഷീ സ്റ്റാൻഡ്സ് ഔട്ട് ഫോർ ഗാലൻട്രി. എടാ ഈസ് ഔട്ട് വേണ്ട കേട്ടോ. എന്തിൻ്റെ അഡ്ജക്റ്റീവ് ഉണ്ടോയെന്നാണ് ചോദിച്ചത്? ഏത്? എൻഡോമെന്റോ? ഇല്ല. ഇത് ഗാലൻട്രിക്കാണോ? ഉണ്ട്, ഗ്യാലന്റ് അഡ്ജക്റ്റീവ്. ഓക്കെ, യെസ്. പട്ടാളക്കാർക്ക് കൊടുക്കുന്ന അവാർഡ്സിനെയും ഗാലൻട്രി എന്നല്ലേ പറയുന്നത്? ആണ്, ഗാലൻട്രി അവാർഡ് ആണ്. അതെ. FC ക്ലാസ് ടൈം എങ്ങനെയാണോ? രാവിലെ 7 to 8 വരെയും വൈകിട്ട് 7 to 8 വരെ കേട്ടോ രേഷ്മ. രാവിലെ 7 to 8 ആൻഡ് വൈകിട്ട് 7 to 8. യെസ്. റാഷണൽ അഡ്ജക്റ്റീവ് ഉണ്ട്. ആ റാഷണൽ ഉണ്ട്, അഡ്ജക്റ്റീവ് ഉണ്ട് റാഷണൽ. ഏതാ റാഷണൽ? അതിന് ഈ ഇല്ലാത്ത റാഷണൽ, അതെ ഇത്. RATIONAL റാഷണൽ. ഇത് അഡ്ജക്റ്റീവ് റാഷണൽ ആണ്. ഓക്കെ, ഓർത്തോണം. ദിവ ഗുഡ് മോർണിംഗ്. ദിവ, നിതിൻ എന്നോട് പേര് വേറെ എന്തോ അല്ലേ? എന്നോട് പറഞ്ഞല്ലോ പേര് ഇങ്ങനെയാണ്. പേര് ഞാൻ മറന്നുപോയി. ദിവ, ഇതിപ്പോൾ ഈ പേരാണ്. ശരിക്കുള്ള പേര് എന്താണെന്ന് എന്നോട് പറഞ്ഞാൽ ഞാൻ മറന്നുപോയി. ഹി റെമിറ്റഡ് ഫ്രം ദി പാർട്ടി. ഹി റെമിറ്റഡ് ഫ്രം ആണോ? അല്ലല്ല, അവൻ ഫ്രം ദ പാർട്ടിയിൽ നിന്ന് അവനെ പുറത്താക്കിയെന്നല്ല ഉദ്ദേശിക്കുന്നത്. അപ്പം എന്ത് കൊടുക്കണം? ഹി ഈസ് റെമിറ്റഡ് ഫ്രം ദ പാർട്ടി ഡ്യൂ ടു ദ പുഷ് ബാക്ക് വിത്ത് ഓർഗനൈസേഴ്സ് ആർഗ്യുമെന്റ് അല്ലേ? ഹി ഈസ് റെമിറ്റഡ് വിത്ത് ദ പാർട്ടി, ഫ്രം ദ പാർട്ടി കേട്ടോ. അനക മസ്റ്റ് പ്രൂണിങ് the use of water. Must pruning അല്ല, we must prune the use of water. We must cut short the എന്താണ് ഇത് use of water. Prune the plants for better growth. Yes, trim the plants. SBPO English only class start ചെയ്യും. ഞാൻ ഇന്നലെ ആര്യയുടെ മെസ്സേജ് കണ്ടായിരുന്നു, പക്ഷേ എനിക്ക് റിപ്ലൈ ചെയ്യാൻ അത് ഞാൻ എന്തായാലും നോക്കാം കേട്ടോ. ഇച്ചിരി ഹൈ ലെവലിൽ നമ്മൾ കൊണ്ടുപോകണം. അപ്പോൾ അത് നമുക്ക് ചെയ്താൽ പറ്റുമോ എന്നുള്ളത് ഞാൻ നോക്കട്ടെ. SBI ഇംഗ്ലീഷ് POക്ക് വേണ്ടിയിട്ട് ഇംഗ്ലീഷ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുമെന്ന് ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം കേട്ടോ. ആര്യ ഉറപ്പ് പറയുന്നില്ല, ഞാൻ വാക്ക് പാലിക്കാതിരിക്കില്ല, ആലോചിച്ചിട്ട് പറയാം കേട്ടോ. Gallantry awards were gifted to many to army officials by Ram Nath Kovind last year. Yes, she pruned her expenses. That's great. Endowment is an inevitable act when it comes to building a house. Aan. Yes, Reshma. Reshma. Hi, Reshma. It's time to prune the endowment for the outfit. That is great. Moving on, people. Spur. Spur എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? Spur the talent, encourage, urge, prompt, stimulate. Spur. ആരായിരിക്കുമല്ലോ സ്പെർ? നമ്മൾ സ്ഥിരമായിട്ട് പറയുന്ന ഇതാണ് സ്പെർ. അപ്പോൾ ഓർത്ത് വെച്ചുള്ള സ്പെർ എന്ന വാക്കിൻ്റെ അർത്ഥം സ്റ്റിമുലേറ്റ് ചെയ്യുക, എൻകറേജ് ചെയ്യുക, ഏർജ് ചെയ്യുക, പ്രോംപ്റ്റ് ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം. അടുത്ത് നോക്കിയാൽ ലോഫ്റ്റി അഡ്ജക്റ്റീവ് ആണ്. ലോഫ്റ്റിനെസ് എന്നുള്ള വേർബ് ഉണ്ട് കേട്ടോ. ലോഫ്റ്റിനെസ്, ഹാപ്പിനെസ് പോലെ ലോഫ്റ്റിനെസ് ഉണ്ട്. സോറി, നൗൺ ആണ് ഇത്. ലോഫ്റ്റിനെസ് നൗൺ ആണ്. അഡ്ജക്റ്റീവ് ലോഫ്റ്റി. ലോഫ്റ്റി എന്ന് പറഞ്ഞാൽ ടോൾ, ഹൈ, ജയന്റ് അല്ലെങ്കിൽ ടവറിങ് എന്ന് പറയാം. നല്ല ഉയരങ്ങളിലുള്ള അതിനെയാണ് ലോഫ്റ്റി എന്ന് പറയാം അല്ലേ? അതാണ് ലോഫ്റ്റി. ലോഫ്റ്റിനെസ് ഉയരം, ഹൈറ്റ് എന്നൊക്കെ പറയാം. സെനിത്ത് എന്നൊക്കെ പറയില്ല സാധനം. അടുത്ത ബെഞ്ച് മാർക്ക്. അറിയാലോ ബെഞ്ച് മാർക്ക് നൗണും വേർബും. സ്റ്റാൻഡേർഡ്, ബേസിസ്, ക്രൈറ്റീരിയൻ. അപ്പോൾ എന്ത് ചെയ്യുക? ഇവാലുവേറ്റ് ബേസ്ഡ് ഓൺ എ ബെഞ്ച് മാർക്ക്. ഒരു സ്റ്റാൻഡേർഡ് വെച്ച് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നതിനാണ് ബെഞ്ച് മാർക്ക് ചെയ്യുക എന്ന് പറയാം വേർബ് കേട്ടോ. അടുത്ത കൺഫേം.
ഞാൻ പറഞ്ഞിട്ടുണ്ട് കോൺഫറൻസ് എന്ന് പറഞ്ഞാൽ ടോക്കാണ്. അപ്പോൾ കൺഫർ എന്ന് പറഞ്ഞാൽ വേർബ്. അപ്പോൾ കോൺഫറൻസ് ഉണ്ടറിയായിരിക്കുമല്ലോ, കോൺഫറൻസ്. അപ്പോൾ ഗ്രാൻഡ് ചെയ്യുക, ബെസ്റ്റോ ചെയ്യുക, പ്രസന്റ് ചെയ്യുക. കോൺഫറൻസിന് രണ്ടർത്ഥമുണ്ട്. അപ്പോൾ കൺഫർ ചെയ്യാന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട്. ഗ്രാൻഡ് ചെയ്യുക, ഒരാൾക്ക് നമ്മൾ ഒരു കാര്യം ഗിഫ്റ്റ് ചെയ്യുക, പ്രസന്റ് ചെയ്യുക, ബെസ്റ്റോ ചെയ്യുക, ഗ്രാൻഡ് ചെയ്യുക. ടൈറ്റിലൊക്കെ ഒരാൾക്ക് ഗ്രാൻഡ് ചെയ്യുന്നതിന് കൺഫർ ചെയ്യുക, അല്ലെ? കൺഫർ ദ ടൈറ്റിൽ ടു ദ, കൺഫർ ദ അവാർഡ്സ് ടു ദി പീപ്പിൾ, ലൈക്ക് ദാറ്റ്. പിന്നെ കൺസൾട്ട് ചെയ്യുക, ടോക്ക് ചെയ്യുക എന്നൊക്കെ അർത്ഥം കൂടെ ഉണ്ട്. കാരണം കോൺഫറൻസ് അറിയാലോ, അതുകൊണ്ട്. അടുത്ത സർക്യൂട്ടസ്. സർക്യൂട്ട് അറിയാലോ, ഇങ്ങനെ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ, ഇതാണ് സർക്യൂട്ട്, അല്ലേ? ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കും, അതിനാണ് സർക്യൂട്ട്. സയൻസിൽ സർക്യൂട്ട് പഠിച്ചിട്ടില്ലേ? അപ്പോൾ സർക്യൂട്ട് ഇസ് ലൈക്ക് ദിസ്, ചുരുങ്ങി കൂടി കിടക്കുന്ന ഒരു അവസ്ഥയാണ് സർക്യൂട്ട്. അപ്പോൾ സർക്യൂട്ടസ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? റൗണ്ട് അബൌട്ട് വേ ആണ്, ഇൻഡയറക്റ്റ്, വൈൻഡിങ്. അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ ആണ് സർക്യൂട്ടസ്. സർക്യൂട്ട് ആണ് നൗൺ, അല്ലെ? സർക്യൂട്ട് നൗൺ ആണ്, സർക്യൂട്ടസ് എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് ആണ്. സർക്യൂട്ടസ് എന്ന് പറഞ്ഞാൽ റൗണ്ട് അബൌട്ട്, ഇൻഡയറക്റ്റ്, വൈൻഡിങ്, ചുരുങ്ങി കൂടി കിടക്കുന്ന, എൻടാങ്കിൾഡ് എന്നൊക്കെ പറയില്ലേ, ആ അർത്ഥം. Yes. Let me see. To reduce negative marks, we must remit from wild guessing. ശരിക്കും നെഗറ്റീവ്സ് ഒഴിവാക്കുക കേട്ടോ. FCIL കണ്ടല്ലോ, നെഗറ്റീവ്സ് ഒക്കെ 1/3 ആണ് നെഗറ്റീവ് വരുന്നത്. അതുകൊണ്ട് ശ്രദ്ധിച്ച് എഴുതണം എക്സാം. നെഗറ്റീവ് വരാതെ നോക്കണം. റാഷണൽ 1/4 അല്ല, 1/3 ആണ്. Rational thinking should be encouraged among the youth. Of course ആണ്, അല്ലേ? He got an endowment as a result of his gallantry. Renu's greatest endowment is a gallantry. Oh God. Rintu. Yes, she dares to do whatever that challenges her. That is great. Paramvir Chakra is the highest military gallantry award in India. Yes. I reprimand my husband to prune his hair because everyone compares it with mine. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ പൊന്നെ, ശരി, അങ്ങനെ കമ്പാരിസൺ ഞങ്ങൾ തമ്മിൽ വേണ്ടതല്ലേ? അതെനിക്ക് ഇഷ്ടപ്പെട്ടു. റെമിറ്റ് ഓഫ് ഇലക്ട്രിക് വെഹിക്കിൾ ഈസ് ഇൻക്രീസിംഗ് നൗ ഡേയ്സ്. ഉറപ്പായിട്ടും, അല്ലേ? യെസ്. Rintu ma'am spurs everyone to attend daily class. Of course, ഉറപ്പായിട്ട് ഞാൻ ചെയ്യാറുണ്ട്, അല്ലേ? Mount Everest is a lofty mountain. ആണോ എന്ന്. You should remit the mount properly. Do you have any benchmark disability? ഇന്നലത്തെ, അല്ലേ, നമ്മുടെ ഫോം ഫില്ലിങ്ങിൽ എപ്പോഴും ചോദിക്കും. It is necessary to spur a potential. Don't just realize it. Potential comma എന്ന് കൊടുക്കണം. അനക്ക് അവിടെ ഒരു കോമ കൊടുക്കണം. Punctuation is important. It is necessary to spur our potential comma. Don't just realize it. Okay. The school has received an endowment to buy new books for the library. Great. She is lofty enough to qualify the basic requirements. That's great. Do you know your classes spur so many students? Really? I'm really honored to hear that, Pravi. She tried to spur her inner talents. That's great. A real friend spur your confidence. Spur alla, Nimi, friend singular alla. Appo verb singular koduthe, a real friend spurs your confidence. iPhone showing a financial benchmark. iPhone is showing. iPhone shows എന്ന് കൊടുത്താലും കുഴപ്പമില്ല. iPhone shows a financial benchmark. She afraid of loftiness. അവിടെ വെർബ് എവിടെ? ജിസ്മയ നോക്കിയേ. She is afraid of loftiness. ഹൈറ്റ്സിനെ അവൾക്ക് പേടിയാണ്, അല്ലേ? The soldier is conferred with Paramvir Chakra. That's great. Circuitous roads are common when it comes to UAE. Yes. Moving on. നമ്മുടെ SSC CGLന്റെ നോട്ടിഫിക്കേഷൻ വിളിച്ചാരെ അറിയാലോ. അപ്പോൾ അപ്ലൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തേക്കണേ. നമ്മുടെ ലേറ്റസ്റ്റ് പാറ്റേൺ അനുസരിച്ച് Tier 1 Tier 2 ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ എക്സാം എന്നാന്നുള്ള ഡേറ്റ് വന്നിട്ടില്ല. ഡിസംബറിൽ എക്സാം ഉണ്ടാവും. നമുക്ക് ഒക്ടോബർ 10 ക്ലാസ്സുകൾ ആരംഭിക്കാം നമ്മുടെ ബാച്ച്. അപ്പോൾ ജോയിൻ ചെയ്യാത്തവർ വേഗം ബാച്ചിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ ബാച്ചിന് 2260 രൂപയ്ക്ക് ഉള്ളിലാണ് നമ്മുടെ കോഴ്സ് ഫീ വരുന്നത്. കോഡ് അടിച്ചു കൊടുക്കാം. Y314 എന്ന കോഡ് അടിച്ചു കൊടുത്ത് കോഴ്സ് പർച്ചേസ് ഇപ്പോൾ ഡബിൾ വാല്യൂ ഓഫർ കിട്ടും കേട്ടോ. പഠിച്ച് നമുക്ക് Tier 1 Tier 2 തവണ 2 എക്സാം ഉള്ളൂ. അപ്പോൾ എളുപ്പമാണ് നമുക്ക്. ശരിക്കും പറഞ്ഞാൽ അത് കുറച്ച് പുതിയ പാറ്റേൺ ആക്കി നമുക്ക് ഒരുപാട് പേർക്ക് ഗുണമാണ്. അതുപോലെ തന്നെ നമ്മുടെ SBPO ഞാൻ പറഞ്ഞല്ലോ. SBPO ഞാൻ ഒരിക്കലും പറയുന്നില്ല ഏറ്റവും സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാൻ പോകുന്ന എക്സാം അല്ല. അതുകൊണ്ട് നമ്മളൊരു കംപ്ലീറ്റ് ബാച്ചാണ് കൊണ്ടുവരുന്നത്, പ്രിലിംസും മെയിൻസ് ഓറിയന്റഡ് ആയിട്ട്. ഈ ബാച്ച് 12-ാം തീയതി ആരംഭിക്കുകയാണ്. നമ്മുടെ 10-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് ടു അപ്ലൈ ഫോർ SBPO. അപ്ലൈ ചെയ്യാത്തൊരു വേഗം അപ്ലൈ ചെയ്തോണേ. കാരണം ഞാൻ SBPOയുടെ അപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്യുന്നത് റിജിൻ സാർ കാണിച്ചിട്ടുണ്ട്. പിന്നെ മാത്രമല്ല, നിങ്ങൾ എന്താണ് അതിനുവേണ്ടി അവസാന മുഹൂർത്തത്തിൽ വെച്ചുകൊണ്ടിരിക്കരുത്. അത് വലിയ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ഇതൊക്കെ പെട്ടെന്ന് ചെയ്യണം, അല്ലാതെ ഒരു മാറ്റി വെക്കേണ്ട ഒരു കാര്യമല്ല. SBPOയുടെ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. 2489 രൂപയാണ് നമ്മുടെ കോഴ്സ് ഫീ. കോഡ് അടിച്ചു കൊടുക്കുക. Y314 എന്ന കോഡ് എടുത്ത് ക്ലാസ്സിൽ കയറുക. പ്രിലിംസും മെയിൻസും ആണ്. ഇത്രയും ഡിസ്കൗണ്ട് വേറെ എവിടെ നിങ്ങൾക്ക് കിട്ടില്ല, അഫോർഡബിൾ പ്രൈസിൽ കേട്ടോ. പിന്നെ അടുത്ത പോയിന്റ് എന്ന് വെച്ചാൽ SBPOക്ക് ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ സാധാരണ രീതിയിൽ പോരാ, നല്ല അഡ്വാൻസ് ലെവലിൽ പഠിക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ പറയാണ്, ഈ ബാച്ചിൽ നമ്മൾ ഇംഗ്ലീഷൊക്കെ വളരെ ബേസിക് ലെവലിൽ പഠിപ്പിക്കില്ല.
അപ്പോൾ അത്യാവശ്യം ബേസിക്സ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾ എടുത്താൽ മതി കോഴ്സ്. ഇല്ലെങ്കിൽ നിങ്ങൾ SBI ക്ലർക്ക് എടുത്താൽ മതി. ക്ലർക്ക് എടുത്തു വെക്കും കേട്ടോ, നാളെ ക്ലാസ് തുടങ്ങും. PO എടുക്കുവാണെങ്കിൽ അത്യാവശ്യം അഡ്വാൻസ്ഡ്. അപ്പോൾ ഓൾറെഡി നമ്മൾ ക്ലാസ്സിലൊക്കെ എടുത്ത പിള്ളേരാണെങ്കിൽ അപ്പോൾ അവർക്ക് മോക്ക് ടെസ്റ്റ് എടുത്ത് അറ്റൻഡ് ചെയ്താൽ മതി. നമ്മുടെ ക്ലാസ് അല്ലാതെ നിങ്ങൾക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് അറിയാവുന്ന പിള്ളേരാണെങ്കിൽ SBI POക്ക് ചേർത്തു. കാരണം ഇച്ചിരി കൂടെ മീഡിയം ലെവൽ ആൻഡ് അഡ്വാൻസ് ലെവലിൽ നമ്മൾ കൊണ്ടുപോകുള്ളൂ. മാത്രമല്ല കാര്യം, ഇന്ന് ഞാൻ ഇംഗ്ലീഷിന് എങ്ങനെ പഠിച്ചു തുടങ്ങുമെന്ന് കൃത്യമായിട്ട് പറഞ്ഞുതരാം. ടച്ചൊക്കെ വിട്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ടെങ്കിൽ 12 മണിക്ക് ഞാൻ ലൈവിൽ വരുന്നുണ്ട്, ഉച്ചയ്ക്ക് 12 മണിക്ക് ഞാൻ ലൈവിൽ വരുന്നുണ്ട്. കൃത്യമായിട്ട് ഞാൻ പറയാം ഏതൊക്കെ ഏരിയയിൽ നമ്മൾ ഫോക്കസ് ചെയ്യണമെന്നും എന്തൊക്കെ കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളൊരു കൃത്യമായിട്ടൊരു വീഡിയോ ഞാൻ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ഇന്ന് ഒരു 12 മണിക്ക് ജസ്റ്റ് ഹാഫ് ആൻ അവർ സെഷനാണ്. പെട്ടെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം വാട്ട് ആർ ദ തിങ്സ് ടു ബി നോട്ട് ഡൗൺ എന്നുള്ളത് കേട്ടോ. നമുക്ക് നോക്കാം. യെസ് പീപ്പിൾ, മൂവിങ് ടു ദ നെക്സ്റ്റ് വേർഡ്. അടുത്ത വേർഡ് ഇതാണ്, പങ്ക്ച്വേറ്റ് ചെയ്യുക. ഒന്നറിയാലോ, പങ്ക്ച്വേഷൻ്റെ അഡ്ജക്റ്റീവ് ആണ്. പങ്ക്ച്വേഷൻ അറിയാലോ, എന്താ പങ്ക്ച്വേഷൻ മാർക്ക്? പങ്ക്ച്വേഷൻ ഈ പറയുന്ന കുത്ത് കോമ ഒക്കെ ഇട്ട് കൊടുക്കുന്നതിനെ പങ്ക്ച്വേഷൻ എന്ന് പറയാം. സോ പങ്ക്ച്വേഷൻ ഇട്ട് കൊടുക്കുന്നതിനെ പങ്ക്ച്വേറ്റ് ചെയ്യുക എന്ന് പറയും. ദാറ്റ് മീൻസ് എംഫസൈസ് ചെയ്യുക, അക്സെൻച്വേറ്റ് ചെയ്യുക എന്നൊക്കെ പറയും വേർബായിട്ട്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഇറ്റ് പങ്ക്ച്വേറ്റ്സ് ക്വാർട്ടേർലി എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ ക്വാർട്ടറിലും ഓരോ 3 months ക്വാർട്ടറിലും നടക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ 3 months അല്ല 4 months, യെസ് 3 months ക്വാർട്ടറിൽ, അതാണ് ക്വാർട്ടർലി. അപ്പോൾ ഒക്കെ റെഗുലർലി ഒരു റെഗുലർ ഇന്റർവെല്ലിൽ നടക്കുന്ന ഒരു കാര്യത്തിനെയും പങ്ക്ച്വേറ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. അപ്പോൾ പങ്ക്ച്വേറ്റ് ചെയ്യുക വേർബായിട്ട് ഉപയോഗിക്കുമ്പോൾ 2 മീനിങ് ഉള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്തോ. അപ്പോൾ അയ്യോ മിസ് പങ്ക്ച്വേറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണല്ലോ, കുത്തുകോമ ഇടുന്നാണല്ലോ പറഞ്ഞു. ഇപ്പോൾ എന്താ ഒക്കെ റെഗുലർലി, അതാണ് പങ്ക്ച്വേറ്റ് എന്ന് പറഞ്ഞാൽ. നമ്മൾ പറയില്ലേ പങ്ക്ച്വൽ ആയിരിക്കണം എന്ന് പറയില്ലേ, അതാണ് പങ്ക്ച്വേറ്റ് ചെയ്യുക. അതായത് റെഗുലറായിട്ട് ഒക്കർ ചെയ്യുന്നതിനെ, അതായത് ഓഫൺ ഇടയ്ക്കിടയ്ക്ക് ഒക്കർ ചെയ്യുന്നതിനെയാണ് പങ്ക്ച്വേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അടുത്ത ഫ്രോട്ട്, അഡ്ജക്റ്റീവ് ആണ് ഫ്രോട്ട്. ഫിൽ വിത്ത്, ഫുൾ ഓഫ് എന്ന് പറയാം. നിറഞ്ഞു കവിഞ്ഞിരിക്കുക, ലോഡഡ് വിത്ത് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിനാണ് ഈ പറയുന്ന ഫ്രോട്ട് എന്ന് പറയാം. ഒരർത്ഥം അല്ലാതെ അല്ലെ ബേർഡൻഡ് ആണ്, നിറച്ചിങ്ങനെ വലിയ കഷ്ടപ്പാടാണെന്നുള്ള രീതിയിലും അർത്ഥമുണ്ട്. അല്ലാതെ ഫ്രോട്ടിന് വറീഡ്, സ്ട്രെയിൻഡ് എന്നൊക്കെ, ടെൻസ് ആണ് എന്നൊക്കെ നമ്മൾ പറയും. ടെൻസ് റിലേഷൻഷിപ്പ് ആണെന്നൊക്കെ പറയില്ല, അങ്ങനെ ഫ്രോട്ട് റിലേഷൻഷിപ്പ് ആണ്. അടുത്ത് നോക്കിക്കേ, ഡ്യൂ. ഡ്യൂ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു അല്ലേ. ഡ്യൂ എന്ന് പറഞ്ഞാൽ ഫീ, അല്ലെങ്കിൽ എന്താ എക്സ്പെക്റ്റഡ്, പ്രോപ്പർ എന്ന് പറയാം, ഡിറക്ട്ലി, എക്സാക്ട്ലി എന്നൊക്കെ പറയാം. അതാണ് അഡ്ജക്റ്റീവായിട്ടും അഡ്വേർബായിട്ടും നൗൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഡ്യൂ. അടുത്ത ഡിസ്കണ്ടന്റ് ആണ്. എന്താ ഡിസ്കണ്ടന്റ്? നൗൺ ആയിട്ടും അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കാം. ഡിസ്കണ്ടന്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞു കണ്ടന്റ് എന്ന് പറയുന്നതിന്റെ ഓപ്പോസിറ്റ് ആണ് അല്ലേ. കണ്ടന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംതൃപ്തി, സാറ്റിസ്ഫാക്ഷൻ. അഡ്ജക്റ്റീവായിട്ടും നൗൺ ആയിട്ട് ഉപയോഗിക്കാം കണ്ടന്റ്. അപ്പോൾ ഈ കണ്ടന്റ്സ് അല്ലെ, ടേബിൾ ഓഫ് കണ്ടന്റ്സ് അല്ലെ, കൺഫ്യൂസ് അടിക്കരുത്. കാര്യം ഇവിടെ വേറെ വാക്കുണ്ട് കണ്ടന്റ്സ്. ഈ കണ്ടന്റ്സ് ആണ് നമ്മൾ പറയുന്ന ടേബിൾ ഓഫ് കണ്ടന്റ്സ്. ലെറ്ററിലൊക്കെ കണ്ടന്റ്സ് ഉണ്ടെന്നല്ലേ, വാട്ട് ആർ ദ കണ്ടന്റ്സ് ഇൻ ദ ലെറ്റർ അല്ലെ, അല്ലെങ്കിൽ ബുക്കിൻ്റെ അല്ലെ, ആ നോവലിലെ കണ്ടന്റ്സ് എന്താ എന്നൊക്കെ ചോദിക്കില്ലേ, അത് ഈ പറയുന്ന കണ്ടന്റ്സ് ആണ്, പ്ലൂറൽ നൗണാണ്. ഇത് പക്ഷേ അൺകൗണ്ടബിൾ നൗൺ കണ്ടന്റ്. അതിൻ്റെ അർത്ഥം സാറ്റിസ്ഫാക്ഷൻ എന്ന കണ്ടന്റ്. പക്ഷേ ഡിസ്കണ്ടന്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റായി അല്ലേ, ഒരു പ്രിഫിക്സ് വരുമ്പോൾ അതിന് ഓപ്പോസിറ്റായി. എന്താ ഡിസ്കണ്ടന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്സാറ്റിസ്ഫാക്ഷൻ, ഡിസപ്പോയിൻമെന്റ്, ഡിസ്അഫെക്ഷൻ എന്നൊക്കെ പറയും. അല്ലെങ്കിൽ അൺറെസ്റ്റ്, ഒരു ടെൻഷൻ അടിക്കുന്ന ഒരു അവസ്ഥ അല്ലേ. അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കുകയെ. അതുകൊണ്ടാണ് ഞാനിവിടെ എഴുതി വെച്ചിട്ടേ ഉള്ളൂ, നിങ്ങളതിൻ്റെ മീനിങ് ഓർത്ത് വെച്ചാൽ മതി. ഇതാണ് അർത്ഥം, ഡിസ്സാറ്റിസ്ഫൈഡ്. അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ മീനിങ് ഡിസ്സാറ്റിസ്ഫൈഡ്, ഡിസപ്പോയിൻറ്റഡ്. അഡ്ജക്റ്റീവിൻ്റെ മീനിങ് ഓർത്ത് വെച്ചോണേ. ദീസ് ആർ അഡ്ജക്റ്റീവ്സ്, അത് ഓർത്ത് വെച്ചോണം. അടുത്ത് ആംപ്ലിഫൈ. ആംപ്ലിഫയർ എന്താണെന്ന് അറിയില്ല, ഒച്ച കൂട്ടാൻ വേണ്ടി നമ്മൾ ആംപ്ലിഫയർ എന്ന് പറയുന്നത്. അപ്പോൾ അവരൊരു ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ ലൗഡ് സ്പീക്കറാണ് അല്ലേ. അപ്പോൾ ലൗഡ് സ്പീക്കർ സിനിമ കണ്ടിട്ടില്ലേ. ആംപ്ലിഫൈ ചെയ്യുക, ലൗഡൻ ചെയ്യുക, ഇൻക്രീസ് ചെയ്യുക, എക്സ്പാൻഡ് ചെയ്യുക, എൻലാർജ് ചെയ്യുക. ദാറ്റ് ഇസ് ആംപ്ലിഫൈ. ഓർത്തോണം ആംപ്ലിഫയർ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ഓർക്കുക. അതനുസരിച്ച് ആംപ്ലിഫൈ എന്ന വേർബിന്റെ മീനിങ്ങും ഓർത്തിരിക്കുക കേട്ടോ. യെസ്, നോക്കട്ടെ. ആഫ്റ്റർ 5 years of service. 5 years of service അല്ല, ആഫ്റ്റർ 5 years of service. ആഫ്റ്റർ 5 years of service അനക 5 year അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് 5 year ആനിവേഴ്സറി, 5 year സർവീസ് എന്നൊക്കെ പറയാം. ഇങ്ങനെ കൊടുത്താൽ കുഴപ്പമില്ല. ആഫ്റ്റർ 5 year സർവീസ് എന്ന് കൊടുത്താൽ ഓക്കെ. അല്ലെങ്കിൽ കൊടുക്കണം ആഫ്റ്റർ 5 years of service ഹി കൺഫേർഡ് വിത്ത് അസിസ്റ്റന്റ് കമ്മീഷണർ പോസ്റ്റ് എന്ന് കൊടുക്കാം. യെസ്, ഹി കൺഫേർഡ് വിത്ത് അല്ല, ഹി ഈസ് കൺഫേർഡ് വിത്ത്. അവന് കൊടുക്കപ്പെട്ടു, ആരോ അവന് കൊടുത്തു എന്നല്ലേ, അവന് ഗ്രാൻഡ് ചെയ്തു എന്നല്ല. അപ്പോൾ ഹി ഈസ് കൺഫേർഡ് വിത്ത് കൊടുക്കണം കേട്ടോ. എന്നൊക്കെ പാസീവ് അവിടെ കൊടുക്കണേ, ഓർക്കുക. മൈ മദർ കൺസ്റ്റന്റ്ലി സ്പേഴ്സ് മീ. എന്തായിരുന്നു പറഞ്ഞത്, നോക്കട്ടെ. To work hard. Great. Manju Warrior's comeback to the tinsel town has spurred many women to chase their dreams instead of silently suffering the drudgeries of domestic lives. Yes, great. Securing a government job is considered benchmark by octogenarians. Satyam. 80s le kollam. Zelensky's spearhead spurs
ഉക്രൈനിയൻസ് ടു ഫൈറ്റ് അഗൈൻസ്റ്റ് റഷ്യൻസ്. എനിക്ക് എപ്പോഴും ഞാൻ നോട്ട് ചെയ്യുന്നൊരു കാര്യമാണ്, സോനൽ എപ്പോഴും റഷ്യ ഉക്രൈൻ വാറിനെ പറ്റി ഒരു സെൻറ്റൻസ് എന്തായാലും പറഞ്ഞിരിക്കും. ഞാൻ എപ്പോഴും ഓർക്കും, എല്ലാ ദിവസവും സോനലുണ്ടെങ്കിൽ സോനൽ ഒരു സെൻറ്റൻസ് എങ്കിലും റഷ്യ ഉക്രൈനെ പറ്റി പറയും. അപ്പോൾ ഞാൻ എപ്പോഴും ഓർക്കും യു ആർ സോ മച്ച് അഫക്റ്റഡ് എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഞാനത് നോട്ട് ചെയ്യാറുണ്ട് എപ്പോഴും കേട്ടോ സോനൽ. സം സ്റ്റുഡൻസ് പെർ ടു യൂസ് ഡ്രഗ്സ് ടു അതർ സ്റ്റുഡൻസ് ആണ്. ഇന്നലെയൊക്കെ നമ്മുടെ ഇവിടെ പുൽപ്പള്ളി വെച്ചിട്ട് കുറേ പേർക്ക് അല്ലേ എന്താണ് ഡ്രഗ് പിടിച്ചു എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ MDMA ഒക്കെ പിടിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്ത്, ഈശ്വരാ നമ്മുടെ പുൽപ്പള്ളിയിലോ എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചു. അതിൽ വലിയ അർത്ഥമൊന്നുമില്ല, എല്ലായിടത്തും ഉണ്ട്, ഡ്രഗ് ഈസ് എവറിവെയർ അല്ലേ. നാർക്കോട്ടിക്സ് ഇസ് എ ഡേർട്ടി ബിസിനസ് പീപ്പിൾ. റിഞ്ചു മാംസ് ബ്രെയിൻ ഇസ് സ്റ്റഫ്ഡ് വിത്ത് ലോഫ്റ്റി നോളജ്. ഐ വുഡ് ലൈക്ക് ടു prune some from it so that I can also get lofty in അയ്യോ എൻ്റെ പൊന്നി നോളജ്. എൻ്റെ അശ്വജിത്തെ നിൻ്റെ വിദ്യാധാരണയാണ്, അങ്ങനെയൊന്നുമില്ല. അവിടെ ഇവിടെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാമെന്നല്ലേ, അത് നമ്മളിങ്ങനെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. നിങ്ങളും അതുപോലെ ചെയ്യുക, റിസർച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുക, അത്രേ ഉള്ളൂ. ദ സ്പറിംഗ് ഓഫ് LGBTQ+ കമ്മ്യൂണിറ്റി ഐ ഉണ്ട് കേട്ടോ അവിടെ, കമ്മ്യൂണിറ്റി ബൈ തമിഴ്നാടു ഗവൺമെൻറ് ഇസ് ലോഡബിൾ. പിന്നല്ല, യെസ് CGL അപ്ലൈ ചെയ്തോ. അതിൽ എൻ്റെ അഡ്രസ്സായിട്ട് ഞാൻ വെച്ച് ഹസ്ബൻഡിൻ്റെ അഡ്രസ്സാണ്, ബട്ട് അത് അഡ്രസ്സായി എനിക്ക് ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ്സ് ഒന്നും ഇല്ല. അപ്പോൾ കറക്റ്റ് ചെയ്യാൻ ഇനി പറ്റുമോ? സേവ് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഓർത്തോ ഷോ ബേസിക് ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് കൊടുക്കണം എന്നാണ് ഇർഫാൻ. ഞാൻ ചോദിച്ചിട്ട് പറയാം. ഞാൻ പരിചയമുള്ള എൻ്റെ അവിടെ SSCയിലൊക്കെ വർക്ക് ചെയ്യുന്ന അവരോട് ചോദിച്ചിട്ട് പറയാം. കാര്യം വെച്ചാൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, കാരണം വേറെ എന്ത് തെറ്റിച്ചാലും കുഴപ്പമില്ല. അഡ്രസ്സ്, പേര്, ഇമെയിൽ ഐഡി, അങ്ങനെ ബേസിക് ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് വെക്കണം എന്ന് പറയുന്നത്. പക്ഷേ ഡോക്യുമെൻറ്റ് കൊണ്ടുപോകണമല്ലോ. അവിടെ ചെന്ന് നിങ്ങൾ ID പ്രൂഫ് കൊണ്ടുപോകുമ്പോൾ ഇതിൻ്റെ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കട്ടെ, ഞാനത് അന്വേഷിച്ചിട്ട് പറഞ്ഞുതരാം കേട്ടോ. യെസ്, മെയിൻറ്റെയിൻ ദ ബെഞ്ച് മാർക്ക് ഓഫ് ദ ഇൻസ്ട്രക്ഷൻ ഇസ് എ ഹെർക്യൂലിയൻ ടാസ്ക്. യെസ് ഇറ്റ് ഈസ്. ഹവ മോളെ ഗുഡ് മോർണിംഗ്. കറക്റ്റ് ടൈമിലെത്തിയല്ലോ. യെസ്, ഹിസ് സ്പീച്ച് വാസ് എ പവർഫുൾ സ്പാർക്ക് ടു ആക്ഷൻ. യെസ് സ്പറിങ്, പവർഫുൾ സ്പറിങ് എന്ന് കൊടുക്കണേ. പവർഫുൾ സ്പറിങ് എന്ന് പറയും. കാരണം സ്പർ എന്ന് പറഞ്ഞ വേർബായിട്ട് നൗണായിട്ട് ഉപയോഗിക്കില്ല. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു പങ്ക്ച്വേറ്റ് യുവർ ഗോൾസ്. യെസ്, പോസ്റ്റ് ഓഫീസിലെ അഡ്രസ്സ് ഉണ്ടാവില്ലേ? അതാണ്. അതെ, ആലോചിച്ചിട്ട് ഞാനൊന്ന് അന്വേഷിച്ചിട്ട് പറയാം കേട്ടോ. കറക്ഷൻ വിൻഡോ ഓപ്പൺ ആകുമ്പോൾ ചേഞ്ച് ചെയ്യാൻ പറ്റുമായിരിക്കും. അത് ഞാൻ വിളിക്കുന്നത് കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവുമായിരിക്കും. ഞാൻ അതിനെപ്പറ്റി നോക്കട്ടെ, ആലോചിച്ചിട്ട് പറയാം കേട്ടോ. VAT returns are punctuated quarterly in many countries. Yes. Company conferred the project after a detailed incision. Yes, Rintu Mam's mind is fraught with many vocabs. Rintu Mam's mind is fraught with many vocabs അല്ല, തെറ്റി ഞാൻ പറഞ്ഞില്ല, ഇറ്റ്സ് അൺകൗണ്ടബിൾ. അപ്പോൾ എന്നെ കൊടുക്കുന്ന അനുപമ വൊക്കാബ്, മച്ച് വൊക്കാബ്, ഒരുപാട് വൊക്കാബ്. കേൾക്കണേ, ശ്രദ്ധിക്കണം എല്ലാവരും. മച്ച്, കാരണം അൺകൗണ്ടബിൾ ആണ്. വൊക്കാബുലറിന്റെ ഷോർട്ട് വൊക്കാബ്. അൺകൗണ്ടബിൾ നൗൺ ആണ്. നോട്ട് മെനി വൊക്കാബ്സ്, ഇറ്റ്സ് മച്ച് വൊക്കാബ്. യെസ്, വിമന് ഫീലില്ല, പൈസ പോയില്ലടാന്ന് റജിനെ. രജനി പ്രവർത്തൻ ചെയ്യുന്നത്. മൈ ഹെഡ് ഇസ് ഫ്രോട്ട് വിത്ത് നൗൺസ്, വെർബ്സ്, അഡ്ജക്റ്റീവ്സ് ആൻഡ് ഐ എം ഫീലിംഗ് ഡിസി. വേണ്ട കുറച്ച് നേരത്തേക്ക് നമുക്ക് മാറ്റി വെച്ചേക്കാം. ജെൻഡർ ഇൻഇക്വാളിറ്റീനെ പറ്റി 2 വാക്ക് പറയുമോ? ജെൻഡർ ഇൻഇക്വാലിറ്റി എനിക്ക് താല്പര്യമുള്ള ഒരു കാര്യമാണ്. പക്ഷെ അറിയാലോ, പ്രിവിലേജ് ഇല്ലാത്തടുത്ത് അവിടെയാണ് ജെൻഡർ ഈക്വാലിറ്റി നീ ചിന്തിക്കേണ്ടത്. റജിനെ, നിങ്ങൾക്കുള്ള പ്രിവിലേജ് ഇല്ല ഇവിടെ. വിമൻ ഇല്ല. വിമൻ കമ്മ്യൂണിറ്റിയിൽ പ്രിവിലേജ് മെന്ന് കിട്ടുന്ന പ്രിവിലേജ്, മെയിൽസിന് കിട്ടുന്ന പ്രിവിലേജ് ഫീമെയിലിന് കിട്ടുന്നില്ല. അപ്പോൾ എന്തായാലും അവർക്ക് അവിടെ കുറച്ച് പ്രയോറിറ്റി ഇപ്പോൾ കൊടുക്കണം. റീച്ചസ് എ ലോഫ്റ്റി പ്ലേസ് വെൻ സം വൺ ലോഡ്സ് വർക്ക്. ആണടാ, നീ എന്നെ കളിയാക്കുന്നതാണോ എനിക്കറിയത്തില്ല വിനു, എന്നാലും അതെ. അപ്പം ഞാൻ ചാടി കയറി എന്നെ വിളിച്ചിരുത്തു. റിന്റു വേണ്ട ചാടണ്ട, ഇങ്ങ് പോര് എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ വിളിച്ചിരുത്താറുണ്ട്, ഞാൻ അടങ്ങാറുണ്ടെന്ന്. യെസ്, ഞാനും സെക്സ് ഫീമെയിൽ കൊടുത്തിട്ട് അപ്ലൈ ചെയ്യും. എൻ്റെ പൊന്നടാവേ. Rintu Ma'am punctuate students to join editorial classes, punctuating daily. യെസ്, പറഞ്ഞു കൊടുക്കും മിസ്സേ, പ്രൗഡ് ടു ബി എ വുമൻ. പിന്നല്ലേ, ഐ എം സോ പ്രൗഡ് ടു ബി എ വുമൻ. വിമൻ അല്ല, വുമൺ. ഐ എം സോ പ്രൗഡ് ടു ബി എ വുമൺ. അതിലെനിക്ക് ഒരു കാര്യമില്ല. യെസ്, കംസ് ദ ബെനിഫിറ്റ് ഓഫ് UCC അല്ലേ. കൊള്ളാം. എന്താ അല്ലേ. ഐ തിങ്ക് BSNL മസ്റ്റ് ആംപ്ലിഫൈ നെറ്റ്വർക്ക് ഇൻ മൈ ഏരിയ. സോനൽ, യെസ്, ഐ ആം നോട്ടിസിങ് തിങ്സ് ലൈക്ക് ദാറ്റ്. ശ്രീലങ്ക, ഉക്രൈൻ, റഷ്യ, ഉക്രൈൻ എല്ലാം ഉണ്ടല്ലേ. എല്ലാം ഉണ്ട് സോനൽ, സത്യം ഷമ്മാസെ. ഷീസ് ഫ്രോട്ട് അബൌട്ട് അല്ല അപർണ. ഫ്രോട്ടിൻ്റെ കൂടെ എപ്പോഴും വിത്ത് എന്ന പ്രപ്പോസിനെ കൊടുക്കുള്ളൂ. ഷീസ് ഫ്രോട്ട് വിത്ത് എക്സാംസ്. എവറിത്തിങ് അബൌട്ട് ദ മർഡർ വാസ് പങ്ക്ച്വേറ്റഡ് ഇൻ ദ റിപ്പോർട്ട്. യെസ്, ഐ തിങ്ക് സോനൽ വെൻ ടു ബങ്കർ. എടാ റെജിനെ, ഷീ മൈറ്റ് ബി റിട്ടേണിങ് ഫ്രം ഉക്രൈൻ. ഷീ മൈറ്റ് ബി അല്ല, ഹി മൈറ്റ് ബി അല്ലേ. ഈസിന് ശേഷം V2 വരുമോന്നോ? V2 അല്ല, V3 ആണത് അശ്വതി. V3 ആണ്. ഈസ് ബി ഫോമുലേഷന് ശേഷം V3 വന്നാൽ പാസീവ് വോയിസ് ആണ് കേട്ടോ അശ്വതി. ബേസിക്സിൻ്റെ കുറവാണ് കേട്ടോ. യെസ്, ന്യൂസിൽ പുൽപ്പള്ളി കണ്ടപ്പോൾ അമ്മ പറഞ്ഞു Rintu Ma'amന്റെ പുൽപ്പള്ളിയിൽ ഡ്രഗ്സ് പിടിച്ചു എന്ന്. പറഞ്ഞോ?
ആണ്. ഇന്നലെ ചാച്ചനോട് പറയണേ, ചാച്ചൻ ഞാൻ നിങ്ങളുടെ ഭക്ഷണം കഴിച്ചു കൊടുക്കും. അപ്പോൾ ചാച്ചനോട് പറയാം, വെല്ലിപ്പൻ ഗ്രാൻഡ് ഫാദർ, എൻ്റെ ട്രാവൽ ബഡി, പുള്ളിക്കാരനോട് പറയാം, അയ്യോ വേഗം വാ, പെട്ടെന്ന് നമുക്ക് സിനിമ പെട്ടെന്ന് മാറ്റി. പുള്ളിക്കാരൻ പറയുകയാണ്, അയ്യോ വേഗം പോയിട്ട് ന്യൂസ് കണ്ടേ, എന്താ കുറച്ച് ഡ്രഗ്സിൻ്റെ ന്യൂസ് കാണാനുണ്ടെന്ന്. ഞാൻ അപ്പോൾ പറയണം, പുൽപ്പള്ളി ഡ്രഗ്സ് പിടിച്ചിടി എന്ന് പറഞ്ഞു എന്നോട്. ഞാൻ പറഞ്ഞു എപ്പോൾ, അതാ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇന്നലെ ഇതൊരു വലിയ ന്യൂസ് ആയിരുന്നു ഞങ്ങൾക്ക് വീട്ടിൽ. CGL അപ്ലൈ ചെയ്യുമ്പോൾ ഫോട്ടോൻ്റെ കൂടെ ഡേറ്റ് വെക്കണ്ടല്ലോ, വേണ്ട അങ്ങനെ ഇല്ല കേട്ടോ. നാസ്റ്റി ബിഹേവിയർ ആംപ്ലിഫൈഡ് ദ ഇഷ്യൂ. സോൺലി സോ ഫ്രോട്ട് അബൌട്ട് അല്ല വിത്ത് കേട്ടോ, അബൌട്ട് അല്ല വിത്ത്, എപ്പോഴും വിത്താണ് കൊടുക്കണ്ടേ. റഷ്യ ഉക്രൈൻ. അവൻ ശ്രീലങ്കയുടെ കാര്യം വന്നപ്പോൾ ഇത് തന്നെ ഞാൻ ഓർത്തെ. ന്യൂ PM ഓഫ് ഇറാൻ ഇസ് എ ഫോളോവർ ഓഫ് മുസോളിനി ആൻഡ് പങ്ക്ച്വേറ്റ്സ് സെയിം. യെസ്. IBPS ഗേൾസിന്റെ സൈഡിൽ നിന്നോ? IBPS ഇപ്പോൾ ഗേൾസിന്റെ സൈഡിൽ നിന്നോ? എടാ ഞാൻ എല്ലാവരുടെയും കൂടിയാ, പക്ഷേ ഐ എം സോ പ്രൗഡ് ടു ബി എ വുമൺ. അത് നമുക്കറിയാലോ, ഇറ്റ്സ് റിയാലിറ്റിയാണ്. അല്ലെങ്കിൽ ഞാൻ കള്ളത്തരം പറഞ്ഞിട്ട് കാര്യമില്ല. അഞ്ജു, ഹായ്, ഗുഡ് മോർണിംഗ്. ഇറ്റ്സ് ക്ലിയർലി എംഫസൈസ് ഓൺ ദ നോട്ടിഫിക്കേഷൻ ദാറ്റ് നോ കറക്ഷൻ ഇസ് പോസിബിൾ ആഫ്റ്റർ സബ്മിഷൻ. വിനു, യെസ്. ഞാൻ നോക്കട്ടെ. കളിയാക്കുന്ന പോലെയൊക്കെ തോന്നും മിസ്സേ. എടാ കള്ള, അപ്പം നീ എന്നെ കളിയാക്കുക അല്ലേ? റെജിന, മിസ് പറഞ്ഞതിൽ കാര്യമില്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. യെസ്, ഞാൻ പറഞ്ഞതിൽ കാര്യമുണ്ട്. മൂവിങ് ഓൺ പീപ്പിൾ. ഓൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഓൾട്ടർനേറ്റീവ് എന്ന വാക്കിന്റെ അർത്ഥം നൗൺ ആയിട്ടും വെർബായിട്ടും ഉപയോഗിക്കുന്ന ഈ വാക്കിന് ഓപ്ഷൻ എന്ന അല്ലെ ചോയ്സ്. എനിക്ക് വേറൊരു ഓൾട്ടർനേറ്റീവ് ഇല്ലടാ, അല്ലേ? എനിക്ക് വേറൊരു ചോയ്സ് ഇല്ലടാ, ഞാനിത് ചെയ്തു പോയി. എല്ലാത്തിനും ഒരു ചോയ്സ് ഉണ്ട് ദാസ, അല്ലേ? അതാണ്. അപ്പോൾ ഓൾട്ടർനേറ്റീവും ഓൾട്ടറേറ്റും തമ്മിൽ എപ്പോഴും വ്യത്യാസം മാറിപ്പോകാറുണ്ട് ആൾക്കാർക്ക്. ഓൾട്ടറേറ്റ് ചെയ്യുക, ഓൾട്ടറേറ്റ് ചെയ്യുക, അല്ലേ? സോറി, ഓൾട്ടറേറ്റ് പോട്ടെ, ഓൾട്ടർനേറ്റ് കണ്ടായിരിക്കും. ഓൾട്ടർനേറ്റ് ഒരു അഡ്ജക്റ്റീവ് ആണ്, ശ്രദ്ധിച്ചോണെ. ഓൾട്ടർനേറ്റ് എന്ന് പറയുമ്പോൾ ഒന്നരാടൻ ദിവസങ്ങളിലെ, ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് ഓൾട്ടർനേറ്റ് എന്ന് പറയാം. അത് അഡ്ജക്റ്റീവ് മാത്രമാണ്. ഓൾട്ടർനേറ്റീവ് ഡേയ്സ് എന്ന് പറയും. ഓൾട്ടർനേറ്റീവ് ഡേയ്സ് തെറ്റാണേ. ഓൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞാൽ മറ്റ് ഒരെണ്ണം, അനദർ, അൺയൂഷ്വൽ, അതുപോലെ അൺകൺവെൻഷണൽ എന്നൊക്കെയാണ് ഓൾട്ടർനേറ്റീവിന്റെ അർത്ഥം കേട്ടോ. പക്ഷേ ഓൾട്ടർനേറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നിടവിട്ട എന്നുള്ള അർത്ഥമാണ്. അത് അഡ്ജക്റ്റീവ് ഫോർമുലേഷനാണ്. പക്ഷേ ഈ ഓൾട്ടർനേറ്റീവ് നൗൺ ആയിട്ടും അഡ്ജക്റ്റീവായിട്ടും ഉപയോഗിക്കാം. ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ചോണം. അടുത്ത ക്രൂണ്. എന്താ ക്രൂണ് ചെയ്യാന്ന് പറഞ്ഞാൽ ക്രൂൺ നൗണും ഉണ്ട് വേർബും ഉണ്ട്. ചെറിയ വോയിസിൽ നമ്മൾ പറയും, ലോ വോയിസ്, അതിനാണ് ക്രൂൺ എന്ന് പറയാം. അങ്ങനെ നമ്മൾ പറയില്ലേ, ഡസ് ഹി ഹാവ് എ ക്രൂൺ? അവന് ഒച്ച കുറവാണോ എന്നൊക്കെ ചോദിക്കില്ലേ? അതിനപ്പം അത് നമ്മൾ ചോദിക്കുന്നുണ്ടോ? അങ്ങനെ ഞങ്ങൾ ചോദിക്കാറുണ്ട്. ഞങ്ങൾ ചോദിക്കാറുണ്ടല്ലോ. നമ്മുടെ ഇവിടെ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ ഞാനിങ്ങനെ, ഈ ചേട്ടൻ്റെ ചേട്ടൻ ഭയങ്കര ചെറിയ ഒച്ചയാണല്ലോ, വളരെ വോയിസ് കുറവാണല്ലോ, ചേട്ടൻ അങ്ങനെയാണോ എന്നൊക്കെ ഞാൻ ചോദിച്ചു. കഴിഞ്ഞ ദിവസം ഒരു ചേട്ടനെ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിച്ചാൽ, അപ്പോഴാണ് ക്രൂൺ ഓർത്തെ. വേർബ് ക്രൂൺ ഉണ്ട്. ക്രൂൺ ചെയ്യാന്ന് പറഞ്ഞാൽ ഹം ചെയ്യുക, ലൈറ്റായിട്ട് ലോ വോയിസിൽ പാടുക, ലിൽറ്റ് ചെയ്യുക, സിങ് സോഫ്റ്റ്ലി എന്നൊക്കെയാണ് ക്രൂൺ എന്ന വേർബിൻ്റെ അർത്ഥം. അടുത്ത ബ്രാക്കറ്റ്. ബ്രാക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ലിറ്ററലി പല ബ്രാക്കറ്റ് ഉണ്ട്. സ്ക്വയർ ബ്രാക്കറ്റ് ഉണ്ട്, മറ്റേ ബ്രാക്കറ്റ് ഉണ്ട്. നിങ്ങൾക്കറിയാം, നമ്മൾ മാത്സിലൊക്കെ പഠിക്കുന്നതാണ് ബ്രാക്കറ്റ്, അല്ലേ? ഫോർമുല പഠിക്കുമ്പോൾ ബ്രാക്കറ്റ് A+B ദ ഹോൾ സ്ക്വയർ ബ്രാക്കറ്റിലിട്ട് സ്ക്വയർ ഒക്കെ ഇട്ട് കൊടുക്കില്ലേ, ആ ബ്രാക്കറ്റ്. പക്ഷെ അതല്ല നമ്മുടെ ബ്രാക്കറ്റ്. കഥയിൽ ഈ ബ്രാക്കറ്റ് അല്ല ഇവിടെ. ഈ ബ്രാക്കറ്റ് ഇസ് ഓൾ അബൌട്ട് ഗ്രൂപ്പ്. ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പാണ്, കാറ്റഗറിയാണ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ ബ്രാക്കറ്റ്. ഓർത്തോണേ, അതിന് വേർബ് എന്താ? ക്ലാസിഫൈ ചെയ്യുക, കാറ്റഗറൈസ് ചെയ്യുക, സോർട്ട് ചെയ്യുക, ലിസ്റ്റ് ചെയ്യുക എന്നൊക്കെ അർത്ഥം. ഓർത്തോണം കേട്ടോ. സോർട്ട് ചെയ്യുക, ലിസ്റ്റ് ചെയ്യുക, അതാണ് ബ്രാക്കറ്റ് ചെയ്യുക എന്നർത്ഥം. ബ്രാക്കറ്റ്, ഗ്രൂപ്പ്, കാറ്റഗറി ഒക്കെയാണ് കേട്ടോ. അടുത്ത പാർലേ ജി ബിസ്ക്കറ്റ് അല്ല, പാർലേ മീൻസ് കോൺഫറൻസ് അല്ലെങ്കിൽ മീറ്റിംഗ്. അതിനാണ് നമ്മൾ പാർലേ എന്ന് പറയാം. നെഗോസിയേഷൻ എന്നൊക്കെ പറയും പാർലേ. അപ്പോൾ പാർലയുടെ വേർബായിട്ട് ഉപയോഗിക്കാം നെഗോസിയേഷൻ. അതുപോലെ പാർലേക്ക് വേർബ് എന്താ? ടോക്ക് അല്ലെങ്കിൽ കൺഫർ എന്നർത്ഥം. കുറച്ച് മുമ്പ് കോൺഫറൻസിൽ കൺഫർ കണ്ടില്ലേ, ആ കൺഫർ. ഗ്രാൻഡ് അല്ല, സംസാരിക്കുക, ഡിസ്കസ് ചെയ്യുക, അതാണ് പാർലേ. കൺഫർ, ടോക്ക്, ഡിസ്കസ്, ഹോൾഡ് ഡിസ്കഷൻ, അതിനൊക്കെ നമ്മൾ പറയുന്ന പേരാണ് ഈ പറഞ്ഞ പാർലേ. അടുത്ത പ്രോസ്പെക്ട്. കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തു, നൗണായിട്ട് വേർബായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രോസ്പെക്ട്. രണ്ടർത്ഥമുണ്ട് പ്രോസ്പെക്റ്റിന്, പോസിബിലിറ്റി അല്ലെങ്കിൽ കാൻഡിഡേറ്റ്, രണ്ടും ഉണ്ട്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കാൻഡിഡേറ്റ് ഓർത്തിട്ട് എളുപ്പമാണ്. പ്രോസ്പെക്ടസ് കൊടുക്കുന്ന ഒരു കാൻഡിഡേറ്റിന്റെ കയ്യിലാണ് എന്ന് ഓർത്താൽ മതി. പിന്നെ പ്രോസ്പെക്ടസ് ആ ബുക്കില്ലേ, ബുക്ക്ലെറ്റ്. പിന്നെ വേർബ് പ്രോസ്പെക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇൻസ്പെക്ട് ചെയ്യുക, സർവേ ചെയ്യുക എന്നാണ്. ഓർത്തോണേ, പോസിബിലിറ്റി, കാൻഡിഡേറ്റ് എന്നൊരു അർത്ഥം കൂടാതെ വേർബായിട്ട് വരുമ്പോൾ ഇൻസ്പെക്ട് ചെയ്യുക, സർവേ ചെയ്യുക എന്ന് പ്രോസ്പെക്ട് എന്ന വേർബിന്റെ അർത്ഥമുണ്ട്. ഓർത്ത് വെച്ചോണം. ഓക്കെ, യെസ്. റിൻറ്റു മാം ഇവിടെയാണ്. മെനി ട്രാൻസ് പേഴ്സൺസ് ആർ ഡിസ്കണ്ടന്റഡ്. കണ്ടന്റഡ് വേണ്ട, ആർ ഡിസ്കണ്ടന്റ്. അവർ ഡിസ്കണ്ടന്റ് ആണ് എന്ന് കൊടുത്താൽ മതി. അഡ്ജക്റ്റീവ് അല്ലേ? ആർ ഡിസ്കണ്ടന്റ് ഇൻ ട്രാൻസിഷനിങ് എന്ന് കൊടുക്കാം കേട്ടോ. ഷമാസെ, മെനി ട്രാൻസ് പീപ്പിൾ ആർ ഡിസ്കണ്ടന്റ് ഇൻ ട്രാൻസിഷനിങ് എന്ന് കൊടുക്കണം. റിൻറ്റു മാം സ്പേർസ് ദ സ്റ്റുഡൻസ് ടു ബി പങ്ക്ച്വൽ ഇൻ ഹെർ ക്ലാസ്സസ്. യെസ്, സ്പേർസ്. സനിൽ, റിൻറ്റു മാം സിംഗുലർ ആണേ, അപ്പൊ സ്പേർസ് സിംഗുലർ വേർബ് കൊടുത്തേ. ജെൻഡർ ഇക്വാലിറ്റി വിൽ ബി പങ്ക്ച്വേറ്റഡ് ഓൺലി വെൻ എ പ്രോബ്ലം അറൈസസ്. അതാണ്. അഞ്ജു, ഗുഡ് മോർണിംഗ്.
ഓൾട്രേഷൻ ഉണ്ട്. ഓൾട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്നാ, അത് വാക്കുണ്ട് കേട്ടോ, ഞാനത് എഴുതാതിരുന്നതല്ല, അത് ഉണ്ട്. പറയുവാണെങ്കിൽ എല്ലാം പറഞ്ഞോളൂ, അപ്പോൾ സമയം ഇങ്ങനെ പോകും. അതുകൊണ്ടാണ് ഓൾട്രേഷൻ. ഞാൻ എൻ്റെ ഡ്രസ്സ് ഓൾട്രേഷൻ കൊടുത്തേക്കുക. മോഡിഫിക്കേഷൻ കേട്ടോ, ഓൾട്രേഷൻ നൗൺ ആണേ, മോഡിഫിക്കേഷൻ കേട്ടോ, ഓൾട്രേഷൻ ഉണ്ട്. ഓക്കെ, മോഡിഫിക്കേഷൻ അശ്വത്വം ഉണ്ട് കേട്ടോ. ഈ ഹസ്കി വോയിസ് ഇതന്നെയാണോ ഹസ്കി വോയിസോ? ഇല്ലല്ല, ഹസ്കി വോയിസ് കുറച്ചുകൂടി കൂടി വെച്ചാടാ. ഹസ്കിയുടെ ഹസ്കിയുടെ വോയിസ് കഴിഞ്ഞ ദിവസം വീട്ടിലിങ്ങനെ റിയമോൾ എന്ന് പറഞ്ഞു, അല്ല ഇളയവൾ പറഞ്ഞു, നമുക്കൊരു ഹസ്കിയെ മേടിച്ചാലോ. അപ്പോൾ ഞാൻ ഇനി അതിനെ കൂടെ, അല്ലേ തന്നെ നിൻ്റെയൊക്കെ വോയിസ് ആണ് എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റുന്നത്, ഇനി ഒരു ഹസ്കിയും കൂടെ മേടിക്കുക. ഇല്ല, ഹസ്കി ഹൗൾ ചെയ്യുകയോ ചെയ്യും, നല്ല ഹൗളും വോയിസാണ്. അവരുടെ ഇങ്ങനെ ചെറിയ ഒച്ചയല്ല, ഹൗളില്ലേ നമ്മള് കുറുക്കൻ്റെ ഒച്ച, നിങ്ങൾക്ക് ക്ലീ ഇങ്ങനെ ഭയങ്കര കുറുക്കൻ്റെ വെച്ച് ക്ലീ അല്ല, ഞാൻ ഉദ്ദേശിച്ച് മനസ്സിലായോ ആ ഒച്ച. എന്താ ചെയ്യുക, എന്നെക്കൊണ്ട് ഞാൻ തന്നെ തോറ്റു. എന്താ, ഐ ടൈഡ് അപ്പ് വിത്ത് മൈ വർക്ക്. ഐ ടൈഡ് അപ്പ് അല്ല അഞ്ജു, ഐ ആം ടൈഡ് അപ്പ്, ഞാൻ ടൈഡ് അപ്പ് ആണ് എന്ന് പറയാം കേട്ടോ. അൺഅവൈലബിലിറ്റി ഓഫ് ഓൾട്ടർനേറ്റീവ് ഡിസ്കണ്ടന്റഡ് ഇർഫാന. യെസ്, ചോയ്സ് അല്ലേ, ഡിസ്കണ്ടന്റഡ് അല്ല, ഡിസ്കണ്ടന്റ് വേർബ് ഇല്ലടാ, ഡിസ്കണ്ടന്റ് വേർബ് ഇല്ല കേട്ടോ. യെസ്, ഓക്കെ, യെസ്. ഷഫീഖ് സാറേ, എൻ്റെ പൊന്നെ, ഗുഡ് മോർണിംഗ്. എവിടെയായിരുന്നു? ഞങ്ങൾ ഇന്നലെ അല്ലേ, ഞങ്ങളിപ്പോൾ കുറച്ചായി സംസാരിച്ചിരുന്നു. ഷഫീഖ് സാറേ, എനിക്ക് കഴിഞ്ഞില്ല എന്നല്ലേ, കഴിഞ്ഞില്ല. എന്ത് ചെയ്യുന്നത്, ഭയങ്കര സെന്റൻസ്, പിള്ളേരായിരുന്നു. അതുകൊണ്ടാണ് ഓൾവേസ് കീപ്പ് ആൻ ഓൾട്ടർനേറ്റീവ് പ്ലാൻ. സത്യം, പ്ലാൻ എ ഇല്ലെങ്കിൽ പ്ലാൻ ബി. ദ പാർലി കണ്ടക്ടഡ് ബൈ മിസ്റ്റർ ഷമാസ് ടു റിസോൾവ് വാർ ബിറ്റ്വീൻ ഉക്രൈൻ ആൻഡ് റഷ്യ വാസ് ഹോസ്റ്റഡ് ബൈ സോണൽ. യെസ്, ദർ ഇസ് എ പ്രോസ്പെക്ട് ഓഫ് വിന്നിംഗ് ദ കേസ് ആഫ്റ്റർ ദ പാർലി ഓഫ് ഇന്റർലോക്യൂട്ടർ. ഗ്രേറ്റ്. ഡസ് ഹി ഹാവ് ക്രൂൺ എന്ന് പറയോ? ഡസ് ഹി ഹാവ് എ ക്രൂൺ? എ ക്രൂൺ പറയാം. ഒരു ലോ വോയിസ് ആണ് അവൻ, എന്ന് കൊടുക്കാം. ഡസ് ഹി ഹാവ് എ ക്രൂൺ? റഹീം അങ്ങനെ പറയാം, കാര്യം ലോ വോയിസ് ആണ് അവൻ എന്താ വോയിസ് കുറവാണോ? വോയിസ് പറയാം, വോയിസ് ഉണ്ട് കേട്ടോ. ഹാസ് അല്ലേ വേണ്ടതോ? അല്ലല്ല റഹീമെ, ഡസ് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഡസ് ആ ഓക്സിലറി വെർബ്, ഹാവ് ഇവിടെ മെയിൻ വെർബ്, പൊസഷൻ, അവിടെ ഹാസ് കൊടുക്കും. ഡസ് ഹി ഹാവ് തന്നെ കൊടുക്കണം കേട്ടോ. ദേ കോസ്റ്റ് ഹൊയസിം ടു അറ്റൻഡ് ദ പാർലി. ദാറ്റ് ഈസ് ഗ്രേറ്റ്. Hartals is celebrated by us like a festival, but ordinary people have no other alternative other than suffering. Satyam. Alternation ഉണ്ട്. alternation എന്താണെന്നറിയോ? alternation വഴക്ക്. യെസ്, ഓൾട്ടറിന്റെ അശ്വജിത്തെ alternation അല്ലെ, alternation എന്ന് പറഞ്ഞാൽ വഴക്ക്, ആർഗ്യുമെന്റ് ആണ്. യാ, അതല്ല ഈ സിനിമാസിൽ ഒക്കെ ഹസ്കി വോയിസ് പറയാറില്ലേ, അതാ ചോദിച്ചു. ഓ, ആ ഹസ്കി വോയിസ്, അത് ഹസ്കി വോയിസ് കുറച്ചൊരു കനമുള്ള സൗണ്ടാടാ. ഇതല്ല ഹസ്കി വോയിസ്, ലോ വോയിസ് അല്ല, കുറച്ചുകൂടെ ഹൈ പിച്ച്ഡും അല്ല, എന്താ പറയാ, കട്ടിയുള്ള വോയിസ് അല്ല, കുറച്ചുകൂടെ ഹസ്കി. ഇപ്പം എൻ്റെ സൗണ്ട് പറഞ്ഞാൽ എന്താ പറയും, അതൊരു ഹസ്കി വോയിസാണ്. എൻ്റെ വോയിസ് എന്താ വളരെ സോഫ്റ്റ് വോയിസ് അല്ല, എന്നാൽ വളരെ ഹൈ പിച്ച്ഡ് വോയിസ് അല്ല, ഒരു ഹസ്കി വോയിസാണ് എൻ്റെ. മനസ്സിലായോ? അതായത് കുറച്ചൊരു ഘനമുണ്ട് വോയിസിന്, കുറച്ചൊരു ഘനമുള്ള വോയിസ്. ദാറ്റ്സ് ഇറ്റ്. ദാറ്റ് ലോഫ്റ്റി മാൻ ഇസ് എ ക്രൂൺ. അയ്യോ, ക്രൂൺ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വോയിസ് എന്ന് അർത്ഥമല്ലല്ലേ, വോയിസ് അങ്ങനെ അവരെ ക്രൂൺ എന്ന് വിളിക്കാതെ, ക്രൂൺ അല്ല, കറക്റ്റ് അല്ല കേട്ടോ. ആർ ദിസ് ബ്രാക്കറ്റഡ് റഫ് ബൈ ദ സൊസൈറ്റി? Categorized rough. Rogue. Okay. Shreyas Iyer is the alternative for Deepak Huda from the bracket. Okay. Word power made easy എന്ന നോമൻ ലൂയിസ് ബുക്കിന്റെ പറ്റി ഒരു റിവ്യൂ പറയാമോ? അടിപൊളി ബുക്കാ, സൂപ്പർ ബുക്കാ. പക്ഷെ ഒരു കാര്യമുണ്ട്, ബുക്ക് മേടിച്ച് വീട്ടിൽ വെച്ചിട്ട് തലേനായിട്ട് ഉപയോഗിക്കരുത്. അത് പക്കായിട്ടൊരു റെഗുലർ പേഴ്സിൽ ഉപയോഗിച്ച് നോക്കണം, പഠിക്കണം, എന്നാൽ കറക്റ്റാ. അത് നല്ല ബുക്കാണ് അശ്വത്തെ. 100% അതിനോട് കൂടെ നിൽക്കുന്നുണ്ട്. In croon he revealed the in a croon, comma, he revealed the truth. Keta. She was burning with anger and was going to yell, but crooned it as her father was coming. Okay. Only she got job from a bracket. Ingane parayavo. Yes. In our group paraya. Only she got job from our bracket paraya. Okay. Adutha povam. അപ്പോൾ നമ്മുടെ കേരള ഹൈക്കോർട്ട് ട്രാൻസ്ലേറ്ററിൻ്റെ ബാച്ച്, രണ്ടാമത്തെ ബാച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതുപോലെ നമ്മുടെ 1952 രൂപയാണ് 2 വർഷത്തെ വാലിഡിറ്റി. 2 വർഷത്തെ വാലിഡിറ്റി ഉണ്ട് കോഴ്സിന്. ഇപ്പോൾ ഡബിൾ വാലിഡിറ്റി ഓഫർ ഉണ്ട്. കോഡ് മറക്കണ്ട, Y314. ഹൈക്കോർട്ടിൻ്റെ ഷോഫർ പോസ്റ്റ്, ഡ്രൈവർ പോസ്റ്റ് വിളിച്ചിട്ടുണ്ട്. 1952 രൂപയ്ക്ക് നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാം, ഡബിൾ വാലിഡിറ്റിയോടെ കേട്ടോ. 2 വർഷത്തെ വാലിഡിറ്റിയോടെ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ മറക്കണ്ട. ഇനി ഇയർലി, ഈ മറ്റേ ഇയർ അല്ലേ, ഇയർലി അല്ല, എർലി എന്ന് പറഞ്ഞാൽ മറ്റേ എറ അല്ലേ, ഈ എർ എന്ന് പറഞ്ഞാൽ ഈ ഇയറും മാറിപ്പോരുത് കേട്ടോ. ഇയർ ശരിക്കും ഇയർലി എന്ന് തന്നെ പറഞ്ഞു. ഇത് എറാണ്, ഇത് വേർബാണ്. ഈ എർ വേർബാണ്. മിസ്റ്റേക്ക് എന്നാണ് അർത്ഥം. മിസ്റ്റേക്ക്. ടു എർ ഇസ് ഹ്യൂമൻ, ടു ഫോർഗീവ് ഇസ് ഡിവൈൻ എന്ന് പറയുന്ന എർ, ഇത് വേർബ് എറാണ്, ഓർത്തോണം. പക്ഷെ ഈ ഇയർലി എന്ന് പറഞ്ഞാൽ അഡ്വേർബാണ്. ഇയർ എന്ന് പറഞ്ഞാൽ ഇയറി എന്ന വേർബിൻ്റെയാണ്. ഇയറി എന്ന വേർബല്ല, അഡ്ജക്റ്റീവിൻ്റെ. ഇയറി ഓർത്തോർച്ചോണേ, ഇയറി എന്ന വേർബിൻ അഡ്ജക്റ്റീവിൻ്റെ അഡ്വേർബൽ എക്സ്പ്രഷനാണ്. ഇയറി എന്ന് പറഞ്ഞാൽ മിസ്റ്റീരിയസ്, വിയേർഡ്, സ്ട്രേഞ്ച്, എന്തോ ഒരു പന്തികേടുണ്ടല്ലോ, ഓഡ് എന്നൊക്കെ അർത്ഥം. അപ്പോൾ ഇയർലി എന്ന് പറഞ്ഞാൽ മിസ്റ്റീരിയസ്ലി, സ്ട്രേഞ്ച്ലി, വിയേർഡ്ലി, ഓഡ്ലി എന്നൊക്കെയാണ് അർത്ഥം.
ഓർത്ത് വെച്ചോണം. ഓക്കെ, എനിക്ക് ഒരു തവണ ഇത് പറഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത്, പക്ഷെ കുറേ ആയി ഇപ്പോൾ. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഒരു കണക്ഷൻ കിട്ടുന്നുണ്ടാവില്ല, കുറച്ചായി പറഞ്ഞിട്ട്. ഇയറി എന്ന് പറയുന്നത് അഡ്ജക്റ്റീവാണ്. ഇയർലി അതിൻ്റെ വേർബാണ്, ഐ മീൻ അഡ്വേർബാണ്. അതായത് അഡ്ജക്റ്റീവിനോട് എൽവ ഇട്ട് കൊടുത്താൽ നമുക്ക് അഡ്വേർബ് കിട്ടുമെന്ന് അറിയാലോ. അത് മിസ്റ്റീരിയസ്ലി, സ്ട്രേഞ്ച്ലി, വിയർഡ്ലി, ഓഡ്ലി എന്നൊക്കെ. അടുത്ത വയബിൾ ആണ്. ഇറ്റ്സ് എ വയബിൾ ഓപ്ഷൻ, ഇറ്റ്സ് എ പ്രാക്ടിക്കൽ ഓപ്ഷൻ. നടക്കും, അത് നടക്കും കേട്ടോ. വയബിൾ, വർക്കബിൾ, ഫീസിബിൾ, പ്രാക്ടിക്കൽ, അതാണ്. അടുത്ത സ്റ്റേക്ക്. അറ്റ് സ്റ്റേക്ക് വേറെ. അറ്റ് സ്റ്റേക്ക് എന്ന് പറയുന്ന ഫ്രേസൽ വേർബ് ഇവിടെ ഓർത്തോണം കേട്ടോ. ഓരോന്ന് പഠിക്കുമ്പോഴും മറ്റേ ഓർമ്മയുള്ള കാര്യങ്ങളൊന്നും വിട്ടുപോകരുത്. അറ്റ് സ്റ്റേക്ക് കേട്ടിട്ടില്ലേ? എന്നാൽ കഴിഞ്ഞ ദിവസം ആരും എന്നോട് ചോദിച്ചായിരുന്നു അറ്റ് സ്റ്റേക്ക്. അപ്പോൾ അറ്റ് സ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ അറ്റ് റിസ്ക് ആണ്. അറ്റ് റിസ്ക് ആണ്, അത് ഫ്രേസ് ആണ്. അറ്റ് സ്റ്റേക്ക് ഫ്രേസാ. പക്ഷേ സ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നൗണായിട്ട് വേർബായിട്ട് ഉപയോഗിക്കുക. പോസ്റ്റ്, പോൾ, സപ്പോർട്ട് എന്നർത്ഥമുണ്ട്. ഐ എം നോട്ട് ഗോയിങ് ടു ഗിവ് യു സ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ നിനക്ക് മറ്റേ സ്റ്റീക്ക് അല്ല കേട്ടോ. മറ്റേ നമ്മൾ കഷ്ണം, മീറ്റ് കഷ്ണത്തിന് പറഞ്ഞ സ്റ്റീക്കില്ലേ, ആ സ്റ്റീക്ക് അല്ല. ഇത് സ്റ്റേക്ക് ആണ്. സ്റ്റേക്ക്, ഈ സ്റ്റേക്കിന്റെ അർത്ഥം, സ്പെല്ലിംഗ് STAKE സ്റ്റേക്ക്. മറ്റേ സ്റ്റേക്ക് STEAK സ്റ്റേക്ക് ആണ്. അത് തിന്നുന്നത് അല്ലേ പറയാം. അത് നൗണായിട്ട് ഉപയോഗിക്കും. ഇത് നൗണും വേർബുമാണ്. പോസ്റ്റ്, പോള്, സപ്പോർട്ട് എന്ന് പറയാം. അപ്പോൾ സ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക, പ്രോപ്പ് ചെയ്യുക. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചായിരുന്നത് സ്റ്റേക്ക്. അപ്പോൾ നിങ്ങളോട് ചോദിച്ചു സ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റ് സ്റ്റേക്ക് എന്താ മിസ്സേ എന്ന് ചോദിച്ചായിരുന്നു അല്ലേ? ചോദിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്, തന്നെ പറയാണ്. ഓക്കെ, ലെറ്റ്സ് സീ. ഓക്കെ, ഷീ വാസ് ബേണിംഗ് എന്ന് പറഞ്ഞായിരുന്നു. ക്രൂണിങ് ഈസ് മൈ ഹോബി ഇൻ ഫ്രീ ടൈംസ്. ഫ്രീ ടൈമിൽ ഉള്ള പരിപാടിയാണോ? കൊള്ളാം. ഫ്രീ ടൈംസ് അല്ല, ഫ്രീ ടൈം കേട്ടോ. ടൈം പ്ലൂറലും ഇല്ല. ടൈമിൻ്റെ പ്ലൂറിൽ, മറ്റേ ടൈം പ്ലൂറിൽ എന്ന് പറഞ്ഞാൽ റിപ്പറ്റീഷൻ എന്നർത്ഥമാണ്. ടൈംസ് റിപ്പറ്റീഷൻ, അല്ലെങ്കിൽ ടൈംസ് ഓഫ് ഇന്ത്യ, ഒക്കേഷൻസ് ഉണ്ട്. ഇവിടെ അമൽ ഉദ്ദേശിക്കുന്ന ടൈം ഫ്രീ ടൈം, സമയമാണ്. അപ്പോൾ സമയത്തിന് നമ്മൾ പറയുന്ന ഫ്രീ ടൈമാണ്, നോട്ട് ടൈംസ്. ഷീ ഈസ് എ ബ്രേവസ്റ്റ് ഗേൾ ഫ്രം അവർ ബ്രാക്കറ്റ്. ദാറ്റ്സ് ഗ്രേറ്റ്. His crude and feeble voice lost his life. Robbery. Okay. When the teacher asked him to a question, a question. Illilla. When the teacher asked him to question his, അങ്ങനെയല്ല. When the teacher asked him a question, to അവിടെ വേണ്ടട്ടോ അനക. When the teacher asked him a question, his answer with crude made the teacher angry. Comma ഇട്ട് കൊടുക്കണം അവിടെ. When the teacher asked him a question, to വേണ്ട, question into comma, his answer with crude made the teacher angry. I am croon inside my, I am croon inside. എന്താ അവിടെ ക്രൂൺ കൊടുത്തേക്കണേ? ഓ, ഐ എം ക്രൂണിങ് കൊടുക്കണം നന്ദിഷ. ഐ എം ഹമ്മിങ് അല്ലേ, ഞാൻ പാട്ട് പാടിക്കൊണ്ടിരിക്കുക എൻ്റെ തലയിൽ അല്ലേ. ഐ എം ക്രൂണിങ് ഇൻസൈഡ് മൈ ഹൗസ് ബട്ട് വിൽ ബിക്കം അനദർ പേഴ്സൺ ആസ് സൂൺ ആസ് ഐ സ്റ്റെപ്സ് ഔട്ട് ഓഫ് മൈ ഹൗസ്. സത്യം, ഞാൻ വീട്ടിൽ കിടന്ന് അങ്ങനെ തന്നെയാണ്, ഇങ്ങനെ പാടിക്കൊണ്ടേ നടക്കും. അപ്പോൾ മമ്മി പറയും, ഓഹോ ഒന്ന് മിണ്ടായിരിക്കാവോ, ചെവി തലം കേൾപ്പിക്കാവോ എന്ന് ചോദിക്കും. അതുകൊണ്ട് എനിക്ക് മമ്മി ഇഷ്ടമല്ല. ഒരു എന്താ പറയുക, ഒരു ആസ്വാദക പ്രിയ അല്ലാത്തൊരു സ്ത്രീയാണെന്ന് ഞാൻ പറയും മമ്മിയോട്. എന്ത് സ്വഭാവം മമ്മി, കലയെ ഇഷ്ടമല്ലാത്ത ഒരാളല്ല മമ്മി എന്നൊക്കെ പറഞ്ഞാൽ മമ്മി ഞാൻ എപ്പോഴും വഴക്കുണ്ടാക്കും. ഞാൻ മമ്മിയും ഒരു ആർട്ടിസ്റ്റിക് മനോഭാവം ഇല്ലാത്ത അല്ലെ, കലാകാരന്മാരെ സപ്പോർട്ട് ചെയ്യാത്തൊരു സ്ത്രീ എന്ന് പറഞ്ഞാൽ മമ്മീനെ എപ്പോഴും വഴക്കുണ്ടാക്കാറുണ്ട്. എൻ്റെ കഴിവിനെ അവർ തിരിച്ചറിയാറില്ല. നീ ഷീ ഹാഡ് എ ഇയർലി സ്മൈൽ അല്ല, ഇയറി സ്മൈൽ. മിസ്റ്റീരിയസ് ആണെങ്കിൽ ഇയറി എന്ന് കൊടുക്കണം. ഇർഫാന, കാര്യം അഡ്ജക്റ്റീവാണ് നമുക്ക് വേണ്ടത്. ഹിപ്പോക്രൈറ്റ് നന്ദിഷ അല്ലേ, സത്യം നന്ദിഷൻ ഹിപ്പോക്രൈറ്റ് ആണെന്ന്. എന്താ ചെയ്യുക. മൊണലിസ ഹാസ് എ ഇയറി സ്മൈൽ പക്ക. യെസ്. ബെയർ സ്റ്റേക്ക് സിനോണിം അല്ലേ മിസ്സേ? ബെയർ ചെയ്യുക ഇല്ലടാ, അല്ല. ബെയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ഹോൾഡ് ചെയ്യുക, വഹിക്കുക. പക്ഷെ ആ ബെയറും ഈ ബെയറും ഡിഫറെൻ്റ് അല്ലേ? സിനോണിമസ് ആയിട്ട് വേണം പറയാം, കുഴപ്പമില്ല. ഓക്കെ, പറയാം. അല്ലാതെ കുറച്ച് വ്യത്യാസമുണ്ട് അതിന്. അത് സപ്പോർട്ട് ബെയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാൻ ഹോൾഡ് ചെയ്യുക, വഹിക്കുക എന്നാണ്. പക്ഷേ ഈ സപ്പോർട്ട് ഈസ് സംതിങ് ഡിഫറെൻറ്റ്, അതാണ് ഞാൻ പറയുന്നത്. യെസ്, ദേ ഹാഡ് ദ റൈറ്റ് ടു സീക്ക് ഓൾട്ടർനേറ്റീവ്. പക്ഷേ സിനോണിമസ് ആണ്. യെസ്, ദേ ഹാഡ് ദ റൈറ്റ് ടു സീക്ക് ഓൾട്ടർനേറ്റീവ് എംപ്ലോയ്മെന്റ്. യെസ്, ഇയർ ഇസ് മൈ ലെഡ് ദം ടു റീഇൻഫോഴ്സ് ദ പ്രോബ്. ഓക്കെ, പാർട്ടി ചീഫ് took a viable decision when the parley came to a scuffle. The freebies provided by Shammas to win the election is taken by his party. എൻ്റെ പൊന്നെ, തുടങ്ങിയ ആരതിയും ഷമ്മാസ് വീണ്ടും. ഹർ ഇയർലി ബിഹേവിയർ, ഇയർലി അല്ലടാ ഷൈനി, ഇയറി ബിഹേവിയർ. ഇയർലി എന്ന് പറയുമ്പോൾ അഡ്വേർബാ. അത് അഡ്ജക്റ്റീവിൻ്റെ കൂടെയോ അല്ലെങ്കിൽ വെർബിൻ്റെ കൂടെയോ പ്രപ്പോസിഷൻ്റെ കൂടെയൊക്കെ ഉപയോഗിക്കുന്നത്. ഇവിടെ എന്താ ഉപയോഗിച്ചത് നമ്മൾ? നൗണിൻ്റെ കൂടെ. ബിഹേവിയർ നൗൺ അല്ല, അപ്പോൾ നൗണിൻ്റെ കൂടെ അഡ്ജക്റ്റീവ് ഉപയോഗിക്കുക. ഇയറിസ് ബിഹേവിയർ വാസ് ഫൗണ്ട് ബൈ ഹർ ടീച്ചർ കേട്ടോ. He attained in a higher stake, but he is at a stake because of that. Yes, good. She is a bathroom crooning one. കൊള്ളാം. ബാത്റൂമിൽ ക്രൂൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. കൊള്ളാം. ഹമ്മിങ് വൺ കൊള്ളാം. Both central government and people doesn't stake K-Rail project, so the project is at stake. Yes. എന്നാൽ ഇവിടെ പാടും മെസ്സേജ് ഞങ്ങൾ കേൾക്കാം. ഇവിടെ പാടിയ കോപ്പിറൈറ്റ് വരും. ഞാൻ 2 സെഷനിൽ ഷെഫീഖ് സാറിനോട് ഞാൻ 2 സെഷനിൽ കയറി. 2 സെഷനിൽ ഞാൻ പാട്ട് പാടിയിട്ട് ആ 2 വീഡിയോസിന് കോപ്പിറൈറ്റ് ക്ലെയിം വന്നു. ഇനി ഞാൻ പാടിയിട്ടുണ്ടെങ്കിൽ എന്നെ കമ്പനിയിൽ നിന്ന് പുറത്താക്കും. അതുകൊണ്ട് എന്നോട് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു റിൻറ്റു പാടണ്ട. എന്നോട് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയക്കും റിൻറ്റു പാടണ്ട. ക്വയറ്റ് എന്ന അർത്ഥത്തിലാണ് പാടിക്കൊണ്ടിരിക്കുന്ന എന്നല്ല. ഓ നീ ക്വയറ്റാന്നാണ് പറയുന്നത്. ഓ
ആ തലയിൽ കൂടെ ബ്രെയിനിൽ കൂടെ പാടുന്നതാണ് ഉദ്ദേശിച്ചത്. ഞാൻ വിചാരിച്ചു ഞാൻ പാട്ട് പഠിക്കുന്നത് ഈ മൂളിപ്പാട്ടാണ്. ഇറ്റ് ഇസ് നോട്ട് വയബിൾ ടു സ്റ്റേക്ക് യുവർ ടാലന്റ്, ദാറ്റ്സ് വൈ ഷി ഗ്രാപ്പിൾസ് വിത്ത് യു. യെസ്. കെ പി കൂടെ പിന്നെ തിരിച്ചു വന്നോ? നീ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വന്നാലേടാ. ഇപ്പം മാം പറഞ്ഞത് മമ്മി കേൾക്കുന്നുണ്ടാവില്ലേ? പിന്നെ മമ്മിക്ക് അറിയാം, ഞാനും മമ്മി തമ്മിൽ എന്താ പറയുക, പ്രത്യക്ഷത്തിലും അല്ലാതെയും ഞങ്ങൾ തമ്മിൽ വഴക്കാം. ഞങ്ങൾ വീട്ടിൽ എപ്പോഴും പറയും, ഓ ഞാനും മമ്മി എപ്പോഴും പോരാളികളാണ്, വീട്ടിലെ പോരാളികളാണ് രണ്ടുപേരും. എന്താ പറയുക, ലോകത്തിലെ ഏറ്റവും വലിയ പോരാളി എൻ്റെ മമ്മിയെന്ന് മമ്മിയുടെ വിചാരം. അപ്പോൾ ഞാൻ മമ്മിയോട് പറയും, ഞാൻ അതിലും വലിയ പോരാളി, ഞങ്ങളുടെ കൂടെ തമ്മി പോരാ. എന്താ പറയുക, ചുമ്മാ വഴക്കും വെക്കാണോ ഒക്കെ ആയിട്ട് രസാട്ടോ. ഫാമിലി ലെഡ് ആൻ ഇയറി ലൈഫ്, സോ ദ നെയ്ബേഴ്സ് സ്മെൽറ്റ് എ റാറ്റ്. ഓക്കെ, അല്ലെങ്കിൽ കഴിവില്ലാത്തവരോ ലോകം അംഗീകരിക്കില്ല രാമൻകുട്ടി. കഴിവില്ലാത്തവരോ, കഴിവുള്ളവരില്ലേടാ അംഗീകരിക്കാത്ത റഹീമേ. ഇത് കൊള്ളാം. Shiny adopted viable methods to resolve corruption. That is great. People, moving to the article. നമ്മുടെ ആർട്ടിക്കിളിലോട്ട് പോകാം. This is the article, talent and recognition. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ സയന്റിസ്റ്റുകൾ ഒരുപാട് ചെറിയ ചോട്ടു സയന്റിസ്റ്റുകളുണ്ടല്ലേ, ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ വളർന്നു വരുമ്പോൾ അവർക്ക് എന്ത് വേണം? സപ്പോർട്ട് വേണം. എവിടുന്ന? സൊസൈറ്റീൻ്റെ സപ്പോർട്ട് വേണം, അല്ലെ അക്ലെയിം കിട്ടണം, പ്രൈസ് കിട്ടണം. എന്നാലേ അവർക്ക് ആ മുന്നോട്ട് പോകാനുള്ള ഒരു മോട്ടിവേഷൻ ഒക്കെ കിട്ടുള്ളൂ അല്ലേ. അപ്പം അതിനെ പറ്റിയാണ് ഇന്നത്തെ ആർട്ടിക്കിൾ. ലെറ്റ്സ് ലുക്ക് അറ്റ് ദാറ്റ് ആർട്ടിക്കിൾ പീപ്പിൾ. അപ്പോൾ ഇതുവരെയുള്ള വൊക്കാബുലറി മനസ്സിലായെങ്കിൽ നമ്മുടെ ലൈവിലുള്ള പിള്ളേരൊക്കെ എന്തെടുക്കുക? ഷോ മി സം ലവ് ആൻഡ് സപ്പോർട്ട്. വീഡിയോ ഇഷ്ടപ്പെടുന്ന ഒരു ലൈക്ക് ഇട്ട പിള്ളേരെ, അതുപോലെ തന്നെ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ എഡിറ്റോറിയൽ കമ്മ്യൂണിറ്റി വളരട്ടെ അല്ലേ. വിനു പാടിയടാ, അതൊരു ഒന്നും പറയണ്ട, പാടിക്കഴിഞ്ഞപ്പോൾ പണിവാളിയില്ലേ. എന്താ ചെയ്യുക? സിബ്ലിങ്സ് ടേക്സ് മീ ഇൻ മൈ പസ്ലിംഗ് സിറ്റുവേഷൻസ്. ഓക്കെ, ദാറ്റ്സ് ഗ്രേറ്റ്. യെസ്. എന്നാലും മലയാളത്തിൽ മറ്റൊരു വാനമ്പാടിയാണ് നമ്മുടെ റിന്റു മിസ്. ഓ എൻ്റെ പൊന്നടാവേ, തുടങ്ങി. ശരി കെവിക്കുട്ടൻ, സന്തോഷമായി, തൃപ്തിയായി. ഓക്കെ പീപ്പിൾ, ലെറ്റ്സ് റീഡ്. ടാലന്റ് ആൻഡ് റെക്കഗ്നിഷൻ. അവാർഡ്സ് ഇൻ സയൻസ് ആർ എ സോഴ്സ് ഓഫ് എൻകറേജ്മെന്റ് and should not be cut down. ശരിക്കും പറഞ്ഞാൽ സയൻസ് ഫീൽഡിൽ അവാർഡ്സ് നമ്മൾ കൊടുക്കുന്ന ഒരു എൻകറേജ്മെന്റ് ഭാഗമായിട്ടാണ്, അല്ലാതെ അതിനെ ഒരിക്കലും നമ്മൾ കട്ട് ഡൗൺ ചെയ്യരുത്, അത് നമ്മൾ റെഡ്യൂസ് ചെയ്ത് കളയരുത്, അതിനെ നമ്മൾ വേണ്ടായ്മ വെക്കരുത് എന്നാണ് ഇവിടെ ആർട്ടിക്കിളിൽ പറയുന്നത്. ഇറ്റ് ഷുഡ് നോട്ട് ബി റെഡ്യൂസ്ഡ് എന്നാണ് പറയുന്നത്. നോക്കാം. The center has decided that awards, prizes and fellowships by various ministries and departments needs a wholesale relook. The Ministry of Home Affairs, which is executing this directive, has moved much beyond its usual remit of awards for police officers and gallantry medals and erupted into the world of scientific and medical research. India's scientific ministries recently made presentations to the Union Home Secretary Ajay Bala on awards given to scientists at different stages of their career. They also had to list out which were. നോക്കാം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ സെൻറ്റർ പറഞ്ഞിട്ടുണ്ട് അവാർഡ്സിന് എന്ത് ചെയ്യാൻ പോവാണ്, അവാർഡ്സിനെയും പ്രൈസസിനെയും അതുപോലെ ഫെലോഷിപ്സ് ഒക്കെ പല വേരിയസ് മിനിസ്ട്രീസിൽ നിന്ന് വരുന്ന, അതുപോലെ ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ വരുന്നതിനൊക്കെ ഒന്ന് നമുക്കൊന്ന് റീലുക്ക് ചെയ്യണം, നമുക്കൊന്ന് പുനർപരിശോധിക്കണം എന്ന് പറയും. എന്തിനാണ്? അപ്പോൾ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ആണ് ഇതിൻ്റെ ഈ ഡയറക്റ്റീവിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്. അതിനെ പ്രാബല്യത്തിൽ കൊണ്ടുവരുന്ന മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ആണ്. അപ്പം ഇവർ പറയുന്നത് അതിനേക്കാളും ഇതിനേക്കാളും ലിമിറ്റിനേക്കാളും എന്താ പറയുക, ആ ഒരു റെമിറ്റിനേക്കാളും നമ്മൾ പറയില്ലേ, ഇതിനേക്കാളും അവാർഡ്സിനെ പറയുകയാണ്. പോലീസ് ഓഫീസേഴ്സിന് ഇപ്പോൾ ഗാലറി മെഡൽസ് ഒക്കെ നമ്മൾ കൊടുക്കില്ല. യൂഷ്വൽ സ്കോപ്പിലുള്ള ഈ ഒരു ആംബിറ്റിൽ നിന്ന് സംസാരിക്കുവാണെങ്കിൽ അവാർഡ്സ് സാധാരണ നമ്മൾ കൊടുക്കുന്ന പോലീസ് ഓഫീസേഴ്സ് ഗാലറി അവാർഡ്സും മെഡൽസ് ഒക്കെ കൊടുക്കാറുണ്ടല്ലേ. മാത്രമല്ല അതിങ്ങനെ ഇറപ്റ്റ് ചെയ്ത് വരുവാണ്. ഇപ്പോൾ നമ്മൾ വേൾഡിലെ സയൻറ്റിഫിക് റിസർച്ച് മെഡൽസിലൊക്കെ വരാറുണ്ടല്ലോ, അതിനൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ. അതിനെപ്പറ്റിയൊക്കെയാണ് കൊടുക്കുന്നത്. ഇതെല്ലാം കൊടുക്കുന്ന ഇതൊക്കെ കൊടുക്കുന്ന ഡയറക്റ്റീവ് കൊടുക്കാൻ വരുന്നത് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ആണ്. അപ്പോൾ ഇന്ത്യയുടെ സയൻറ്റിഫിക് മിനിസ്ട്രി റീസെന്റ് പറഞ്ഞു, പ്രസന്റേഷൻസ് നടത്തിയിരുന്നു. അങ്ങനെ യൂണിയൻ ഹോം സെക്രട്ടറി പറഞ്ഞു, യൂണിയൻ ഹോം സെക്രട്ടറി അജയ് ബാലയെ പറഞ്ഞു അവാർഡ്സ് കൊടുക്കണം ഇല്ലേ, ഡിഫറെൻറ്റ് സ്റ്റേജസിൽ അവരുടെ കരിയറിൽ നമ്മൾ എന്ത് കൊടുക്കണം, അവാർഡ്സ് കൊടുക്കണം സയൻറ്റിസ്റ്റുകൾക്ക് എന്ന് പറഞ്ഞിട്ടാണ് നിർത്തിയേക്കണേ. ഇതാണ് നമ്മുടെ അവസ്ഥ. ഓൺവേർഡ്സ് കൊടുത്തു വിടണം അല്ലേ, നമുക്ക് അവരിലോട്ട് കൊടുക്കണം എന്നൊക്കെയാണ് പറയുന്നത്. പ്രസന്റേഷൻസ് അതിനുവേണ്ടി അതിനെപ്പറ്റി കൊടുത്തിരുന്നു. അപ്പോൾ അവിടെ ഇവരോട് പറഞ്ഞു, പക്ഷേ ഒരു കാര്യം കൂടെ ഉണ്ട്, അവിടെ നമ്മൾ ലിസ്റ്റ് ഔട്ട് ഇടണം, ലിസ്റ്റ് കൂടെ ചെയ്യണം, ലിസ്റ്റ് ഔട്ട് ചെയ്ത് കൊടുക്കണം വിച്ച് വേർ നാഷണൽ അവാർഡ്സ് ആൻഡ് വിച്ച് വേർ ഫണ്ടഡ് ഔട്ട് പ്രൈവറ്റ് എൻഡോവ്മെന്റ്സ്. അപ്പോൾ അവിടെ ലിസ്റ്റ് കൃത്യമായിട്ട് കൊടുക്കണം, എന്ത് ഡിഫറൻസിയേഷൻ കൊടുക്കണം, ഏതൊക്കെയാണ് നാഷണൽ അവാർഡ്സ് എന്നും ഏതൊക്കെയാണ് പ്രൈവറ്റ് എൻഡോവ്മെന്റ്സ് കൊടുക്കുന്ന പ്രൈവറ്റ് ഫണ്ടിങ് ആയിട്ടുള്ള അവാർഡ്സ് എന്നുള്ള ലിസ്റ്റ് വേണം എന്നും പറയുന്നുണ്ട്. അപ്പോൾ നോക്കാം അതിനെപ്പറ്റി. Though a final call is yet to be taken, ഇതുവരെ എടുത്തിട്ടില്ല. The quorum and thus consisted of secretaries or the head of each of these ministries was of the opinion that most awards ought to be done away with and ministries could either retain only some of the national awards or institute one or two high status awards. The rationale for pruning, Mr. Bala has said, follows from a vision of Prime Minister Narendra Modi regarding transformation of awards ecosystem. In 2018, Mr. Modi had said that this government had modified the system of Padma Awards and ensured it recognized
അപ്പോൾ പറഞ്ഞു വരുന്നത് എന്തുകൊണ്ടാണ് ഈ പറയാൻ കാരണം എന്നും കൂടെ പറഞ്ഞു വരുന്നുണ്ട്. നമുക്ക് ആ കാരണത്തിലോട്ട് വരാം. ഡിസിഷൻ ഇതുവരെ എടുത്തിട്ടില്ല, നമ്മുടെ കോറം ഇതുവരെ ഡിസിഷൻ എടുത്തിട്ടില്ല, ബേസിക് ആയി ആൾക്കാർ തീരുമാനിച്ചിട്ട് ഡിസിഷൻ ഒന്നും എടുത്തിട്ടില്ല. പക്ഷേ ഇതിൽ നിന്ന് പറഞ്ഞാൽ ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഈ കോറത്തിൽ ആരൊക്കെ ഉള്ളതെന്ന് അറിയാം. ഈ കോറത്തിൽ നമുക്ക് സെക്രട്ടറീസ് ഉണ്ട്, ഈ പറയുന്ന ഇതിൻ്റെ സെക്രട്ടറീസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദ മിനിസ്ട്രിയുടെ ഹെഡ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇവരാണ് തീരുമാനം എടുക്കേണ്ടത്. അപ്പോൾ ഇവർ പറയുന്നുണ്ട് ഇത് നമ്മൾ എന്ത് ചെയ്യണം, ഡു അവേ ചെയ്യണം, ഇതിന് നമ്മൾ എന്ത് ചെയ്യണം, ഇതിനൊരു എൻഡ് കൊടുക്കണം, പുട്ട് അവേ വിത്ത് ഈ അവാർഡ്സ് ഒക്കെ എന്ത് ചെയ്യണം, എൻഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. പുട്ട് ആൻ എൻഡ് ടു ഇറ്റ്, അബോളിഷ് ചെയ്യണം. അതായത് എൻഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇത് അബോളിഷ് ചെയ്യുക, അത് തന്നെ പറയാം. ഈ അവാർഡ്സ് ഒക്കെ അബോളിഷ് ചെയ്യണം തന്നെയാണ് ഇവരുടെ ഇത്. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചിനെ റീറ്റെയിൻ ചെയ്യാം, കുറച്ച് അവാർഡ്സ് റീറ്റെയിൻ ചെയ്യാം. അത് നാഷണൽ അവാർഡ്സ് മാത്രം ഒന്ന് റീറ്റെയിൻ ചെയ്യാമെന്നും പറയുന്നുണ്ട് അല്ലേ. അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് വേണം, ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള വണ്ണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹൈ സ്റ്റേറ്റസുള്ള 2 അവാർഡുകളും വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, റീറ്റെയിൻ ചെയ്യാം. അല്ലാതെ അവാർഡുകളൊക്കെ നമുക്ക് അബോളിഷ് ചെയ്ത് കളയാമെന്നാണ് ഇവരുടെ അഭിപ്രായം, മിനിസ്ട്രിയിലോട്ട് വരാൻ പോകുന്നവരുടെ അഭിപ്രായം പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ള ലോജിക്ക് എന്താണെന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ ലോജിക്ക് എന്താ, ഈ പ്രൂണിങ്ങിൻ്റെ ലോജിക്ക് എന്താ, പ്രൂണിങ് കട്ട് ഡൗൺ ചെയ്യുന്നതിൻ്റെ ലോജിക്ക് എന്താണെന്ന് ചോദിക്കുമ്പോൾ മിസ്റ്റർ ബാല പറയുന്ന ഇതാണ്. നമ്മുടെ നരേന്ദ്രമോദി ഒരിക്കൽ പറയണ്ടായി, നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഒരിക്കൽ പറയണ്ടായി, അദ്ദേഹത്തിൻ്റെ വിഷനായിരുന്നാണ് പറയുന്നത്. ഇത് നരേന്ദ്രമോദിജിയുടെ വിഷനാണ്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് വെച്ചാൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് അവാർഡ്സ് എക്കോസിസ്റ്റം, നമ്മൾ എന്ത് ചെയ്യണം, അവാർഡിൻ്റെ എക്കോസിസ്റ്റം എന്ത് ചെയ്യണം, ട്രാൻസ്ഫോം ചെയ്യണം, മാറ്റങ്ങൾ അനിവാര്യമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആണ് ഈ പറഞ്ഞ അവാർഡുകൾ കട്ട് ഷോട്ട് ചെയ്യുന്നതെന്നാണ് മിസ്റ്റർ ബാലാജി പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ 2018 മോദിജി പറഞ്ഞായിരുന്നു, ഈ പറയുന്ന ഞങ്ങളുടെ ഗവൺമെൻറ് വന്നേ പിന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്താ, ഞങ്ങളുടെ പത്മ അവാർഡ് കൊടുക്കുന്നതിൽ അവാർഡുകളിലെ മാറ്റങ്ങളൊക്കെ ഞങ്ങൾ കൊണ്ടുവന്ന എന്നൊക്കെ പുള്ളിക്കാരൻ പറഞ്ഞായിരുന്നു. എൻഷോർഡ് ഇറ്റ് റെക്കഗ്നൈസ്ഡ് ഓർഡിനറി പീപ്പിൾ ഡ്യൂറിംഗ് സെൽഫ്ലെസ് വർക്ക്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഒരുപാട് സെൽഫ്ലെസ് വർക്കിന് അംഗീകരിക്കാൻ തുടങ്ങി, റാദർ ദാൻ വെൽ നോൺ പേഴ്സണാലിറ്റീസ് അല്ലേ. പണ്ടൊക്കെ വെൽ നോൺ പേഴ്സണാലിറ്റീസിന് മാത്രം അവാർഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞങ്ങൾ വന്നേ പിന്നെ പത്മ അവാർഡ്സിന് മാറി അല്ലേ, അതിൻ്റെ മുഖമേ മാറിപ്പോയി. ഞങ്ങൾ വലിയ പേഴ്സണാലിറ്റീസിനൊന്നും പേര് കേട്ടവർക്കല്ല കൊടുക്കുന്നത്, ഞങ്ങൾ സെൽഫ്ലെസ് വർക്ക് ചെയ്യുന്ന സാധാരണക്കാരായ ആൾക്കാരെ നോക്കിയിട്ട് പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ ജീവിക്കുന്നത്, പാവപ്പെട്ട സർക്കാരാണ് ഞങ്ങളുടെ എന്നൊക്കെ നമ്മുടെ മോദിജി പറഞ്ഞായിരുന്നു ഉള്ളതാണേ. മിസ്റ്റർ ബാല പറഞ്ഞു, മിസ്റ്റർ ബാല ഹാസ് സെഡ് ought to be restricted and have transparent selection process. അപ്പോൾ നമ്മൾ എന്താ പറയുന്നത്, അപ്പോൾ ഈ പറയുന്ന കാര്യത്തിൽ റെസ്ട്രിക്ഷൻസ് വേണം ചില കാര്യങ്ങൾക്കൊക്കെ, അതുപോലെ തന്നെ ചില ഒരു ട്രാൻസ്പെറൻറ്റ് സെലക്ഷൻ പ്രോസസ് വരണം. അതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന കട്ട് ഷോട്ട് ചെയ്യുന്നതെന്നാണ് ഇപ്പോൾ ഇവരുടെയൊക്കെ വാദം. അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് നോക്കാനുള്ളത് എന്താണ് ഇതിൻ്റെ അനന്തരഫലം, വാട്ട് ആർ ദ കോൺസിക്വൻസ് ഓർ ഔട്ട്കംസ് ദാറ്റ് ഈസ് ഗോയിങ് ടു ബി occurring എന്നാണ്. Let's see. Awards and prizes recognize achievement, but in science and medical research, they are also meant to spur young scientists towards loftier, imaginative goals. Unlike in sport or even gallantry awards, where it is relatively easier to define a set of benchmarks and confer medals on achievers, scientific research is open-ended, circuitous, and, as the history of science reveals, punctuated by lucky breaks. It is possible to train talented. ബാക്കി എന്തിലും നമുക്ക് പറയാം, നമുക്കൊരു ഞാനൊരു അച്ചീവ്മെൻറ്റ് നേടിക്കഴിഞ്ഞിട്ട് എനിക്ക് അവാർഡ് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്കറിയാം, അത് ഉള്ളതാണ് അല്ലേ. എല്ലാ അവാർഡുകളും അങ്ങനെയാണ്, ഒരു അച്ചീവ്മെൻ്റ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഒരു അച്ചീവ്മെൻറ്റിനേക്കാളും അധികമായിട്ട് സയൻസിൽ നമ്മളൊരു അച്ചീവ്മെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ, സയൻസിൽ നമുക്ക് അല്ലെങ്കിൽ മെഡിക്കൽ റിസർച്ചിൽ, സയൻസിൻ്റെ കാര്യത്തിൽ മെഡിക്കൽ റിസർച്ചിലോട്ടും വരികയാണെങ്കിൽ അവിടെ അച്ചീവ്മെൻ്റ് എന്ന് പറയുകയാണെങ്കിൽ അതിനെ ശരിക്കും ഇതൊരു സ്പറാണ്, ഇതൊരു മോട്ടിവേഷനാണ് അല്ലേ. ടു മോട്ടിവേറ്റ്, സ്റ്റിമുലേറ്റ്, എൻകറേജ് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മുടെ യങ് ടാലൻറ്റഡ് ആയിട്ടുള്ള സയൻറ്റിഫിക് മൈൻഡുകളുണ്ടല്ലോ, സയൻറ്റിസ്റ്റുകളുണ്ടല്ലോ, അവരെ അങ്ങ് വലിയ നിലയിലെത്തിക്കാനായിട്ട്, ഇമാജിനേറ്റീവ് ഗോൾസിലോട്ട് എത്തിക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞ അവാർഡ്സ് അല്ലേ. നമ്മുടെ നൊബേൽ പ്രൈസ് ഫോർ ഇക്കണോമിക്സ്, നൊബേൽ പ്രൈസ് ഫോർ ഫിസിക്സ് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുമ്പോൾ നമുക്ക് തന്നെ കേൾക്കുമ്പോൾ തോന്നും, അയ്യോ എന്തോരം ഇന്ത്യക്കാരല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നതൊക്കെ നമ്മൾ ചിന്തിക്കും അല്ലേ. അപ്പോൾ സ്പോർട്സിലാണെങ്കിലും ഗാലറി അവാർഡ്സിലാണെങ്കിലും അവർ ചെയ്ത അവരുടെ പ്രവർത്തിക്കുള്ള ഒരു അച്ചീവ്മെൻറ്റ് അവാർഡല്ലേ കൊടുക്കുന്നത്. പക്ഷേ അവിടെ നമുക്കൊരു റിലേറ്റീവ്ലി നമുക്ക് പറയാം, ഒരു സ്പോർട്ടിലൊരു സെറ്റ് മാർക്കുണ്ട്. ഒരു എന്താ പറയുക, സ്പോർട്ടിൽ പറയുകയാണെങ്കിൽ ഒരു ഇത്ര സെറ്റ് മാർക്കുണ്ട്. ഗാലറി അവാർഡ്സിലും അതൊരു സെറ്റ് മാർക്ക് കിട്ടുന്നുണ്ട്. ആ സെറ്റ് മാർക്സ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മെഡൽസും അച്ചീവേഴ്സിന് കൊടുക്കാം അല്ലേ. പക്ഷേ സയൻറ്റിഫിക് ഇത് പറയുമ്പോൾ സയൻറ്റിഫിക് ടെമ്പർ ഇസ് ലിറ്ററലി, സയൻറ്റിഫിക് ടെമ്പർ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, സയൻറ്റിഫിക് ടെമ്പർ ഇസ് ഓപ്പൺ എൻഡഡ് ആണ്. ഒരു സർക്യൂട്ട് എന്നാണ്, ഒരു കുടുക്ക് പിടിച്ച സംഭവം, ഇൻഡയറക്റ്റ്. നമുക്കത് കിട്ടി അല്ലേ. ചിലപ്പോൾ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ 10,000 വട്ടം ട്രൈ ചെയ്തിട്ട് നമ്മുടെ എഡിസൻ്റെ കഥ പറയുന്ന പോലെയാണ്. ഹിസ്റ്ററി ഓഫ് സയൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, അത് ലക്കി ബ്രേക്സാണ്. ചിലപ്പോൾ കിട്ടിയില്ലേ, കയ്യാലപ്പുറത്ത് തേങ്ങയാണ്, വേണമെങ്കിൽ കിട്ടി, ചിലപ്പോൾ കിട്ടില്ല. റെഗുലർ ബ്രേക്കിലൊന്നും കിട്ടുമെന്ന് ഒരു നിർബന്ധവും ഇല്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ ചിലപ്പോൾ റെഗുലറായിട്ട് വരും, ചിലപ്പോൾ നടക്കില്ല അല്ലേ. ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവില്ല. അതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ടാലൻറ്റഡ് ആയിട്ടുള്ള യങ് സയൻറ്റിഫിക് മൈൻഡ്സിനെ ടാലൻറ്റഡ് ആയിട്ടുള്ളവരെ ട്രെയിൻ ചെയ്യുമ്പോൾ യൂത്തിനെ ഒളിമ്പിക്സിലോട്ട് നമുക്ക് വേണം ട്രെയിൻ ചെയ്യാം അല്ലെ. ട്രെയിൻ ചെയ്ത് യൂത്തിനെ ഒളിമ്പിക്സിലോട്ട് വേണം ട്രെയിൻ ചെയ്യാം. ഇന്റർനാഷണൽ ക്രിക്കറ്റേഴ്സിനെ നിങ്ങൾക്ക് ട്രെയിൻ ചെയ്തെടുക്കാം. പക്ഷേ ഒരു എയിൻസിനെ ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റുമോ അല്ലേ? ആൽബർട്ട് ഐൻസ്റ്റീനെ നിങ്ങൾക്ക് ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റുമോ? ഇമ്പോസിബിൾ പീപ്പിൾ, ഇറ്റ്സ് ഇമ്പോസിബിൾ.
അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ചന്ദ്രശേഖരനെ ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റുമോ? ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ. അതാണ് അവിടെയാണ് നമ്മൾ ഈ പറയുന്ന അവാർഡ്സിന്റെ പ്രസക്തിയെ പറ്റി പറഞ്ഞു വരുന്നത്. ഓൾമോസ്റ്റ് എവറി നൊബേൽ laureate in the modern era has won various secondary prizes and recognition in their early career, and every year there is much debate on who was submitted as on the person who won. Recognizing early career potential will remain fraught with subjectivity, and with fewer awards on offer could provoke increased discontent. Contrary to Prime Minister's vision, fewer awards may actually miss many more promising talents and amplify appellates to the already decorated. Awards cost ministries money, but the meeting did not discuss. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഒരു കാര്യത്തെ പറ്റി ചിന്തിക്കുമ്പോൾ രണ്ട് വശങ്ങളും ചിന്തിക്കണം അല്ലേ. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഒരുപാട് നോബൽ ലോറിയേറ്റ്സ് ഉണ്ട്, നമ്മൾ അറിയപ്പെടുന്ന ഒരുപാട് നോബൽ ലോറിയേറ്റുകളുണ്ട്. അപ്പോൾ അവരെ പറ്റി എടുക്കണം, ഓരോരുത്തരും എടുത്ത് നോക്കുവാണെങ്കിൽ നമുക്കറിയാം ഒരുപാട് പേരും സെക്കൻഡറി അവാർഡ്സ് ഒക്കെ കിട്ടി ചെറുപ്പത്തിൽ നിന്നും അവരുടെ കരിയറിലൊക്കെ വന്ന് ഓരോ വർഷം കിട്ടി വരാം. അപ്പോൾ ഒരുപാട് ഡിബേറ്റ് നടക്കുന്നുണ്ട്, നമ്മൾ ആരെ ഒഴിവാക്കണം, ആർക്ക് കൊടുക്കണം, അവാർഡ് കൊടുക്കണം എന്നുള്ള ഡിബേറ്റിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഇവരുടെയൊക്കെ പൊട്ടൻഷ്യൽ റെക്കഗ്നൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഏർലി ഇതിൽ സ്റ്റേജിൽ റെക്കഗ്നൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വളരെ ടെൻഷൻ പിടിച്ചൊരു പരിപാടിയാണ്. അത് മാത്രമല്ല ഇതിലൊക്കെ സബ്ജക്റ്റിവിറ്റി ഉണ്ട് അല്ലേ. എന്തൊരു അവാർഡ് കൊടുക്കുമ്പോഴും അവാർഡ് പാനൽ, അവരുടെ പാനൽ കൊടുക്കുമ്പോൾ അവരാണ് സബ്ജക്റ്റീവായിട്ട് നോഷനിലാണ് ചിന്തിക്കുന്നത് അല്ലെ. അവരുടെ അല്ലാതെ ഒരിക്കലും ഒബ്ജക്റ്റീവ് ബേസിസിൽ കൊടുക്കുമെന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റുമോ? നമുക്ക് ഒരിക്കലും ഒരു സിനിമയിൽ അവാർഡ് കൊടുക്കുമ്പോൾ പോലും നമ്മൾ ഒബ്ജക്റ്റീവ് ആണോ? അല്ല, ആ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ജഡ്ജ് പാനലിൽ എടുക്കുമ്പോൾ അവർ അല്ലേ നമ്മുടെ ജൂറി തീരുമാനിക്കുന്ന അനുസരിച്ചിരിക്കും. അത് അവരുടെ എല്ലാവരുടെയും പേഴ്സണൽ ഒപ്പീനിയൻസിൻ്റെ ഒരു കൾമിനേഷനാണ്. അതെല്ലാം കൂടെ ബാലൻസ് ചെയ്തിട്ടാണ് നമ്മൾ അതിന് കൊടുക്കുന്നത്, അത്രേ ഉള്ളൂ. പക്ഷേ അവാർഡുകൾ കുറയ്ക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? വി ആർ ഗോയിങ് ടു ക്രിയേറ്റ് ഡിസ്കണ്ടന്റ് ആണ്. ഒരുപാട് പേരുടെ ഡിസ്കണ്ടന്റ് നിങ്ങൾക്ക് ഡിസാറ്റിസ്ഫാക്ഷൻ കാണാൻ പറ്റും. ആക്ച്വലി ശരിക്കും പറഞ്ഞ് നടക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരുപാട് പ്രോമിസിങ് ടാലൻസിന് നമുക്ക് മിസ് ഔട്ട് ആകും. ഈ പറയുന്ന നമ്മൾ ഈ എപ്പലോട്ട്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഓൾറെഡി ഡിക്രീസ് ആയിട്ട് കൊടുക്കുകയാണ്. പക്ഷേ ഇവിടെ നമുക്ക് ഒരു കാര്യം അറിയാം, ഒരുപാട് പേർക്ക് വിഷമം ഉണ്ടാക്കുന്ന പരിപാടിയാണ് ഒരുപാട് ടാലൻസ് നമ്മൾ മിസ് ഔട്ട് ആയി പോകാനുള്ള ചാൻസും കൂടുതലാണ്. ശരിക്കും പറഞ്ഞാൽ മിനിസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം പൈസ കുറയ്ക്കാം, കട്ട് കോസ്റ്റ് അല്ലേ, അതാണ് ഇവർ പൈസ കുറയ്ക്കാൻ വേണ്ടിയുള്ള മാർഗമായിട്ടാണ് ഇതിനെ കാണുന്നത്. പക്ഷെ അവരൊരിക്കലും ഡിസ്കസ് ചെയ്തില്ല വെദർ കട്ടിംഗ് കോസ്റ്റ് വാസ് എ ഫാക്ടർ ഫോർ റാഷണലൈസേഷൻ. ഈ പൈസ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അത് റാഷണൽ ആയിട്ടുള്ള അപ്രോച്ച് ആണോ എന്ന് അവർ നോക്കുന്നില്ല. അപ്പോൾ ഈ പൈസ വേറെ കാര്യത്തിൽ കുറച്ചുകൂടെ നല്ലതാണ്. വേറെ കുറേ ഞാനെടുത്ത് പറയുന്നില്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്കറിയാം ഈ മിനിസ്ട്രി പൈസ കുറയ്ക്കേണ്ട വേറെ കുറേ മാർഗ്ഗങ്ങളുണ്ട്. ആ മാർഗ്ഗങ്ങളിൽ അവർക്ക് വേണം പൈസ കുറയ്ക്കാം എന്നുള്ളതാണ് കാര്യം. അപ്പോൾ എന്തായാലും ആസ് ഇറ്റ് ഈസ് അൺക്ലിയർ വാട്ട് എക്സിസ്റ്റിംഗ് പ്രോബ്ലം ദ ന്യൂ സ്കീം സോൾവ്സ്. എന്ത് പ്രോബ്ലം ആണ് ഇവർ സോൾവ് ചെയ്യാൻ പോകുന്നത് നമുക്കൊരു ഐഡിയ ഇല്ല. എന്നാലും ദ സെൻറ്റർ ഷുഡ് റീകൺസിഡർ ദ മെറിറ്റ്സ് ഓഫ് ദിസ് പ്രപ്പോസൽ. ഇതിൻ്റെ മെറിറ്റ് എന്താണെന്നൊന്ന് ആലോചിച്ച് അല്ലേ നന്നായി പ്രാർത്ഥിച്ചൊരു തീരുമാനം എടുക്കുന്ന പുള്ളി പറഞ്ഞ പോലെ. അപ്പോൾ ഒന്ന് ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യമാണ് എന്ന് പറയുവാണ്. ഇറ്റ് ഈസ് അനലിറ്റിക്കൽ അല്ലേ, അനലിറ്റിക്കൽ ആയിട്ടൊരു ആർട്ടിക്കിളാണ്. രണ്ട് വശവും കാണിച്ചിട്ടുണ്ട്. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ആയി എന്ന് മനസ്സിലാകുന്നുണ്ടോ? ക്ലിയർ ആയെങ്കിൽ ഒരു തംസ് അപ്പ് ഇട്ടോ കേട്ടോ. ബൈബിൾ എക്സാമിനേഷൻ ഇസ് കണ്ടക്റ്റഡ് ഓൺ മാർച്ച്. പ്രാക്ടിക്കൽ അല്ലേ. ഇറപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ പുഷ് ചെയ്ത് വരാം. നമ്മൾ പറയില്ലേ പെട്ടെന്ന് ഇങ്ങനെ ഒരു കാര്യത്തോട് പുഷ് ചെയ്ത് ഗഷ് ചെയ്ത് ഇങ്ങനെ റഷ് ചെയ്ത് വരിക എന്ന് പറയില്ല, അതാണ് ദ ന്യൂ പ്രോജക്റ്റ് ഓഫ് ദ കമ്പനി ഈസ് വയബിൾ. യെസ്, ഏത് സെൻറ്റൻസ് ആണ് ഞാൻ വിട്ടുപോയത്? സെൻറ്റൻസ് വിട്ടോ? ഷൈനി അഡോപ്റ്റഡ് വയബിൾ മെത്തേഡ്സ് അതാണോ? ഫാമിലി അതുമല്ലല്ലോ, ഏതാണ്? ഓക്കെ അല്ല, ഞാനത് വായിച്ചു. ഇറ്റ് ഈസ് നോട്ട് വയബിൾ ടു സ്റ്റേക്ക് യുവർ ടാലന്റ്, ദാറ്റ്സ് വൈ ഷീ ഗ്യാപ്പിൾസ് വിത്ത് യു. അത് ഞാൻ വായിച്ചായിരുന്നല്ലോ. ഓക്കെ അപ്പോൾ നമുക്ക് പോകാം. കേസ് ബാച്ച് തുടങ്ങിയിട്ടുണ്ട്, അറിയാലോ. നമ്മുടെ കോഴ്സിൻ്റെ ഫീ 5888 രൂപയാണ്. ഇപ്പോൾ ഡബിൾ വാലിഡി ഓഫർ ഉണ്ട്. നമുക്ക് കോഴ്സ് പർച്ചേസ് ചെയ്ത് നിങ്ങൾക്ക് KSന്റെ ബാച്ച് നിങ്ങൾ 2 വർഷത്തേക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ കിടക്കും. ഇപ്പോൾ താല്പര്യമുണ്ട്, ഇപ്പോൾ ഇസ് റൈറ്റ് മൊമെന്റ് എടുക്കാം. Y314 എന്ന കോഡ് ഉപയോഗിച്ച് കോഴ്സ് പർച്ചേസ് ചെയ്യാം. ക്ലാസ്സുകൾ ആരംഭിച്ചു കേട്ടോ. കമ്പനി ബോർഡ് എലിജിബിലിറ്റിന്റെ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ അവസാന മുഹൂർത്തത്തിലൂടെ റിസൾട്ട് വരട്ടെ എന്ന് വിചാരിച്ചിരിക്കുന്നത്. ഡിസംബർ ആവും റിസൾട്ട് വരുമ്പോൾ. അപ്പോഴേക്കും നിങ്ങൾ ജോയിൻ ചെയ്യുക. Y314 എന്ന കോഡ് ഉപയോഗിക്കുക, പഠിക്കുക. 2 വർഷത്തേക്ക് കോഴ്സ് നമ്മുടെ അക്കൗണ്ടിൽ കിടക്കും, പഠിച്ചു തുടങ്ങും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നലത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. Having failed to qualify for the Asia Cup final prior than hosting Australia, Rohit Sharma's men had many issues to address. എന്തായിരുന്നു? സോറി മിന്നു, ഞാനേ ഇന്ന് ഒരുപാട് പേരുള്ളതുകൊണ്ടേ തിരക്കിൻ്റെ ഇടയ്ക്ക് വല്ല വിട്ടുപോയതായിരിക്കും, നീ എന്നോട് ക്ഷമിക്കടാ. ഓക്കെ. Having failed to qualify the Asia Cup final prior than hosting Australia, Rohit Sharma's men had many issues to address. പറയാമോ? ആൻസർ പറയാമോ? ഇവിടുത്തെ പറയൂ, വേഗം പറയൂ പിള്ളേരെ. പറ വേഗം പറ. പോരട്ടെ.
Can I get the answer, people? ഓക്കെ, പ്രയർ ഒരു ലാറ്റിൻ അഡ്ജക്റ്റീവാ. വരത്തനൊരു പ്രശ്നമുണ്ട്. ഈ വരത്തൻ അഡ്ജക്റ്റീവുകളുടെ പ്രത്യേകത എന്താ വെച്ചാൽ അതുങ്ങളുടെ കൂടെ കൊടുക്കേണ്ടത് പ്രിപ്പോസിഷൻ ടു ആണ്. പ്രയർ ഒരു ലാറ്റിൻ അഡ്ജക്റ്റീവ് ആണ്. അപ്പോൾ ഒന്ന് ഓർത്ത് വെച്ചുള്ള പ്രയറിൻ്റെ കൂടെ ഒരിക്കലും ഒന്നും വരാൻ പറ്റില്ല. ദാൻ വരാൻ പാടില്ല. ഇംഗ്ലീഷ് അഡ്ജക്റ്റീവിനോട് ദാൻ എന്ന കൺജങ്ഷൻ വരാം, പക്ഷേ ലാറ്റിൻ അഡ്ജക്റ്റീവിനൂടെ പ്രയർ ടു എപ്പോഴും. പ്രയർ ടു, സുപ്പീരിയർ ടു, സീനിയർ ടു, അല്ലേ? അത് ഓർത്തോണം. പോസ്റ്റീരിയർ ടു ഒക്കെ, എൽഡർ ടു ഓർത്ത് വെച്ചോളാം. ഇന്നത്തെ ക്വസ്റ്റ്യൻ: opposition parties are too divided on several issues that form a national alternative to the Bharatiya Janata Party. Opposition parties are too divided on several issues that form a national alternative to the Bharatiya Janata Party. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ, എന്നിട്ട് ആൻസർ എനിക്ക് തരണേ. അപ്പോൾ ഇന്ന് 12 മണിക്ക് ഞാൻ വരുന്നുണ്ട്. നമ്മൾ SBIയുടെ പിയോട്, IBPS അല്ല, SBI പിയോടെ ഇംഗ്ലീഷിൻ്റെ എവിടെ പഠിച്ചു തുടങ്ങണം, മേജർ കോൺസെപ്റ്റ് എവിടെയൊക്കെ നോക്കണം എന്ന് ഞാൻ നിങ്ങൾ പറഞ്ഞുതരാം. എങ്ങനെ തുടങ്ങണം എന്നൊക്കെ പറഞ്ഞുതരാം ഡീറ്റെയിൽ ആയിട്ട്. 1/2 മണിക്കൂർ സെഷനുള്ളൂ, 12 മണിക്കാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ മറക്കണം. നോട്ട്സ് ഒക്കെ ഞാനിപ്പോൾ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് നോട്ട്സ് ഒക്കെ സെൻട്രൽ ഗവൺമെൻറ് ചാനൽ ഇടാറുണ്ട്. Adda247 കേരള സെൻട്രൽ എക്സാംസ് നോട്ട്സ് കിട്ടും, നോട്ടിഫിക്കേഷൻസ് കിട്ടും. ഒരു ഇത് മിസ് ഔട്ട് ആവില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റൻസ് ഒക്കെ ഇവിടെ കിട്ടും. ടെലിഗ്രാം ചാനൽ, എൻ്റെ ടെലിഗ്രാം, നമുക്ക് 2 ടെലിഗ്രാം ചാനലുണ്ട്, മറക്കണ്ട. KPSC ഷോർട്ട് സെലക്ഷൻ എന്ന ടെലിഗ്രാം ചാനലും ജോയിൻ ചെയ്യാൻ മറക്കണ്ട, PSCക്ക് വേണ്ടിയിട്ടുള്ള അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇടാൻ മറക്കണ്ട, ഷെയർ ചെയ്യാൻ മറക്കണ്ട, മറ്റുള്ളവർക്ക് ഒക്കെ പറഞ്ഞു കൊടുക്കുക, അവരിലോട്ടൊക്കെ എത്തിക്കുക. കോമന്റ് സെക്ഷൻ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, അതുപോലെ തന്നെ സജഷൻസ് ഉണ്ടെങ്കിൽ മുന്നോട്ട് വെക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും മറക്കണ്ട കേട്ടോ. അപ്പോൾ എല്ലാവരും മറക്കാതിരിക്കുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കാണാം 12 മണിക്ക്. ടാറ്റാ, ബൈ, ടേക്ക് കെയർ, ഹാവ് എ ഗുഡ് ഡേ.